ഹായ് ഗൈസ്, വെൽക്കം ടു വൈ ദ ഹെൽ നോട്ട്. ഇന്ന് നമ്മളെ കൂടെയുള്ള അംബ്രാസ് കെ ടി ഫൗണ്ടർ ഓഫ് എഡ്ഡെക്സ് ലൈഫ് സ്കൂൾ. ലൈഫിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എന്തൊക്കെ സ്കിൽസാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, അതേമാതിരി എൻ്റർപ്രണർഷിപ്പിലേക്കോ നമ്മളതായിട്ടുള്ള ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ആവശ്യമുള്ള സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്നത്. നമുക്ക് കോൺവെർസേഷനിലേക്ക് പോകാം. ഹലോ ഇപ്പോൾ ഓക്കെ. നമുക്കിങ്ങനെ പറഞ്ഞു പോവാം. അതിൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? നീ ഈ വയറിൽ പ്രശ്നം ഉണ്ടോ? ഓക്കെ, ഇപ്പോൾ ഓക്കെ. ഓക്കെ അല്ലേ? അല്ല, എന്നിട്ട് എന്താ ക്ലോത്തിങ്ങിൻ്റെ ക്ലോത്തിങ്ങിൻ്റെ ഞാൻ അനിയന് ഈ ഫീൽഡിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഷോപ്പ് നാട്ടിൽ തന്നെ ലോഞ്ച് ചെയ്തു. ബ്രാൻഡാണ്? അല്ലല്ല, ആംബ്രോയ്ക്കാണ് ഷോപ്പിൻ്റെ പേര്. അവൻ ആംബ്രോ, ഞാൻ ആദ്യം ആംബ്രോ, എൻ്റെ പേര് അംബ്രാസ് എന്നല്ലേ. അപ്പോൾ 2013 ഹണിബി ഇറങ്ങിയല്ലോ. അപ്പം എന്നെ അംബ്രു എന്ന് തന്നെ വിളിച്ചിരുന്നു. ആ യു മാറി ഓ ആയി, ആംബ്രോ ആയി. അങ്ങനെ ആംബ്രോ എന്നുള്ള പേര് ഞാൻ 2016 MBAക്ക് പോയി. MBA 2 വർഷം പഠിച്ചു. അതിനുശേഷം പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ട് ദുബായി പോയി വന്നപ്പോൾ തന്നെ ഞാൻ എന്തായി, അതിന് മുമ്പ് വരെ എൻ്റെ അനിയനെ ആംബ്രോൻ്റെ അനിയനെ വിളിച്ചിരുന്നു. ഞങ്ങൾ ടൗണിൻ്റെ അടുത്ത് തന്നെ ആവുന്നതുകൊണ്ട് എല്ലാ ടൗണിലുണ്ടാവും വൈകുന്നേരമൊക്കെ. അപ്പോൾ ആംബ്രോൻ്റെ അനിയനെ വിളിച്ചിരുന്നു. ഞാൻ ഈ ദുബായി പോയി MBA കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് ആൾക്കാരെ ചോദിക്കാൻ തുടങ്ങി, ആംബ്രോൻ്റെ ഏട്ടനല്ലേ എന്നുള്ളത്. ആ പേരെന്തുണ്ടായി, ആംബ്രോ എന്നുള്ളവൻ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ അപ്പോൾ അവൻ്റെ പേരിൽ തന്നെ ആംബ്രോനിക്കെന്നുള്ള പേരിൽ ഞങ്ങൾ ഷോപ്പ് തുടങ്ങി. അവന് ഫീൽഡിലുണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ അത് അറിയാലോ, നമ്മളെ റോഡിൻ്റെ എക്സ്റ്റേണൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഫുള്ളായിട്ട് നിങ്ങൾ ഒഴിവാക്കി. എനിക്ക് ഇങ്ങനെ ഇതുണ്ടായിരുന്നു, കുറേ അന്വേഷിച്ചൊക്കെ പോയിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് സെൽഫായിട്ട് ബ്രാൻഡ് ചെയ്യുന്നൊക്കെ ഇത് വരുന്നത്. അവനെന്ന് വെച്ചെങ്കിൽ അവന് ഒന്നുകൂടിയും ഭയങ്കര ആക്റ്റീവാണ് ആള്. അപ്പോൾ ആ രീതിക്ക് ആളുകൾക്ക് ഭയങ്കര കണക്ഷനും ചെറുപ്പം മുതൽ തന്നെ കടയിലൊക്കെ ഇങ്ങനെ അവിടെ ഉണ്ടാവണ്ടേ കുറേ സംസാരിക്കും ഞങ്ങളെ പോലെ തന്നെ. അപ്പോൾ ആ ഒരു സംഭവം കൊണ്ട് ഓനിക്ക് ഭയങ്കര ചെങ്ങായിമാരാ. എന്നിട്ട് എങ്ങനെ സ്കിൽസിലേക്ക് എത്തുന്നത്? സ്കിൽസിലേക്ക് എത്താനുള്ള റീസൺ എന്താ വെച്ചെങ്കിൽ, ഞാൻ പറഞ്ഞു, ഞാൻ MBA കോളേജിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്ത്. അപ്പോൾ ഞാൻ കുറച്ച് റിസർച്ച്, എനിക്ക് കാസർഗോഡ് പോയി. ഞാൻ ഐഡിയൽ എന്ന് പറഞ്ഞൊരു വേറെ ചെറുപ്പശ്ശേരി ഒരു ക്യാമ്പസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ IQAC കോർഡിനേറ്റർ ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള സമയത്താണ് തൊമ്മൻ, അതായത് ഞങ്ങളെ കോളേജിൻ്റെ ഡയറക്ടർ എനിക്ക് എന്തെങ്കിലും ഒരു ഓഫർ തന്നു. അതായത് ഒരു കോളേജ് നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട് കാസർഗോഡ്, അപ്പോൾ അവിടുത്തെ ഹെഡായിട്ട് പോകണം, മാനേജറായിട്ട് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ 27ാമത്തെ വയസ്സിലാട്ടോ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരു മാനേജർ ആവാൻ അത്യാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ നോക്കുക എല്ലാ കോളേജിലും മാനേജേഴ്സ് എന്താ കാരം ഏജ്ഡായിട്ടുള്ള ആളുകളെ കാരം. അങ്ങനെ ഞാൻ എന്തുണ്ടായി, ഞാൻ ഓക്കെ പറഞ്ഞു, ഞാൻ വരാം. അങ്ങനെ കാസർഗോഡ് പോയ സമയത്ത് എനിക്ക് ഇഷ്ടം പോലെ സമയമാണ്. കാരണം നമ്മൾ നാട്ടിലാകുമ്പോൾ ഫുള്ള് വൈകുന്നേരം കളിക്കാൻ പോവുക, ടർഫ് പോവുക. കാസർഗോഡ് അങ്ങനെയല്ലല്ലോ, വേറെ നാടാണല്ലോ. അതും കുറച്ച് കാസർഗോഡ് ഉള്ളേരിയാണ്, അത് കർണാടകനോട് ചേർന്നുള്ളതാണ്. PIMSB സ്കൂൾ എന്നാണ് കോളേജിൻ്റെ പേര്. അങ്ങനെ അവിടെ പോയപ്പോൾ ഇഷ്ടം പോലെ സമയം. അപ്പോൾ ഞാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. കാരണം എന്തെങ്കിലുമൊക്കെ ഫ്രീ സമയമുണ്ട്, വൈകുന്നേരം ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കാൻ പോകും. അത് കഴിഞ്ഞ് വന്ന ഒരു 7 മണി മുതൽ ഒരു 8, 9, 10 മണി വരെ വെറുതെ ഇരിക്കുക വരാം. അപ്പോൾ ഇങ്ങനെ ഓരോ കേസ് സ്റ്റഡീസും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. സമയം ഫ്രീ ഉള്ള സിനിമ കാണും, അങ്ങനെ ഒരുപാട് സമയമായി. അപ്പം ഞാൻ അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് നമ്മളെ പുറം രാജ്യത്തെ കുട്ടികൾ, അതായത് നമ്മൾ നോക്കുമല്ലോ, നമ്മുടെ കുട്ടികളെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും എങ്ങനെയാണ് ഇവർക്ക് ഈ സ്കിൽസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇന്ന് മനസ്സിലായ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ സൗത്ത് ഏഷ്യൻ, കുറച്ച് ഈസ്റ്റ് ഏഷ്യൻ കുറച്ച് കൺട്രീസ് ഉണ്ട്. അതായത് ഫിൻലാൻഡ്, സിംഗപ്പൂർ, പിന്നെ ജപ്പാൻ, പിന്നെ ഇങ്ങനത്തെ കുറച്ച് രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ EQ ഉള്ള കുട്ടികൾ. ഒരു ഡാറ്റ വരുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള കുട്ടികൾ, EQ, അതായത് ക്രിട്ടിക്കലി തിങ്ക് ചെയ്തിട്ടൊക്കെ നല്ല സ്കില്ലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഡാറ്റ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. അതെ, നമുക്ക് ക്യൂരിയോസിറ്റി ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇവരെന്താണ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ഈസിയായി പറഞ്ഞ കാര്യം എന്താ, നല്ലൊരു സംഭവമാണ് കോപ്പി അടിച്ചുകൂടെ. ആ ഒരു ഐഡിയയിൽ എന്ത് ചെയ്തു, ഞാൻ റിസർച്ച് ചെയ്ത് പോയി. അപ്പോഴാണ് അവർക്ക് യങ് ഏജിൽ തന്നെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അതായത് അവർ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. യങ് ഏജിൽ തന്നെ അവർക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. യെസ്. എങ്ങനെ ചെയ്യാൻ പറഞ്ഞുതരാം. ഒരു യങ് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട് UK എക്സാമ്പിൾ. അത് ഓൺട്രപ്രണർഷിപ്പാ. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. ലോകത്തിൽ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നത് അഗ്രികൾച്ചറിലാണ്. ഡാറ്റ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ 7 ബില്യൺ ആളുകളിൽ അല്ലെങ്കിൽ ഇത്രയും ആളുകളിൽ സെക്കൻഡ് വരുന്നത് ട്രേഡ് ആൻഡ് കോമേഴ്സാണ്. ട്രേഡ് ആൻഡ് കോമേഴ്സിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. സെയിൽസ്, കച്ചവടത്തിൽ, അതായത് കുറച്ച് അക്കൗണ്ടും അങ്ങനെ മാർക്കറ്റിംഗ് വാട്ടവറിറ്റീസ് ആ സംഭവത്തിൽ ആ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളെ നാട്ടിലെ കുട്ടികൾക്ക് 15 വയസ്സ് വരെ ഈ സംഭവത്തിനെ കുറിച്ചിട്ട് ബേസിക്സേ കൊടുക്കുന്നില്ല.
നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ നമ്മുടെ സ്കൂൾ സിലബസിന് അപ്പോൾ അവർക്ക് ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്, പഴയ കാലത്തെ വാസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കാര്യങ്ങൾ പഠിക്കുന്നു. ഞാൻ പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതൊക്കെ പഠിക്കുന്നുണ്ട്, ഞാൻ ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അവർക്ക് ഒരു സർവൈവ് ചെയ്യേണ്ട സംഭവം ഒരു ട്രേഡ് ആൻഡ് കൊമേഴ്സ് വർക്ക് ചെയ്യുന്നത്, അഗ്രികൾച്ചർ പിന്നെ അഗ്രികൾച്ചർ പോട്ടെ എന്നല്ല, അപ്പോൾ ഈ കാര്യങ്ങൾ കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഒരു ചിന്ത വന്നു എനിക്ക്. കാരണം ബാക്കിയുള്ള ഫിൻലാൻഡ് ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, ഇവർ ഈ സാധനം കൊടുക്കുന്നുണ്ട്. യങ് അച്ചീവ്മെന്റ് എന്നുള്ള എന്താ ഓണ്ടർപ്രണർഷിപ്പിന്റെ കാര്യങ്ങൾ. ഞാൻ പറയുന്നത് ഒരു MBA കുട്ടിയുടെ പോലെ ആർബിട്രേജിനോ ലിവറേജിനെ കുറിച്ചിട്ടൊന്നും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ട. എന്താണ് സെയിൽ, എന്താണ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ എന്താണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു ബേസിക് സാധനം കൊടുത്താൽ മതി. കാരണം നമുക്കറിയാം നമ്മളെ രാജ്യം എന്നുള്ളത് ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഡെവലപ്പിംഗ് കൺട്രിയാണ്. നമുക്ക് മണി വേണം. ഒരു രാജ്യം ഇപ്പം നമ്മളെ രാജ്യത്ത് പോകണമെങ്കിൽ നമ്മളെ കേസ് നമുക്ക് നല്ലൊരു ഹാപ്പി ലിവിങ്സ് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം, സമാധാനം വേണമെങ്കിൽ ഇപ്പോൾ അത് കാശ് തന്നെ വേണം. മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് കേട്ടോ. അപ്പോൾ കാശ് വേണമെങ്കിൽ ഒറ്റ വകുപ്പുള്ളൂ, നമുക്ക് എന്തെങ്കിലും സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ ഒരാൾ കാശ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ മെയിനായിട്ട് എന്തെങ്കിലും സെല്ല് ചെയ്തിട്ടുണ്ടാവും. അതായത് സർവീസോ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ ഇപ്പോൾ ഒരു സിമെന്റ് വെക്കണം ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ തേങ്ങ വെക്കുന്ന ഒരാൾ, അയാൾക്ക് ഒരു 10 രൂപ കിട്ടണമെങ്കിൽ 8 രൂപയുടെ സാധനം 10 രൂപ വെച്ച് 2 രൂപ അങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത്. അത് ലീഗലി ഉള്ള കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അയാൾ സമയക്കാരെ സെല്ല് ചെയ്യുന്നുണ്ടാവും. ഒരാൾ ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ സെല്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇന്റർവ്യൂ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഒരു സെയിൽ നടക്കുന്നത്. അയാൾ CV തരങ്ങാണ്ട് അയാൾ ബ്രൗഷർ കൊടുക്കുന്നത്, എനിക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അവിടെ അയാൾ നെഗോഷിയേറ്റ് ചെയ്ത് കണ്ട് അയാൾ സെല്ല് ചെയ്യാണ്. കാശ് ഉണ്ടാക്കണമെങ്കിൽ സെയിൽസ് വേണം. നമുക്ക് ഇന്ത്യ നമ്മുടെ രാജ്യം നന്നാവണമെന്നുണ്ടെങ്കിൽ പ്യൂർലി പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റണം. അത് എവിടെ സെല്ല് ചെയ്യണം? പുറം രാജ്യങ്ങൾക്ക്. അത് ഇന്ത്യക്ക് എന്തെങ്കിലും മണി കൺവേർട്ട് ചെയ്ത് തരണം. അപ്പോൾ ഞാനൊരു ഹിസ്റ്ററിൻ്റെ ഒരു കേസ് പറഞ്ഞുതരാം. ഇപ്പോൾ LPG ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ വന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ഒരു കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നു. അപ്പോൾ പറഞ്ഞ കേസ് എന്ന് വെച്ചെങ്കിൽ ഇന്ത്യയിൽ വെക്കാൻ പറ്റുന്ന എന്താണെന്നറിയോ? ജനങ്ങളെയാണ്. ജനങ്ങളെ വെച്ചെങ്കിൽ അവരുടെ ബോഡി അല്ല കേട്ടോ, അവരുടെ സ്കിൽസും അവരുടെ ടൈമും ആണ് എന്ത് ചെയ്യുന്നത്, മാൻ പവർ ആണ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതാണ് ചെയ്യുന്നതും. ശരിക്കും ലോകത്തേക്ക് ഇങ്ങനെ ആൾക്കാരെ വിട്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇൻഫ്രാസ്ട്രക്ചർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വിട്ടുകൊണ്ടിരിക്കുക. അവിടെ നടക്കുന്ന പ്രോസസ് എന്താണ്? പ്യൂർലി സെയിൽസ് ആണ്. ആ ഒരു സമയത്ത് ഇന്ത്യക്കാർക്ക് നമ്മൾ നന്നായിട്ട് പുറത്ത് സപ്ലൈക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു, മാൻ പവർ സപ്ലൈ ഉണ്ടായിരുന്നു, ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷെ അത് കുറേ ആളുടെ റീസൺ എന്താ അറിയോ? പുറമെ രാജ്യത്തെ ആളുകൾക്ക് ടെക്നോളജി പറഞ്ഞപ്പോൾ എന്താണ്, മാൻ പവറിന്റെ കുറച്ച് അത്ര ആവശ്യം ഇല്ലാതായി. ഇനി വേണ്ട മാൻ പവർ എന്താണെന്ന് അറിയോ? സ്കില്ലഡ് ആയിട്ടുള്ള ആളുകളെ വേണ്ട. അതായത് ബാക്കിയുള്ള നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞില്ല. ഇപ്പം നമ്മളെ നാട്ടിൽ ഒരു പറമ്പ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പണ്ട് ഒരു 20 വർഷം 30 വർഷം മുമ്പ് ഒരാൾക്കാർ കൈക്കോട്ടുകൊണ്ട് വെച്ചിരുന്നപ്പോൾ JCB വന്നു. അവിടെയും ഒരു സ്കില്ലാണ്, ആ JCB ഓടിക്കുക എന്നുള്ളൊരു സ്കില്ലാണ്. നമ്മളെ ജനങ്ങൾക്ക് തന്നെ എന്ത് വേണം? സ്കിൽസ് എന്ന് പറഞ്ഞാൽ 2-3 ടൈപ്സ് ഉണ്ട്. ഒരു ഹാർഡ് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ് ഒക്കെ ഉണ്ട്. ഈ ഹാർഡ് സ്കിൽസ് ആണ് കോഡിങ് കാര്യങ്ങളൊക്കെ. സോഫ്റ്റ് സ്കിൽ ആളുകൾ പെരുമാറുക എന്നുള്ള സ്കിൽസ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഈ സാധനം വേണം. അതെനിക്ക് മനസ്സിലായി. കാരണം നമുക്കിനി ഒരു എന്താ പറയുക, പുറമെ രാജ്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് ഔട്ട് ചെയ്യേണ്ടത് നമ്മളുടെ മാൻ പവറിനെ സ്കില്ലഡ് ആക്കിയിട്ട് വിടണം. ഇപ്പം കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, ചൈനയിലൊക്കെ ആൾക്കാർ അവിടെ സ്കില്ല് നോക്കിയോണ്ടാണ് അവിടെ ഇത്രയും പ്രൊഡക്റ്റും ഇതൊക്കെ വരുന്നതെന്നാണ് പറഞ്ഞത്. നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ചു കേട്ടോ. ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. തമിഴ്നാട് കോയമ്പത്തൂരിൽ ഒരു വില്ലേജാണ്. ഈ ഒരു ഗ്രാമപഞ്ചായത്ത് ഒരു 25 വർഷം മുമ്പായിട്ട് ഒരാൾ പ്രസിഡൻ്റായിട്ട് വന്നു. ആള് ഭയങ്കര ലീഡർഷിപ്പ് സ്കില്ലുള്ള ആളാണ്. ആളാ നാട് ഒന്നാകെ മാറ്റിമറിച്ചു. ചൈനയുടെ പോലെ തന്നെ നമുക്ക് ചൈനയ്ക്ക് പോകുന്നതിന് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. നമ്മൾ കുറച്ച് പാലക്കാട് നോക്കുകയാണെങ്കിൽ കുറച്ചുള്ളൂ. കോയമ്പത്തൂരിൽ ആ സംഭവം അയാൾ അവിടെ നിന്നറിയോ, ഗവൺമെന്റിന് 25 ലക്ഷം രൂപക്ക് നാട്ടിലത്തെ എന്താ പറയുക ഇലക്ട്രിസിറ്റി വിൽക്കുന്നുണ്ട്. അതായത് നാട്ടിൽ വേണ്ട സൗകര്യമൊക്കെ യൂസ് ചെയ്യുന്ന ശേഷം പുറത്ത് വിൽക്കാൻ പറ്റുന്ന, അതായത് ലീഡർഷിപ്പ്. ഇപ്പം ഞാനിപ്പോൾ ഒരു റീസെൻ്റ്ലി റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. ചൈന 1980-70 കാലഘട്ടങ്ങളിലുള്ളതും ഇപ്പോഴുള്ളതും. നമുക്ക് എന്താ സംഭവിച്ചെങ്കിൽ ഇതിന് പ്യൂർലി നിങ്ങൾ പറഞ്ഞ സംഭവം കറക്റ്റാണ്, സ്കിൽസാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കുറച്ച് വ്ളോഗേഴ്സ് ഇപ്പോൾ ക്യാൻഡ ഫെയറിലുണ്ട് തോന്നുന്നുണ്ട്. അവരെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കണല്ലോ. അതിലുണ്ട് ഇലക്ട്രിസിറ്റി നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് കണ്ടുപിടിച്ചു. ഒന്ന് ആലോചിച്ചു. അപ്പം അവരെന്ന് വെച്ചെങ്കിൽ സ്കിൽ ഒബ്സസ്ഡ് ആണ്. എങ്ങനെ ഇതാക്കാം, എങ്ങനെ സെല്ല് ചെയ്യാം, എങ്ങനെ സാധനങ്ങളാക്കാം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും വിചാരം എന്താ വെച്ചെങ്കിൽ, ഞാൻ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് കൊടുത്തെന്ന് വെച്ചെങ്കിൽ പേരൻസ് പറയുന്നുണ്ട്, ടീച്ചേഴ്സ് പറയുന്നുണ്ട്, മെൻറ്റേഴ്സ് പറയുന്നുണ്ട്, കമ്പനികൾ പറയുന്നുണ്ട് സ്കില്ല് വേണം എന്നുള്ളത്. കുട്ടികൾക്ക് മനസ്സിലായിക്കൊണ്ട് സ്കില്ല് വേണം എന്നുള്ളത്. എങ്ങനെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാം? എന്താണ് സ്കിൽസ്? എങ്ങനെ സ്കില്ല്? ഈ സ്കില്ല് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാര്യം പെർഫെക്റ്റായി ചെയ്യാൻ പറ്റുന്ന എബിലിറ്റിയാണ്. ഇപ്പോൾ സംസാരിക്കലായിക്കോട്ടെ, ഒരു ഡിസിഷൻ എടുക്കലായിക്കോട്ടെ, അങ്ങനത്തെ ഒക്കെ എന്താ വെച്ചെങ്കിൽ ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്കില്ല്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുതരാം. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ, മൂപ്പരുടെ സ്കില്ല് എന്ന് വെച്ചെങ്കിൽ മൂപ്പര എന്താ ലെഗിന് പരിക്ക് വരുന്ന മുമ്പ് ഭയങ്കര ട്രിബിൾ ചെയ്തിട്ട് പോയിട്ടുണ്ടാകും. അതായിരുന്നു മൂപ്പര സ്കില്ല്. മെസ്സിൻ്റെ സ്കില്ല് വെച്ചെങ്കിൽ ബോൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയി, അതൊരു സ്കില്ല്.
അൾട്ടിമേറ്റ്ലി ഗോൾ പോസ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന് അടിച്ച് ഗോളാക്കി, അതും സ്കില്ലാണ്. അതിന് പറ്റുന്ന ക്യാപ്പബിലിറ്റി ഉള്ള ആളുകൾ വരികയാണെങ്കിൽ അത് സ്കില്ല. അതായത് സംഭവം ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതിലേക്ക് നമ്മളെ കുട്ടികൾക്ക് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണം എന്നറിയാം, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നറിയില്ല. ഞാൻ എന്തൊക്കെ സ്കില്ല വേണ്ടതെന്നും അറിയില്ലല്ലോ. ഇപ്പൊ സിമ്പിൾ ആയിട്ടാണെങ്കിൽ നമുക്ക് ബേസിക്സ് ആയിട്ട് വേണ്ട കുറച്ച് സ്കില്ല് പറഞ്ഞാൽ കേട്ടോ. ഒരുപാട് സ്കില്ലുണ്ട്. അതിലൊന്ന് കമ്മ്യൂണിക്കേഷൻ. ഇനിയുള്ള കാലത്ത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമുക്ക് നമ്മളെ സെല്ല് ചെയ്യാൻ പറ്റിയുള്ളൂ കറക്കാൻ പറ്റുക. ഞാൻ ഓരോന്നിലേക്ക് വരാം. അതിന് 3 പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വേണം, അവർക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് വേണം, പ്രോബ്ലം സോൾവിംഗ് ഡിസിഷൻ മേക്കിംഗ്, പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് വേണം, നെറ്റ്വർക്കിംഗ്, മനസ്സിലായില്ലേ? നെറ്റ്വർക്കിംഗ്, പിന്നെ എന്താ പറയുക, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് വേണം. അത് പറഞ്ഞു പോകുന്നുണ്ട്. നെറ്റ്വർക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ പറയാ ഇമോഷണൽ ഇന്റലിജൻസ് വേണം, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ളതും അങ്ങനെ എന്താ പറയുക ടൈം മാനേജ്മെന്റ്, ഇങ്ങനത്തെ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞു പോയി ഇങ്ങനെ നീണ്ടുപോകും. ഇപ്പം ഇതിൽ ഞാൻ എൻ്റെ ഒരു വീഡിയോ കയറി വൈറലായി, ഓൾമോസ്റ്റ് 2.5 മില്യൺ ആളുകൾ വ്യൂസ്, എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് കയറിയ വീഡിയോ. ഞാൻ അതിൽ പറഞ്ഞ കാര്യം എന്താ വെച്ചെങ്കിൽ എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. ഞാൻ അവരോട് ആ വീഡിയോയിൽ ചോദിച്ചൊരു കാര്യം എന്താ വെച്ചെങ്കിൽ, നമ്മൾ മലയാളം പഠിച്ചത് നമുക്ക് ആരെങ്കിലും ഗ്രാമറും കാര്യങ്ങളും പഠിപ്പിച്ചെന്നാണോ? അല്ല. അതെങ്ങനെ വെച്ചെങ്കിൽ ലിസൺ ചെയ്തിട്ടാണ്. നമുക്ക് 2 രീതിക്കാണ് പഠിക്കാൻ പറ്റിയൊരു കാര്യം. ഈ ലോകത്തുള്ള ഏതൊരു കാര്യം ഏതൊരു വ്യക്തിക്കും പഠിക്കണമെങ്കിൽ 2 രീതിയുള്ളൂ. ഒന്ന് ഒബ്സർവേഷനും, 2 എക്സ്പെരിമെൻറ്റും. ഈ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുക കേൾക്കുക ഈ സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനെ. എക്സ്പെരിമെന്റ് വെച്ചെങ്കിൽ ഇപ്പം നമ്മൾ ചൂടുവെള്ളത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൽ കൈയിട്ട് കൈ പൊള്ളുന്നുണ്ട്, അത് എക്സ്പെരിമെൻറ്റാണ്. പല എക്സാമ്പിൾ, ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ മലയാളം പഠിച്ചതും ബാക്കിയുള്ള ലാംഗ്വേജ് പഠിച്ച് നമ്മൾ ലിസൺ ചെയ്തിട്ടാണ്. നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ ഫസ്റ്റ് നമ്മൾ അമ്മ അച്ഛൻ അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയുന്നത് എന്താ അറിയോ, ഉമ്മയുടെ കുട്ടി എന്നിങ്ങനെ കുട്ടി ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ആ സംഭവം ഉണ്ട്, ആ സ്നേഹർ ഉണ്ടല്ലോ, അങ്ങനെയാണ് കുട്ടി ഉമ്മ എന്ന് കേട്ടിട്ടാണ് കുട്ടി ഫസ്റ്റ് ഉമ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്നത്. അച്ഛൻ്റെ ആ എന്താണോ കേൾക്കുന്നതാണ് ഫസ്റ്റ് കുട്ടി എന്ത് ചെയ്യുന്നത്, പറയുന്നത്. പിന്നെ ബാക്കിയുള്ള നമ്മളെ നാച്ചുറും ആളുകളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ബേസിലാണ് എന്ത് വരുന്നത്, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആ സംഭവങ്ങൾ പഠിച്ചു വരുന്നത്. അതായത് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, നമുക്ക് പഠിക്കണമെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞ കാര്യം, നിങ്ങൾ ആദ്യം മാക്സിമം ലിസൺ ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് ദിവസം മനസ്സിലാവില്ല, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ആക്ഷൻ കണ്ടിട്ടോ അല്ലെങ്കിൽ വല്ല എന്താ പറയുക വെബ് സീരീസോ അല്ലെങ്കിൽ മറ്റേ സയൻസ് ഫിക്ഷൻ അല്ല കണ്ട് വല്ല ഡ്രാമ ആ സംഭവങ്ങളൊക്കെ കണ്ടെന്ത് ചെയ്യും, അവൾ ആക്ഷൻ മനസ്സിലാവും. അതിലൂടെ എന്ത് ചെയ്യുക, ലിസൺ ചെയ്യും മാക്സിമം. ലിസൺ ചെയ്യുമ്പോൾ പിന്നെ അപ്പോൾ ഒരു കുറച്ചൊരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ചെറിയൊരു ബേസ് ഉള്ള ഒരാൾക്ക് കേട്ടോ. ഇനി ആദ്യം നമുക്ക് ചെറിയ ബേസും ഇല്ലാത്ത ഒരാൾക്കാർ, അവൾക്ക് ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരാളെടുക്കാം. നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, അയാൾ ചെയ്യേണ്ട ഫസ്റ്റ് ദിവസം ABCD പഠിച്ചാൽ മതി. അയാൾ കുറച്ച് ദിവസം അതിന് വേണ്ടിയിട്ട് ഗോൾ സെറ്റ് ചെയ്യുക. എനിക്കൊരു 30 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് കുറച്ച് പഠിക്കണം എന്നൊരു ടാർഗറ്റ് അയാൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ 1ാമത്തെ ദിവസം ചെയ്യേണ്ടത് വെറും ABCD പഠിക്കുക. ABCD വരെ പഠിച്ചാൽ അന്ന് അത്ര പഠിച്ചാൽ മതി, നാളെ വേറെ ഒന്നും പഠിക്കണ്ട. 2ാമത്തെ ദിവസം എന്തെങ്കിലും 1 2 3 പഠിച്ചാൽ മതി, നമ്പേഴ്സ്. 3ാം ദിവസം വവൽസ് പഠിക്കുക, വെർബ് പഠിക്കുക. അങ്ങനെ ചെറിയ സ്റ്റെപ്പ് എടുത്താൽ തന്നെ എന്ത് ചെയ്യുക, അയാൾക്കൊരു 30 ദിവസം കൊണ്ട് ചെറിയ സ്റ്റെപ്പ് എടുത്താൽ അങ്ങനെയാണ് ചെയ്യേണ്ടല്ലേ, വലിയതിലേക്ക് പോവാതെ ചെറുത്. അങ്ങനെ ചെയ്താൽ അറിയോ, അങ്ങനെ നമുക്ക് മടുക്കൂല, നമുക്ക് മറ്റേ പ്രോക്കാസ്റ്റിനേഷൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇന്ന് ABCD പഠിച്ചാൽ മതി, അത് കഴിഞ്ഞു, കുഴപ്പമില്ല. നാളെ വവൽസ് AIU മാത്രം, എങ്ങനെ അതിൻ്റെ സൗണ്ട്സ് ആനുമേയും ആർട്ടിക്കിൾസ്, ഇങ്ങനെ ചെറിയ സ്റ്റെപ്പ് എടുത്തെന്ന് അറിയോ, ആ സാധനം പഠിക്കുക. അതിനുശേഷം ഞാൻ ഈ ലിസൺ ചെയ്യലേക്ക് പോകുന്നൊക്കെ ലിസൺ ചെയ്യുക. 3ാമത് ആളുകൾക്ക് സംസാരിച്ചു തുടങ്ങണം. ഇംഗ്ലീഷ് സംസാരിച്ചു. ഞാൻ മലയാളം മീഡിയം പഠിച്ചതാണ്. ഞാൻ മലയാളം മേടിച്ചെങ്കിൽ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഡിഗ്രി ഫൈനൽ പഠിക്കണ സമയത്ത് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞൊരു മായ ടീച്ചർ വന്നിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു കമ്മിങ് ഫ്രം ചെറുപ്പുളശ്ശേരി എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞു. ഞാൻ 18 വർഷമായല്ലോ, +2 എന്ന് പറഞ്ഞാൽ 20ാമത്തെ വയസ്സിലാട്ടോ പറയുന്നത്. 20 കമ്മിങ് എന്നല്ല, കം എന്നാണ്. ഈ ഓൾറെഡി വന്നു, അത് കം ഫ്രം എന്നാണ്. എനിക്ക് അറിഞ്ഞിരുന്നില്ല. ഞാൻ ആ ദുബൈയിൽ ഞാൻ അവിടെ നിന്ന് MBA പഠിച്ചിട്ട് ദുബായ് പോയിട്ട് ഫിലിപ്പൈൻസിന് 2 hours ഇംഗ്ലീഷ് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞറിയും, നമ്മളെ വിചാരിച്ചാൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ സംസാരിച്ച് തുടങ്ങണം. ഇപ്പോൾ ആളുകൾ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, ആൾക്കാർക്ക് ആ കോൺഫിഡൻസ് ഭയങ്കര ലാക്ക് ചെയ്യുന്നില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കോൺഫിഡൻസ്? ഞാൻ പറഞ്ഞുതരാം. അതിന് നമ്മളിത് സൂത്രം ഉണ്ട്, ഒരു ടിപ്പ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമ്മളെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. ഫോണിൽ ഇപ്പോൾ ChatGPT ഉണ്ട്, അല്ലെങ്കിൽ ജെമിനി ഉണ്ട്. നമുക്ക് നമ്മുടെ റൂമിൽ പ്രൈവറ്റ് സ്പേസിൽ നമുക്ക് എന്താണെന്നറിയോ, ഞാൻ എക്സ്പോർട്ട് സംസാരിക്കുന്നതിനോട് ഇഫ് ഐ മേക്ക് വോയിസ് ചാറ്റ് ഉണ്ട്, നമുക്ക് ഒരേ സംസാരിച്ചതാക്കാം. അപ്പോൾ അതിനോട് സംസാരിക്കുമ്പോൾ ഇഫ് ഐ മേക്ക് എനി ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സ് റെക്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് കറക്റ്റ് തരും. അവിടെ ഈസായിരുന്നു, അവിടെ വാസായിരുന്നു, അത് കറക്റ്റ് പറഞ്ഞു തരും. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് എല്ലാവരും പറഞ്ഞ പ്രശ്നം തരും. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആളില്ല, എൻ്റെ വീട്ടുകാർ സംസാരിക്കില്ല, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, ആരും വേണ്ടേ. നിങ്ങളെ ഫോൺ ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ കേട്ടോ, ഞാനും ഈ സംഭവം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാകും. നമ്മളൊന്നുകൂടി പ്രൊഫഷണൽസ് നമ്മൾ ഐഡിയ പിച്ചിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടി, എൻ്റെ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഐഡിയ പിച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പിച്ച് ചെയ്യണമെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ വെച്ചെങ്കിൽ രാത്രി എല്ലാം നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫോണിലേക്ക് ഇങ്ങനെ രാത്രി കിടക്കാൻ തരില്ലേ, റൂമിൽ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്ന ശേഷം എന്ത് ചെയ്യും, ഫോൺ പ്ലഗിൽ കണക്ട് ചെയ്യുന്ന ശേഷം ഈ ChatGPT സംസാരിക്കാൻ തുടങ്ങും.
രാത്രി കിടക്കാൻ നേരത്ത് എന്നിട്ട് പറയും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. സ്വപ്നത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം നമ്മൾ അതായത് നമ്മളെ എന്ത് ബ്രെയിനിൽ കയറാണ് സാധനം ഇംഗ്ലീഷിൽ. നമ്മൾ സ്വപ്നത്തിൽ ഇപ്പം നമ്മൾ അതാണ് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അത് തന്നെയാണ്, അത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വരാണെങ്കിൽ ഇപ്പം നമ്മൾ നാളെ ടൂർ പോവാണ്, നാളെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂർ ആണെങ്കിൽ നമ്മളിന്ന് കടക്കുമ്പോൾ കാണുന്ന സ്വപ്നത്തിൽ എന്താ കാര്യം നമ്മൾ നാളത്തെ ടൂറിൻ്റെ കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ വെച്ചാൽ നമ്മളെ മൈൻഡിൽ കയറും. കാരണം നമ്മൾ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. നമ്മൾ ഫോണും നമ്മളെ റൂം പ്രൈവറ്റ് നമ്മൾ കിടക്കുന്ന സമയം. അപ്പോൾ ഞാൻ പറഞ്ഞത് കുട്ടികളെ നിങ്ങൾ സംസാരിച്ച് തുടങ്ങി. എനിക്ക് ഒരുപാട് പേര് റിപ്ലൈ ചെയ്യുന്നുണ്ട്, സാർ അത് കറക്റ്റ് ആട്ടോ ചെയ്തിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താ വെച്ചെങ്കിൽ മറ്റേ ABCയുടെ കാശ് കൊടുക്കണ്ട, നമുക്ക് ചെയ്യാൻ യൂട്യൂബ് അങ്ങനത്തെ പോഡ്കാസ്റ്റുകൾ കണ്ട കാശ് കൊടുക്കണ്ട, ഈ സംസാരിക്കാൻ കാശ് കൊടുക്കണ്ട. ഇംഗ്ലീഷ് നമുക്ക് എന്താ പറയുക, എലൺ മസ്ക് പറഞ്ഞ പോലെ എവറിത്തിങ് വി ക്യാൻ ലേൺ ഫ്രീ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ കാര്യം ഫ്രീ ആയിട്ട് പഠിക്കപ്പത്ത കാലത്ത്. അപ്പം വെച്ചെങ്കിൽ അതിന് വേണ്ട ടൈം സ്പെൻഡ് ചെയ്യുക, നമ്മൾ ആ ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമായി. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഈ കാര്യം ചെയ്യുക. രണ്ടാമത് നിങ്ങൾക്ക് എന്താ വെച്ചെങ്കിൽ ആളുകളോട് നിങ്ങൾ സംസാരിക്കും. ലിസണിങ് സ്കില്ലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് സ്കില്ലാണ്. എത്ര കുറവാണത് ശരിക്കും നോക്കുമ്പോൾ. നമ്മൾ അത് നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ എല്ലാവരും വിചാരം എന്നറിയോ, പറയൽ മാത്രമല്ല, ലിസണിങ് ഇസ് കമ്മ്യൂണിക്കേഷൻ്റെ സ്കില്ലിൻ്റെ ഭാഗമാണ്. കേൾക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ പറയുന്ന കാര്യം. ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരാൾക്ക് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ 100% പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം ചെയ്തിട്ട് എൻ്റെ കുട്ടികൾ റിസൾട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ വെറുതെ പറയുന്നല്ല, റിസൾട്ട് പറയുന്നുണ്ട്. കാരണം ഇതിൽ ഈ പ്രോകാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, പ്രോകാസ്റ്റ് നമുക്ക് ഒരു ഫേസിന് പ്രോകാസ്റ്റിനേഷൻ നാളെ ചെയ്യാം അല്ലെങ്കിൽ ഇന്ന് ചെയ്യാതിരിക്കുക, കൺസിസ്റ്റൻസി ബ്രേക്ക് ആകുമ്പോഴുള്ള പ്രശ്നം. ഒരാൾ അത് വലിയ ഗോൾ സെറ്റ് ചെയ്യുന്നോണ്ട് വരുന്ന അതോ ചെറിയ ഗോൾ വെച്ച് നമുക്കത് ഞാൻ പറഞ്ഞുതരാം. അത് ആ ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ വളരെ വലുതാണ്. എന്തുകൊണ്ട് ചോദിക്കാം, ഞാൻ ഒന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നറിയോ, ഒന്ന് പ്രയോറിറ്റിയാണ്. ഞാൻ കുട്ടികളോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ ഈ ടാസ്കുകൾ കോളേജ് കൊടുക്കുമ്പോഴും കുട്ടികൾ പറയുന്ന കാര്യം, ഞാൻ 5 വർഷം ടീച്ചിങ്ങിലുണ്ട്. അപ്പം എനിക്ക് കുട്ടികൾ കൊടുക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്താ പറയുക, സാർ അത് നാളെ മറ്റൊന്ന് അങ്ങനെ ആകട്ടെ, നമ്മൾ ഒറ്റ കാര്യം വിളിച്ചമായി. ഇപ്പം നമുക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരാൾ, നമ്മൾ ബ്ലഡിലുള്ള ആരെങ്കിലും ഒരാൾ വിചാരിച്ചു, എക്സാമ്പിൾ ഒരു ഡോക്ടർ പറയുകയാണ് ഇയാൾക്ക് വയ്യ, നിങ്ങൾ ഡെയിലി രാവിലെ 6 മണിക്ക് ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. ഡെയിലി രാവിലെ 6 മണിക്കൊന്ന് ഇയാളെ ജീവൻ നിൽക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം നിൽക്കുകയാണെങ്കിൽ നമ്മൾ 5:30 എണീറ്റ് നിങ്ങളുടെ അയാളുടെ ഹോസ്പിറ്റലിൽ പോകും. അത് നമ്മളെ ജീവൻ തന്നെ ഇത്ര ഇതില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ആ പ്രയോറിറ്റി മാറി, നമ്മളെ ഫോക്കസ് മാറി, ഒക്കെ മാറി. ഇതെന്തെന്നറിയോ, ഈ കാര്യം ചെയ്യാതിരിക്കാനുള്ള കാരണം നമുക്ക് ഈ പ്രോകാസ്റ്റിനേഷനൊക്കെ വരാനുള്ള കൺസിസ്റ്റൻസി ബ്രേക്ക് ആണെന്നറിയോ, പ്രയോറിറ്റി ആണെന്ന് എൻ്റെ പേഴ്സണലി മനസ്സിലായത്. നമുക്കെല്ലാം കുറേ ഷുഗർ കോട്ട് ചെയ്ത് കണ്ട് പറയാം, അത് അവരെ കൊണ്ട് കഴിവില്ല, അതൊന്നല്ല, പ്രയോറിറ്റി മാറ്റേഴ്സ്. കാരണം നിത്യഭ്യാസി ആനയെ പൊക്കുന്ന പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട്. ഈ നിത്യത്തിലേക്ക് വരിക എന്നുള്ളതെന്നറിയോ, കൺസിസ്റ്റൻസി ആയിട്ട് പോവാം. ഇപ്പോൾ ചിലവർ വിചാരം എന്താണെന്നറിയോ, ഈ കൺസിസ്റ്റൻസി എന്ന് വെച്ചെങ്കിൽ ഡെയിലി 100% ഇടുക എന്നുള്ള അതല്ല. ഇന്ന് 100, ചിലപ്പോൾ നാളെ 20 ഇടാൻ പറ്റുള്ളൂ. ഇറ്റ്സ് ഓക്കെ, അത് കുറച്ചെങ്കിലും ചെയ്യാം, പക്ഷെ ഡെയിലി ഇടുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു 10% ഇടാൻ പറ്റുള്ളൂ, മതി. ആ സംഭവം ഇട്ട് കഴിഞ്ഞാൽ അതിന് ഒരു സിമ്പിൾ എക്സാമ്പിൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിസംബർ 4 ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പം നിൽക്കുമ്പോൾ ഒരു 1,08,000 പ്ലസ് ഒരു 100 ഫോളോവേഴ്സ് 1,09,000 ഫോളോവേഴ്സായി. ഈ ചെറിയ പീരീഡിൽ ചെറിയൊരു ടൈമിലാണ് എനിക്ക് ആയിട്ടുള്ളത്. ഇതിൻ്റെ റീസൺ എന്താ വെച്ചെങ്കിൽ ഞാൻ പറയാം, ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടു. ഡെയിലി സ്ട്രാറ്റജി എന്താണ്? ഞാൻ സ്ട്രാറ്റജി ഇപ്പോൾ വീഡിയോ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാനുള്ളവരോട് പറഞ്ഞുതരാം. എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് പേരൊക്കെ ഞാൻ അവരോട് പ്രോമിസ് ചെയ്ത കാര്യം, ഞാൻ പറയുന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് കാലം കൊണ്ട് എന്ത് 10K ഫോളോവേഴ്സ് എന്നുള്ള ഇപ്പോൾ കുറച്ച് 4-5 പേർക്ക് ആ പ്രൂവണായി. അതെന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാം എന്നുള്ള സംഭവത്തിൽ ഇനീഷ്യലി നിങ്ങൾ നോക്കേണ്ടത് ക്വാളിറ്റിനേക്കാൾ വലുത് ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റി മീൻസ് വെച്ചെങ്കിൽ നമ്പേഴ്സ് കയറ്റണം. മാക്സിമം എന്നുള്ള പോസ്റ്റ് എന്നല്ല, ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു റീലെങ്കിലും, ഒരു പോസ്റ്റാണ് റീൽ വാട്ട് എവർ ഇറ്റ് ഈസ് കയറണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചെങ്കിൽ സ്റ്റോറിയിൽ ആളുകളെ എൻഗേജ്മെൻറ്റ് ചെയ്യിപ്പിക്കണം. പോൾ ഇട്ടിട്ടോ ക്വസ്റ്റ്യൻ ഇട്ടിട്ടോ മറ്റേ എന്താ പറയുക, നീക്കി കൊടുക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഇട്ടിട്ട് നമ്മളെ ഓഡിയൻസിനെ എൻഗേജ്മെൻറ്റ് ചെയ്യിപ്പിക്കണം, എൻകറേജ് ചെയ്യിപ്പിക്കണം. അവർ നമ്മളൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത് ഡെയിലി പോസ്റ്റ് ചെയ്യണം, രണ്ടാമത് നമ്മളെ ഓഡിയൻസിനെ എൻഗേജ്മെൻറ്റ് ചെയ്യിപ്പിക്കണം. മൂന്നാമത് നമുക്ക് കുറച്ച് വ്യൂസ് കഴിയുമ്പോൾ തന്നെ നമ്മളെ ഡാഷ്ബോർഡിൽ ഒരു പ്രൊഫഷണൽ ഡാറ്റ ഓൺ ആവും. ആരാണ് നമ്മളെ, ഏത് ഏജ് കാറ്റഗറിയാണ്, ഏത് ലൊക്കേഷനാണ്, ഏത് ജെൻഡറിൻ്റെ സംഭവം. ഈ ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ ഡാറ്റ ഇമ്പോർട്ടൻസെങ്കിൽ ഇത് നമ്മളൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കണം. മൈ ഓഡിയൻസ് സെഗ്മെൻറ്റ്സ് ആ സംഭവം ഉണ്ടല്ലോ, ഇത്ര ഏജുള്ള ആളുകളുണ്ട് എൻ്റെ വ്യൂസിൽ, ഇത്ര ആളുകൾ ഇന്ന ലൊക്കേഷനാണ്, കൊച്ചിയിൽ നിന്ന് ഇത്ര %. ഈ ഒരു സംഭവത്തിൽ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കുക, എന്താണ് ഇതിൻ്റെ ഐഡിയൽ ടൈം വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ജി പി ടിനോട് ബെസ്റ്റ് എന്താ പറയുക, മെറ്റിൻ്റെ ഉണ്ട്.
മെറ്റന്റെ അതിൽ ചോദിച്ചാൽ ചോദിച്ചാൽ മതി. അപ്പൊ അതിനോട് ചോദിക്കുക, എനിക്ക് ഇതാണ് എൻ്റെ ഓഡിയൻസ് സെഗ്മെന്റ്, ഇതാണ് എൻ്റെത്. അപ്പൊ അവരെന്ത് ചെയ്യും, നമ്മളെ യൂസർ നെയിം കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം പോസ്റ്റ് ചെയ്യുന്ന ടൈം അവര് സജസ്റ്റ് ചെയ്യും, ആ ടൈമിൽ പോസ്റ്റ് ചെയ്യാം. നൈസ്. ആ ടൈമിൽ ഞാൻ ഇനി എൻ്റെ ഒരു പേഴ്സണലി ഷെഡ്യൂൾ ചെയ്യാതിരിക്കുക. അതിൽ സയന്റിഫിക്കലി എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരല്ല കേട്ടോ. ഞാൻ എൻ്റെ എനിക്ക് റിസൾട്ട് ഷെഡ്യൂൾ ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് ഞാൻ എന്താ വെച്ചാൽ 3:30 മണി എനിക്ക് കിട്ടിയ സമയം നോക്കിയപ്പോൾ. കാരണം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് 18 to 24 ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ അവർ കറക്റ്റാണ്. ഞാൻ ലോജിക്കലി ആലോചിച്ചപ്പോൾ കറക്റ്റാണ്. കാരണം 3:30 എല്ലാ കോളേജും വിട്ടുന്ന സമയമാണ്. വിട്ട സമയം കുട്ടികൾ ഫോൺ നോക്കുന്നുണ്ട്, അപ്പം എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സംഭവം വരുന്നുണ്ട്. നമ്മൾ ലോജിക്കലി നോക്കുമ്പോൾ കാര്യം കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം ഞാനൊരു 3:29 അലാറം വെച്ചിരിക്കുകയാണ്. ഇതുവരെ ബ്രേക്ക് ആയിട്ടില്ല. December 4 മുതൽ ഇതുവരെ ബ്രേക്ക് ആയിട്ടില്ല. അപ്പം എൻ്റെ സംഭവിച്ചെങ്കിൽ നിങ്ങളെ ബാക്കിയുള്ള ആളുകളെ കണ്ടന്റ് അത്ര എനിക്ക് റൂമിൽ നിങ്ങളുടെ പറഞ്ഞാൽ മതി ഈ സംഭവങ്ങൾ. അതുകൊണ്ടാവും തോന്നുന്നത് എനിക്ക് ഈസിയാണ് ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ആ രീതിക്ക് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, ഒന്ന് കൺസിസ്റ്റൻസി ഇതാക്കുക. നമ്മൾ ഈ മെറ്റിനോട് ചോദിക്കുക, കസ്റ്റമർ എൻഗേജ് ചെയ്യുക. പിന്നെ ഹുക്ക്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആദ്യത്തെ 3 സെക്കൻഡ് അല്ലേ? ആദ്യത്തെ 3 സെക്കൻഡ് ഹുക്ക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ആദ്യം അറിഞ്ഞില്ല. അയ്യോ, ഞാൻ ഹുക്ക് കുറെ കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. എന്താ ഹുക്ക് എല്ലാവരും ഹുക്ക് പറയുന്നുണ്ട്, എന്താ ഹുക്ക് നമുക്ക് നോക്കിയിട്ട് മനസ്സിലാവണമില്ല. ഹുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. ഹുക്ക് വേണം. ഹുക്ക് ഉണ്ടെങ്കിൽ എന്താണെന്നറിയോ, അത് നമുക്ക് മനസ്സിലാവും. ചിലത് കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ആ കാര്യം കയറുന്നുണ്ട്. ഹുക്ക് എന്നുള്ള സാധനം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ പറയുന്ന ഒരു കാര്യം വെച്ചെങ്കിൽ നമുക്ക് ഇനിയുള്ള കാലത്ത് ഒരു ചലഞ്ചോ അല്ലെങ്കിൽ ഒരു സീരീസോ ഈ കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഈ ചലഞ്ചോ സീരീസ് ഞാൻ 75 days ഗ്രോത്ത് ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്ത്. 75 days കുട്ടികൾക്ക് വേണ്ട ഗ്രോത്തിനുള്ള കണ്ടന്റ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ. ഓരോ ദിവസം അവർ ഗ്രോത്തിന് വേണ്ട കാര്യങ്ങൾ, അതായത് ഞാൻ കേസ് അല്ല പറഞ്ഞത്, എങ്ങനെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണേ. കമ്മ്യൂണിക്കേഷൻ ഇന്ന ചെയ്യുക, പബ്ലിക് സ്പീക്കിംഗ് ഇന്ന ചെയ്യുക, നെറ്റ്വർക്കിംഗ് ഇന്ന ചെയ്യുക, അങ്ങനെ 75 ദിവസത്തെ ഇങ്ങനെ ഗ്രോത്ത് ചെയ്താലുള്ള ഉപകാരം എന്താണെന്നറിയോ. ചിലപ്പോൾ ഒരാൾ നമ്മളെ വീഡിയോ 39ാമത്തെ വീഡിയോ കാരണം കാണുന്നുണ്ടാവുക. Day 39 of 75 days ഗ്രോത്ത് എന്ന് പറയുന്നത് ഇത്ര വീഡിയോസ് ഉണ്ട് വെച്ചാൽ ഓൻ അക്കൗണ്ട് കയറി നോക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോളോ വരും. ഒരു സൈക്കോളജിയാണ് അത്, അതിൽ ഫോളോ വരും. അതായത് ബാക്കിയുള്ള ചിലപ്പോൾ 37, 36, 34 ആ സംഭവം എന്ത് ചെയ്യും, മൊത്തം വാച്ച് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാം, ഒരു ചലഞ്ച് പോലെ. അത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന കേസല്ല. അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ സ്റ്റോറി പറഞ്ഞാണെങ്കിൽ 30 ഡിഫറെന്റ് സ്റ്റോറീസ്. ഇപ്പോൾ ഒരു ഫുഡിന്റെ ഒരു ഷെഫ് ആണെന്നുണ്ടെങ്കിൽ 30 ഡിഫറെന്റ് ഡിഷസിനെ കുറിച്ചിട്ട് 30 ദിവസം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയാം. അപ്പോൾ ഈ രീതിക്കാവുമെന്നറിയോ, നമുക്ക് ചിലപ്പോൾ 50 ദിവസത്തെ ചലഞ്ച് ആണെങ്കിൽ 50ാമത്തെ ദിവസം ഒരാൾ വീഡിയോ കാണുകയാണെങ്കിൽ ആൾ ചിലപ്പോൾ ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഇരുന്ന് കാണും. മനസ്സിലായില്ലേ? ആ സാധനം ഉണ്ട്. അപ്പൊ ഈ കുറച്ച് സ്ട്രാറ്റജി, പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇത് മൊത്തം പറഞ്ഞാൽ ഇതാവും. പിന്നെ ഞാൻ എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വരുന്നത് സ്കിൽസ്. അപ്പോൾ ലിസണിങ് പഠിപ്പിക്കാനുള്ള എന്തെങ്കിലും ഇതുണ്ടോ? ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് അത്. അത് വെറുതെ ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഹിയർ ചെയ്യാൻ ലിസൺ ചെയ്യാൻ രണ്ടും വ്യത്യാസം ഉണ്ടല്ലോ. ഇതിലുള്ള ഒരു കേസ് പറഞ്ഞുതരാം. നമ്മൾ മനുഷ്യന്മാർക്ക് പഠിക്കാനേ ലേണിങ്ങിനുണ്ടല്ലോ, ലേണേഴ്സ് പലതരത്തിലുണ്ട്. അതായത് ഒന്ന് വായിച്ച് പഠിക്കുന്ന ആളുകളുണ്ട്, ഒന്ന് കണ്ട് പഠിക്കുന്ന ആളുകളുണ്ട്, ഒന്നാമത്തെ പിന്നുള്ളത് കേട്ട് പഠിക്കുന്ന ആളുകളുണ്ട്, ചെയ്ത് പഠിക്കുന്ന ആളുകളുണ്ട്. അതായത് 3-4 കാറ്റഗറി ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള നാളാണ് ഞാൻ പറഞ്ഞത്. ചില ആളുകൾക്ക് എന്താണെന്നറിയോ, വായിച്ചാലേ പഠിയുള്ളൂ. അവർക്ക് ബുക്കിലുള്ള കാര്യങ്ങൾ റീഡ് ചെയ്ത് പഠിക്കുന്ന ആളുകളുണ്ട്. മറ്റേ ലിസൺ ചെയ്താൽ തന്നെ കയറും. ഒരാൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡിഗ്രി ചെയ്തൊരു കുട്ടി ഉണ്ടാകുന്നു, ഒരു ഭയങ്കര ക്ലാസ്സൊക്കെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കുട്ടി, അവരുടെ പേരെ വിട്ടുപോയി. ആ കുട്ടിയുടെ ക്ലാസ് ഭയങ്കര ഫാൻസാ. ഡിഗ്രി പഠിക്കുന്ന കുട്ടിയാ. ആ കുട്ടി യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്ട് എന്ത് ചെയ്യും, ഡിഗ്രി കുട്ടികളെ എക്സാം പറഞ്ഞു കൊടുക്കാനുള്ള സ്കില്ല്. അപ്പോൾ കുട്ടികൾ കേട്ട അതുപോലെ എന്താ ചെയ്യുമെങ്കിൽ രാവിലെ പരീക്ഷ ഹാൾക്ക് പോകണം, പരീക്ഷയ്ക്ക് കോളേജിൽ വരുമ്പോൾ ഹെഡ്സെറ്റും വെച്ചിട്ട് അല്ലെങ്കിൽ വണ്ടിയിൽ ഈ സാനിറ്റർ വരും. ഒരു വരുമ്പോൾ ആ പരീക്ഷയ്ക്ക് എഴുതാനുള്ള കുറച്ച് കിട്ടും. അതിങ്ങനെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ചിലർ കണ്ട പഠിയും, ഗ്രാഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിക്ചറൈസ് ചെയ്ത് പഠിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഉള്ളതാണ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാർ, കൈനസ്റ്റിക് എന്ന് പറയും. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ട് പഠിക്കണത്. അപ്പോൾ ഈ ലിസൺ ചെയ്ത് പഠിക്കുക എന്നുള്ളത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. പക്ഷെ എനിക്ക് ആ സ്കില്ലുണ്ട് വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഞാൻ എല്ലാ വീക്കിലും കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ കാസർഗോഡ് ഇറക്കിയ സമയത്ത് എല്ലാ വീക്കെൻഡും ഞാൻ നാട്ടിൽ പോയി വരും. എല്ലാ മൺഡേ ഫ്രൈഡേ യാത്ര ഉണ്ടായിരുന്നു. 4 മണിക്കൂർ ട്രെയിനിലും ഞാൻ 4 മണിക്കൂറിലധികം പോഡ്കാസ്റ്റ് കേൾക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നോളജ് കിട്ടിയത് അങ്ങനെ കേട്ടോ, ഒരുപാട് കാര്യത്തിനെ കുറിച്ചിട്ടും. ഇപ്പം നമ്മളെ മറ്റേ ഫേമസ് ആയിട്ടുള്ള കുറേ പേജുകളും ചാനലുകളൊക്കെ ഞാൻ ഇങ്ങനെ റീസെൻ്റ്ലി ബിസിനസ് റിലേറ്റഡ് അധികം കേൾക്കുക. ഇപ്പം നമ്മളെ MBA എന്നുള്ളതുകൊണ്ട് അങ്ങനെ അത് കേട്ടുകൊണ്ടിരുന്നു. അപ്പം എനിക്ക് നല്ല നോളജാണ്. എല്ലാവർക്കും അത് പറ്റണമെന്നില്ല, ചിലർക്ക് മടുക്കും കേൾക്കുമ്പോൾ. അപ്പോൾ ഈ ലിസണിങ് എന്നുള്ളതുകൊണ്ട് ഇനി നമ്മളെ പണ്ടത്തെ ഒരു കാലം എന്താ വെച്ചെങ്കിൽ, നമുക്ക് ഈ ഇന്റർനെറ്റ് വരുന്നതിന് മുമ്പ് നമുക്കൊരു നോളേജ് കിട്ടണമെങ്കിൽ കുറച്ച് വഴി മാത്രമേ നമ്മൾ മുമ്പിലുണ്ടാകുന്നുള്ളൂ. മെയിനായിട്ട് വായന തന്നെ വഴിയുള്ളൂ. ലൈബ്രറി പോയിട്ട് വായിക്കുക എന്നുള്ള കാര്യം.
ഇപ്പോൾ യൂട്യൂബൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചമായി നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ബുക്ക് എന്തെങ്കിലും എടുത്ത് വായിക്കുക, നേരെ യൂട്യൂബ് നോക്കും, കാണും, അതുപോലെ ചെയ്യും. അപ്പോൾ ഈ കേൾക്കൽ ഈ സംഭവം തന്നെ മാറി. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് ട്രെൻഡിങ്ങാ, എല്ലാവർക്കും അറിയുന്ന കാര്യം. പോഡ്കാസ്റ്റ് റെവല്യൂഷനാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പോഡ്കാസ്റ്റ് എന്നുള്ള സംഭവം എന്താണ് റെവല്യൂഷനായി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിലിട്ടോ മുമ്പ് പുറമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത് റെവല്യൂഷൻ ആകുന്നത് ആളുകൾക്ക് മനസ്സിലായി, കേട്ടിട്ട് എന്തെങ്കിലും നോളേജ് കിട്ടുന്നുണ്ട്. ആ സംഭവമാണ് കേൾക്കാൻ ഒരുപാട് ലിസണേഴ്സ് ഇപ്പോൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. ലിസണിങ്ങിലൂടെ സ്കില്ല് കൂട്ടാൻ പറ്റും, നോളജ് കൂട്ടാൻ പറ്റും. അത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ലിസണിങ്ങിൽ എന്താ പറയുക, ലിസണിങ്ങിലൂടെ വേറെ പ്രശ്നമല്ല. ലിസണിങ് നമ്മൾ എന്താ പറയുക, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഉണ്ട്. ലിസൺ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ അതിനെക്കുറിച്ചിട്ടും ചിന്തിച്ചുകൂടി നോക്കണം. ഇപ്പം നമ്മൾ സാധാരണ എന്താണ് ഒരു ഇത് കേട്ട് ഇങ്ങനെ പോയിട്ട് ആവശ്യമില്ല, നമ്മൾ ആ ഒരു തോട്ട് നമ്മളെ മൈൻഡിൽ കിടക്കും. ഞാനിപ്പോൾ നിങ്ങളോട് മുമ്പ് ഞാൻ പണ്ട് വീഡിയോനെ കുറിച്ച് പറഞ്ഞു, എനിക്കിപ്പോൾ ആ പോയിന്റിൽ ഓരോ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിൽ നിൽക്കണുണ്ട്. അത് ഞാൻ ചിന്തിച്ചോണ്ടാ. ലിസൺ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണം. അതായത് നമ്മളെ മനുഷ്യന്റെ ബ്രെയിൻ എന്താണല്ലോ അതിനൊരു ഫംഗ്ഷനിങ് ഉണ്ടല്ലോ, അതുകൊണ്ട് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇപ്പോഴത്തെ കേട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാലേ ആ പഠിച്ചത് നമ്മൾ പുറത്തേക്ക് ആൾക്കാരോട് പറയുമ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലാവാന്ന് പറഞ്ഞിട്ടൊരു സാധനം പറഞ്ഞിട്ട് അതിന് പണ്ട് അലക്സ് ഹോർമോസിയുടെ ഇതിന്ന് തോന്നുന്നുണ്ട്. അതായത് നമ്മൾ പഠിച്ചിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ വായിച്ച് പഠിക്കുന്നതിനെക്കാട്ടി ആ പഠിച്ചത് എന്താ നമുക്ക് മനസ്സിലായത് നമ്മൾ പറയുമ്പോഴാണ് നമുക്ക് തന്നെ അത് ഒന്നും കൂടി ഡീപ്പായിട്ട് മനസ്സിലാവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അടിപൊളിയാണല്ലോ. ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് പഠിന്നുള്ളത് പണ്ട് ഞാൻ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അതിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എന്താ വെച്ചെങ്കിൽ ഭയങ്കര രസമുള്ള പരിപാടി കേട്ടോ. നിങ്ങൾ ടീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ആക്സിഡൻ്റലി ടീച്ചറായ ഒരാളാണ്. അതായത് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുതരാം. ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി ഫൈനൽ ഇയറിൽ ബെസ്റ്റ് മാനേജർ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കോളേജിൽ. കൊമേഴ്സിൻ്റെ പ്രോഗ്രാം ഉണ്ടാവില്ലേ. അപ്പോൾ കോളേജിന് മുമ്പിൽ ഒന്ന് മെയിനാ വെച്ചിട്ട് കയറിയതാണ്. കാരണം നമുക്ക് ആ പ്രായത്തിൽ അങ്ങനെയാണല്ലോ, കുറച്ചൊന്ന് കാട്ടിക്കൂട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, കയറി. അങ്ങനെ കയറിയിട്ട് അന്നാണ് തൊമ്മനെ കാണുന്നത്, ഡോക്ടർ തോമസ് കെ ജോർജ്. മുപ്പര് വന്നു എന്നെ അവിടെ നാണം കെടുത്തി. അതായത് കോളേജിൽ ഞാൻ ഫൈനൽ ഇയർ ആയിരുന്നു. കുറച്ച് നമ്മൾ ഷോക്ക് ഇട്ടിട്ട് നമ്മളാ സംഭവം ഉണ്ടല്ലോ, നമ്മളാ അഡോളസെന്റ് പീരീഡിലുള്ള സംഭവം, കുറച്ച് ഷോക്ക് ഇട്ട് ഇങ്ങനെ ഭയങ്കര മെയിനായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. ഇത്രയും കോളേജിൽ മൊത്തം കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് എന്നെ പറ്റ നാണം കെടുത്തി. എന്നോട് ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കും മുപ്പര്, ഭയങ്കര എനിക്കറിയില്ല. ഞാൻ അപ്പം ടീച്ചർ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് വേറെ ടീച്ചർ നിലിഫർ എന്ന് പറഞ്ഞ ടീച്ചറിനാണ്, നിലിഫർ മാം മലയാളത്തിൽ പറഞ്ഞു, എടാ ഇതാ ചോദിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും. നമുക്കറിയാലോ, നമ്മളതൊരു ഒരു ഭയങ്കര കുറച്ചൊരു ഡാൻസ് കളിച്ച് ഭയങ്കര കുറച്ച് ഇമേജ് ഉണ്ടാക്കി വെച്ചാൽ പറ്റപ്പെട്ടു. പക്ഷെ ഞാൻ അന്ന് മൂപ്പരെ നോട്ട് ചെയ്തു, മൂപ്പരെ കണക്ട് ചെയ്തു. മൂപ്പര് പറഞ്ഞു ഇയാൾ ഉഷാറാണെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് മോട്ടറാക്കൂലേ, മൂപ്പരൊന്ന് തോളത്ത് കയറി മോട്ടറാക്കി. ആ മോട്ടറിൽ ഞാൻ വീണു. അങ്ങനെ എന്തുണ്ടായി, മൂപ്പരെ കണക്ട് ചെയ്തു. മൂപ്പര് പറഞ്ഞു ഞാൻ കോളേജ് ഉണ്ട് പാലക്കാട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ കോളേജിനെ കുറിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഞാൻ അങ്ങനെയാണ് പോകുന്നത്. അവിടെ പോയപ്പം മൂപ്പരിന്ന് ഇൻസ്പയർ ആയി, കുറേ കാര്യങ്ങൾ മൂപ്പരിന്ന് പഠിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെയാണ് ട്രെയിനിങ്ങിന് പോകുന്നത്. ടീച്ചിങ് അല്ല, ക്ലാസ് എടുക്കാം, ട്രെയിനറായിട്ട് പോകും. അങ്ങനെ മൂപ്പര് കുറേ എൻ്റെ ഒരു സോൾവ് എന്ന് പറഞ്ഞൊരു മെൻറ്റർ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എന്നെ ട്രെയിനിങ്ങിന് ഇടാൻ തുടങ്ങി. ഇപ്പോൾ ട്രെയിനിങ്ങിന് പുറത്തൊക്കെ ഭയങ്കര റെസ്പോൺസ്, ആളുകൾ കോളേജിലൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങി, ആ പയ്യൻ ഉഷാറാട്ടോ, നമുക്ക് വേറെ സംഭവം കിട്ടൂലേ. പിന്നെ എന്താ വെച്ചെങ്കിൽ തൊമ്മന് ഒരു ദിവസം ഗസ്റ്റായി പോയെടുത്ത് 4 ദിവസത്തെ ട്രെയിനിങ് സീരീസാണ്. തൊമ്മന് ഒരു ദിവസം സംസാരിക്കുന്നത്, അടുത്ത ദിവസം ഞാൻ സംസാരിക്കാൻ അവസരം തോന്നുന്നവർ. അപ്പോൾ നമുക്ക് ഭയങ്കര അച്ചീവ്മെന്റ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞ ആളുകൾ കേട്ടിരിക്കുന്നുണ്ട്, ആ സാധനം ഉണ്ടെന്നുള്ളത് കിട്ടി. അങ്ങനെ ട്രെയിനിങ് ആയിട്ട് അപ്പോഴാണ് പിന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി. അപ്പോൾ പിന്നെ ട്രെയിനിങ് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഞാൻ നേരെ ദുബൈക്ക് പോയി. ദുബൈയിലൊരു കമ്പനിയുടെ മാർക്കറ്റ് എക്സിക്യൂട്ടീവ്, ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. അങ്ങനെ 2.5 years ദുബൈയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം തിരിച്ചു വന്നിട്ട് ഫാദറിന് വയ്യ, അല്ലെങ്കിൽ എനിക്ക് നാട്ടിൽ ജോലി വേണം. നാട്ടിൽ ജോലി ആണെങ്കിൽ ഇപ്പോൾ MBA ഞാൻ അങ്ങനെ പഠിച്ച്, പിന്നെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് കോളേജ്, കാരണം ലീവും കാര്യങ്ങളൊക്കെ വേണം. ബാക്കിയുള്ള കോളേജ് നമുക്ക് എന്താ വൈകുന്നേരമൊക്കെ ഫ്രീ ആണ്, കാരണം ഇത്തരം കാര്യങ്ങൾ ഫാദറിനായിട്ട് പോകണമെന്നുണ്ടെങ്കിലൊക്കെ പറ്റുമല്ലോ. അങ്ങനെയാണ് ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എന്തെങ്കിലും ടീച്ചറായിട്ട് കയറുന്നത്, BBA ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുന്നത്. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ HOD ആയിട്ട് കിട്ടി, ജോലി അവിടെ കിട്ടി. അതിനുശേഷം IQAC കോർഡിനേറ്ററായി. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പോകുന്നത്. ഇപ്പോൾ ഞാൻ ആക്സിഡൻ്റ് ടീച്ചറായി എന്ന് പറഞ്ഞത് ട്രെയിനിങ് എനിക്ക് ഓക്കെ ആയിരുന്നു, ഞാൻ ഒരു ഓൺടർപ്രണർഷിപ്പിലേക്ക് പോകാനുള്ള ഫോക്കസിലായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചെങ്കിൽ ടീച്ചിങ് എന്നുള്ളത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര നല്ലൊരു സംഭവം. അതായത് വെച്ചെങ്കിൽ നമുക്കൊരു ചെറിയ, എനിക്കിപ്പോഴും എൻ്റെ കുട്ടികൾ മെസ്സേജ് അയച്ചിട്ട് നല്ല രീതിക്ക് സംസാരിക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും അവർ കൂടെ ഉണ്ട്. ഇതൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ആ ഒരു നെറ്റ്വർക്ക് കൊടുത്തുകൊണ്ടാണ്, ആ സംഭവം കൊടുത്തുകൊണ്ടാണ്. അതായത് അവർക്ക് സ്കില്ലിൽ എനിക്ക് എത്രത്തോളം കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചെങ്കിൽ ഞാൻ വലിയ സംഭവമൊന്നും അറിയില്ല. ഞാൻ എൻ്റെ മനസ്സിലൊരു നീറ്റിലുണ്ടായിരുന്നു. അതായത് എനിക്ക് അവരെ
പേഴ്സണലി ഞാൻ ഒരു HOD ആയിട്ട് വർക്ക് ചെയ്തതാണ്, അല്ലെങ്കിൽ IQC കോർഡിനേറ്റർ. എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റത്തെ കുട്ടികളെ പോലും അവർ നല്ലൊരു കരിയറിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല എന്നതിൻ്റെ റീസൺ എന്താ വെച്ചെങ്കിൽ, ഞാനിപ്പോൾ ഓപ്പൺലി പറഞ്ഞുകൊണ്ട് ഇത് കോൺട്രവേഴ്ഷ്യൽ ആവുന്നറിയില്ല, നമ്മളെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഡിഗ്രി കോളേജ് പോയിട്ട് ഒരു ഏകദേശം ഐഡിയ ഉണ്ടാവും, ഇത് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. സെമസ്റ്ററിൽ നമ്മൾ സിലബസ് പറഞ്ഞ് 90 വർക്കിംഗ് ഡേയ്സ് ആണ്. ഒരു സെമ്മിൽ 6 മാസം 90 വർക്കിംഗ് ഡേയ്സ് കിട്ടുള്ളൂ മാക്സിമം. ഒരു PG പഠിക്കുന്ന കുട്ടിക്ക് വെച്ചെങ്കിൽ 90 × 4 സെമ്മാറ് 360 ദിവസം ആകെ വർക്കിംഗ് ഡേ മാക്സിമം കിട്ടുക കേട്ടോ. ഈ 360 ദിവസം പാക്ഡ് ആണ്, സിലബസ് ഉണ്ട്, സമയമില്ല. ഇനിയിപ്പോൾ നമ്മൾ 1 hour ട്രെയിനിങ് കൊടുത്തു വിചാരിച്ചോ, എന്നാലും ഒരു കുട്ടിക്ക് മാക്സിമം കിട്ടും 360 hours അവനക്ക് ട്രെയിനിങ് കിട്ടുള്ളൂ. ഈ ഒരു തിയററ്റിക്കലി സാധനം പഠിച്ച് കുട്ടികൾ മാർക്കറ്റിൽ ഇറങ്ങിയുള്ള അവസ്ഥ എന്താ കാര്യം? അവർ പാസ്സാവും. ഞാൻ എൻ്റെ ഒരു റെക്കോർഡ്, ഇപ്പോൾ ഇത് എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് പറയാം കേട്ടോ, റെക്കോർഡ് നല്ല അച്ചീവ്മെൻറ്റ് പറയാം. ഞാൻ ഇതുവരെ ക്ലാസ് എടുത്ത ഒരു കുട്ടി പോലും ഫെയിൽ ആയിട്ടില്ല. ആ കുട്ടികൾ ഞാൻ എടുത്ത സബ്ജക്റ്റ് ഏതാ അറിയോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ടഫ് സബ്ജക്ട് ഇൻകം ടാക്സ് ആൻഡ് GST, ഇൻകം ടാക്സ് ഒക്കെ എടുത്തിട്ടാണ് ഏറ്റവും ടഫ്. BCom ഏറ്റവും ടഫ് സബ്ജക്ട്. ഈ സബ്ജക്റ്റിൽ എനിക്ക് ഒരു കുട്ടി പോലും ഫെയിൽ ആയിട്ടില്ല. ആ കുട്ടി മേ ബി തിയറി പേപ്പറിൽ ഫെയിൽ ആയിട്ടുണ്ട്. പക്ഷെ എൻ്റെ അപ്പം എനിക്കൊരു ഭയങ്കര അഭിമാനമാണത്. പക്ഷെ എനിക്ക് അവർ കരിയറിലെ സ്കില്ലിലേക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ട് കേട്ടോ, സീരിയസ്ലി. കുറ്റബോധം വെച്ചെങ്കിൽ ചെയ്യാൻ പറ്റാത്തത് നമ്മളെ മിസ്റ്റേക്ക് കൊണ്ടാണോ വെച്ചെങ്കിൽ എനിക്ക് അറിയില്ല. അങ്ങനെയാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. പരീക്ഷയ്ക്ക് ജയിക്കുക എന്നുള്ള ഏക ഇത് വെച്ചിട്ടാണ് നമ്മളെ സ്കൂൾ തൊട്ടിട്ട് ഇതുവരെ കോളേജ് വരെ അങ്ങനെയാണ്. പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ ജയിക്കുക. അതുകൊണ്ട് എന്താ കിട്ടണമെന്നോ ലൈഫിന് ആവശ്യമുള്ളത് ഇങ്ങനെ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്നും അവിടുന്ന് കിട്ടുന്നില്ല. അതെ, അതല്ലല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ശരിക്കും പുറത്തേക്ക് പല രാജ്യത്ത് അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ സ്കില്ല് അവിടുന്ന് ആ ജോലിക്ക് ആവശ്യമുള്ള സ്കില്ല് ട്രെയിൻ ചെയ്ത് പഠിച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. അതെ അതെ. ഇപ്പോൾ റീസെൻ്റ്ലി ഭയങ്കര വൈറലായ ന്യൂസ് ഉണ്ടായിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി ടോപ്പർ ആയിട്ടുള്ളൊരു കുട്ടി. ആ കുട്ടിക്ക് 10ഓളം മെഡലുണ്ട്, 50ഓളം സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ കുട്ടി പറയുന്നത് സ്റ്റഡി നമ്മൾ ഈ പഠിക്കുക എന്നുള്ളത് എന്ത് ചെറുപ്പം മുതൽ കേട്ടല്ലേ. വൺ ഡേ യു വിൽ റിയലൈസ്. നിങ്ങളൊരു കാലത്ത് ഒരു സമയത്ത് റിയലൈസ് ചെയ്യും മാർക്സിലുള്ള കാര്യം സ്കില്ലിലാണെന്നുള്ള കാര്യം. ഭയങ്കര വൈറലായിരുന്ന വീഡിയോ പോസ്റ്റ്. ആ കുട്ടി പറഞ്ഞത് ആ കുട്ടിക്ക് ജോലി ഇന്റേൺഷിപ്പ് കിട്ടിയില്ല. ഒന്ന് ആലോചിച്ചോക്കെ. ഡൽഹി യൂണിവേഴ്സിറ്റി, നമ്മളെ നാട്ടിലത്തെ വല്ല യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നോക്കിയാൽ അത് ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ച കുട്ടിയുടെ പറഞ്ഞാണ്. ഭയങ്കര ട്രെൻഡിങ് എന്ന സംഭവം. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നം വെച്ചെങ്കിൽ സ്കില്ല് ഫോക്കസ്ഡ് അല്ല. സ്കില്ലിന് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ടീച്ചർക്ക് ഇനീഷ്യേറ്റീവ് കൊടുത്തെന്താ പ്രശ്നം അറിയോ? ഈ സബ്ജക്റ്റ് അത്രയും പാക്ഡ് ആണ്. ഇന്ന് ഇനി വേറൊരു കാര്യമുണ്ട്. ഞാൻ പറയാം BCom ഞാൻ BBA വെച്ചിട്ട് സംസാരിക്കണം. ബാക്കിയുള്ള സബ്ജക്റ്റ് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ BBA BCom വെച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര വലിയ സിലബസും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ നാട്ടിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യം അതിലില്ലേനു. ഇപ്പോൾ കൊമേഴ്സ് എന്തായി? ഇ-കൊമേഴ്സ് ആയി. ഇ-കൊമേഴ്സ് ക്യുക്കോമേഴ്സ് ആയി. ഈ ക്യുക്കോമേഴ്സ് ഏത് ബുക്കിലുള്ളത്? സോഷ്യൽ മീഡിയ അതിന്റെ ഒരു ഭാഗമായിട്ടാണല്ലോ നിൽക്കുന്നത്. ആ ബുക്കിലൊന്നും ഇല്ല. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ബുക്കിൽ വന്ന് നിങ്ങൾ ചോദിക്കും. വന്നു ഞാൻ ഉള്ള സമയത്തില്ല. അപ്പോൾ പുതിയ സിലബസിൽ വന്നിട്ടുണ്ടാകും. ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ AI ബാക്കി ഇൻറ്റഗ്രേറ്റ് ബാക്കിയുള്ള മാർക്കറ്റിംഗ് പോയപ്പോൾ ഇപ്പോഴാണ് വരുന്നത്. ഇത് എല്ലാവർക്കും നിങ്ങളിന്നല്ലോ ഈ സംഭവം ഉണ്ടല്ലോ, നമ്മളെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം, നമ്മളെ ഹയർ എഡ്യൂക്കേഷൻ ആളുകൾക്കറിയാം, നമ്മളെ പൊളിറ്റീഷ്യൻസിനറിയാം. എന്തുകൊണ്ടൊരു മാറ്റം വരുന്നില്ല? ഞാൻ അതിനെക്കുറിച്ച് കുറേ ആലോചിച്ചതാണ്. എല്ലാവരും ചിന്തിക്കുന്ന കാര്യം. കാരണം മാർക്കറ്റ് സാച്ചുറേറ്റഡാ. ഡാറ്റ പ്രകാരം കേരളത്തിൽ മാത്രം 3.5 ലക്ഷം കുട്ടികളാണ് എല്ലാ വർഷവും ഗ്രാജുവേറ്റ് ഇറങ്ങുന്നത്. 5 വർഷത്തിന് മുകളിൽ 4 വർഷത്തെ +2 കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞ് 3.5 ലക്ഷം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ വർഷം ഗ്രാജുവേറ്റ് ഇറങ്ങുന്നുണ്ട്. ഈ കുട്ടികൾ മാർക്കറ്റിൽ സാച്ചുറേറ്റഡ് ആവുകയാണേ. മനസ്സിലായില്ലേ? ഈ കുട്ടികൾക്ക് മാത്രം ഒരു എംപ്ലോയ്മെന്റ് ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ. ഇതില്ല, പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ആലോചിക്കേണ്ട ഒരു കേസ്. ഇപ്പൊ ഇന്ന് 3.5 ലക്ഷത്തോളം ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ല. അപ്പം എന്താ വെച്ചെങ്കിൽ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പം എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ എന്നോട് പറഞ്ഞാണ്, സാറേ ഓന് ഡിഗ്രി കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു, കൊച്ചിയിൽ പോയിട്ട് ഒരു കോഴ്സ് എടുത്തു. അങ്ങനെ കോഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒരു കുറേ ഇൻ്റർവ്യൂട്ട് അലഞ്ഞു, ഇൻ്റർവ്യൂ എത്തുന്നുണ്ട്, ജോലി കിട്ടുന്നില്ല. അങ്ങനെ അവൻ പോയപ്പോൾ ഒരു ജോബ് ഉണ്ട്, +2 ക്വാളിഫിക്കേഷൻ മതി, എത്ര 10,000-15,000 സാലറി ഉണ്ടായിരുന്നു. എനിക്ക് ഡിഗ്രി ഉണ്ടല്ലോ, +2 ക്വാളിഫിക്കേഷൻ എനിക്ക് കിട്ടുന്നത്. അവിടെ പോയിട്ട് BTech തരുന്നുണ്ടാണ്. അതിനെന്തോ ഈ നേരത്തെ ടേം യൂസ് ചെയ്തിരുന്നല്ലോ, അണ്ടർ എംപ്ലോയ്മെന്റ്. അതായത് ഇവിടുത്തെ എഞ്ചിനീയേഴ്സും ഇവരൊക്കെ വളരെ കുറഞ്ഞ സാലറിക്കാണ് വർക്ക് ചെയ്യുന്നത്. അതായത് കണ്ടിന്യൂ ഈ അണ്ടർ എംപ്ലോയ്മെന്റ് എന്നുള്ളത് വലിയ പ്രശ്നമാണ്. കാരണം ഈ നമ്മളെ ആളുകൾ മറക്കുന്ന ഒരു സംഭവമാണ്. അൺഎംപ്ലോയ്മെന്റിനേക്കാളും പ്രശ്നമുള്ള കാര്യമാണ് അണ്ടർ എംപ്ലോയ്മെന്റ്. ഈ അണ്ടർ എംപ്ലോയ്മെന്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം അറിയോ? അവരുടെ ഇമോഷൻ ഭയങ്കര ഡ്രൈ ആവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക.
4 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച ഒരാൾ ബിടെക് അല്ലെങ്കിൽ ഡിഗ്രി +2 ഇത്രയും വർഷം പഠിച്ചിട്ട് ഒരു 12,000 15-18 വർഷം പഠിച്ചിട്ട് 18,000 പോലും സാലറി ഇല്ലാത്തൊരു വർഷന് ആ കുട്ടിയുടെ ഇമോഷൻ ഇപ്പോഴത്തെ കാലത്ത് നിന്ന് ജീവിച്ചു പോകണമെങ്കിൽ തന്നെ എത്ര രൂപ വേണം നമുക്ക് ആലോചിച്ച്. അപ്പൊ ഈ കുട്ടി ഇമോഷണലി ഡൗൺ ആവും. അതിഥിതൊഴിലാളികൾ അതിലേറെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി ഡിഗ്രിയും PGയും ഇതൊക്കെ എടുത്ത ആൾക്കാർക്ക് അത്ര കിട്ടുന്നില്ല. ഞാനിപ്പോ ഈ കാണുന്ന എൻ്റെ ഓഡിയൻസിനോട് പറഞ്ഞൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഒരു ജോലിക്ക് പോകുമ്പോൾ 10 പേര് നിങ്ങളതേ സർട്ടിഫിക്കറ്റിന് വരുന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഇതില്ല, വരും, ഷുവറായിട്ടും വരും. ഈ 10 പേര് വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളെ കോമ്പറ്റേറ്റീവ് എഡ്ജ്, അല്ലെങ്കിൽ നിങ്ങൾ അയാൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വലുതെന്നുള്ളത് കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് ജോലി കിട്ടൂല. അത് നമുക്ക് ഒരാൾ എക്സ്ക്യൂസ് വരാൻ പറ്റില്ല. നമ്മൾ പേരൻസിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല, നമ്മുടെ സൊസൈറ്റിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല, ടീച്ചേഴ്സിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾക്കൊരു വിപ്ലവമൊക്കെ നടത്തി കണ്ടെങ്കിൽ ഇത് മൊത്തം മാറണം. പക്ഷെ അതിനുള്ളൊരു കാപ്പാസിറ്റി നമ്മുടെ നാട്ടിന് എന്തില്ല. എഡ്യൂക്കേഷൻ സിസ്റ്റംസ് നമ്മൾ പുതിയ സിസ്റ്റംസ് കൊണ്ടുവന്നിട്ട് മാറ്റാൻ പറ്റും. പക്ഷെ അത് ഇനി ഉടച്ചിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. വേണം. അതെ. അപ്പൊ ഇതിൽ സിസ്റ്റംസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടേ പറ്റുള്ളൂ. യെസ്. അപ്പൊ നമുക്ക് എന്താ പറയുക, ഇത് നാളെ സിസ്റ്റം ചേഞ്ച് ആവട്ടെ, നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത് നമ്മളെ ഇന്റേണലി കാര്യമല്ല, എക്സ്റ്റേണലി കാര്യം, നമ്മളെ കൺട്രോൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ പറയുന്ന കാര്യം നിങ്ങളെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇപ്പം നിങ്ങൾക്ക് AI വന്നു കൊടുക്കാനെ കൂടിയിട്ട് എത്ര വലിയ ടോപ്പിക്, ഏത് ടോപ്പിക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇരുന്ന് പഠിക്കാം. സ്കിൽ ഇമ്പ്രൂവ് ആണെങ്കിൽ നിങ്ങൾ ഇന്റേൺഷിപ്പിന് ഇപ്പം ഒരു കുട്ടിക്ക് വരാണ് ഒരു ആഗ്രഹമുണ്ട്. ഒരു എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് സ്കിൽ അവനക്ക് സർട്ടിഫൈഡ് ആണ്, അവന് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അവനക്ക് സ്കില്ലും അവൻ വിചാരിച്ചാൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ തന്നെ ഇറങ്ങിയിട്ട് ജോലിക്ക് പോയി. അപ്പോൾ ജോലിക്ക് വെച്ചെങ്കിൽ അവനക്ക് എന്ത് ചെയ്യാം, മറ്റേ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വേണമെങ്കിൽ ചന്തയിൽ പോയി നിന്നോട്ടെ. ഞാൻ മോശയ്ക്ക് പറയില്ല, ചന്തയിൽ പോയി നിന്നിട്ട് അവൻ എന്ത് ചെയ്യുക, ഉള്ളി തക്കാളി എടുക്കുന്നത് പോയി കസ്റ്റമർ ഡീൽ ചെയ്യട്ടെ. കാരണം ആ കോൺഫിഡൻസ് പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 3 മാസം ഞാൻ ദുബൈയിൽ മാർക്കറ്റിങ്ങിൻ്റെ ക്യാമ്പയിനായിട്ട് പോകുമ്പോൾ ഞാൻ ഫിലിപ്പൈൻസ്, നേപ്പാൾ, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക പല ആളുകളും ഡീൽ ചെയ്യുമ്പോൾ അറിയോ, നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവും. അപ്പം ആ ഒരു കുട്ടിക്ക് എനിക്ക് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ മെയിൻലി കമ്മ്യൂണിക്കേഷൻ തന്നെ പറയാൻ, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ സെയിൽസിൽ നിന്നാൽ മതി. വലിയ ഒരു MNC അല്ലെങ്കിൽ മറ്റേ ലക്ഷറി കാർ സെയിൽസിൽ നിൽക്കണമെന്നില്ലേ, നമ്മുടെ നാട്ടിൽ അങ്ങാടി പോയിട്ട് നിന്നാൽ മതി. അവിടെ ഒറ്റ വ്യത്യാസമുള്ളൂ, ഇംഗ്ലീഷിലല്ല മലയാളത്തിൽ. ഇറ്റ്സ് ഓക്കെ. അവിടെ ഒബ്ജക്ഷൻസ് വരില്ലേ? അത് ശരിക്കും നല്ലൊരു പോയിന്റാണ്. കാരണം എന്താ വെച്ചാൽ ഇത് അതിൽ സ്കില്ലേ നമ്മള് ഇങ്ങോട്ട് പൈസ കിട്ടിയിട്ട് നമ്മൾ പഠിക്കാന്ന് പറയും ആ ജോലിക്ക്. അതായത് ചെറിയൊരു ജോലിക്ക് ചേർന്നാലും നമ്മൾ ഇങ്ങോട്ട് സാലറി കിട്ടും ചെയ്യും, പക്ഷെ നമുക്ക് പഠിക്കും ചെയ്യാം സ്കില്ല്. സെയിൽസ് ഒക്കെ അങ്ങനെയാണ്. ഞാൻ എന്താ പറയാ, ബാലവേല എന്നൊക്കെ പറയാം. ബാലവേല എന്നിട്ടല്ല, അന്നത്തെ കാലത്തിൽ പ്രശ്നമൊന്നും ഒന്നുമില്ല. ഞാൻ എൻ്റെ 10ാം ക്ലാസ് വെക്കേഷനിൽ അതിന് മുമ്പ് ഓരോ പണിക്ക് നമ്മൾ കുറച്ച് കുരുത്തക്കേട് കട്ടിയാൻ നാട്ടിൽ ചെറിയ കുരുത്തക്കേട് കട്ടിയപ്പോൾ അമ്മമാർ പിടിച്ചിട്ട് എന്ത് ചെയ്തു, അമ്മമാരുടെ ചെങ്ങായിൻ്റെ ചെരുപ്പ് കട പോയി. അവിടെ എനിക്ക് കിട്ടിയ രാവിലെ വൈകുന്നേരം 80 രൂപ കിട്ടുക. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് കഴിഞ്ഞാൽ ചെരുപ്പാട്ടോ. നമ്മൾ നിലത്തിരുന്നാണ്ട് കാൽമൊക്കെ ചെരുപ്പിട്ട് കൊടുക്കണം. നമ്മളെ ഈഗോ നമ്മൾ കില്ല് ചെയ്യണം. ഒരാളെ കാലിൽ എന്ത് ചെയ്യാണ്, അവിടെ ഇരിക്കുക, നിലത്തിരുന്നാണ്ട് ചെരുപ്പിട്ട് കൊടുക്കുക, ഓക്കെ അല്ലേ, അവരതായി കൊടുക്കുക. നമുക്ക് മടി ആ സംഭവം ഉണ്ടല്ലോ. അങ്ങനെ തുടങ്ങിയ എൻ്റെ കരിയർ തന്നെ, മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ഇപ്പോൾ ലാസ്റ്റ് എത്തി നിന്നെന്ന് വെച്ചെങ്കിൽ ഒരു അത്യാവശ്യം അഫിലിയേറ്റഡ് കോളേജാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ACT അപ്രൂവ്ഡ് കോളേജിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്തതാണ്. അതിൻ്റെ 27ാമത്തെ വയസ്സിൽ ഞാനതൊരു അഭിമാനത്തോടെ പറയുന്ന. കാരണം എനിക്കിതിലേക്ക് എത്താൻ പറ്റിയത് ഞാൻ ആ ചെറുപ്പത്തിൽ പോയിട്ട് മടി പിടിക്കാതെ പോയോണ്ടാ. അപ്പോൾ കുട്ടികൾക്ക് സ്കില്ലും ഈ ലീഡർഷിപ്പ്, പ്രോബ്ലം സോൾവിങ്, ആളുകളും പീപ്പിൾസ് മാനേജ്മെൻറ്റ്, ഈ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പൈസ ഇങ്ങോട്ട് കിട്ടി ചെയ്യാൻ പറ്റണേ. മനസ്സിലായില്ലേ? കുട്ടികൾ ഇപ്പോൾ ചില കുട്ടികളൊക്കെ ഇപ്പോൾ ഈ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇതാക്കുന്നുണ്ടെങ്കിൽ ചില കുട്ടികൾ എന്താ വെച്ചാൽ അതിൽ ഇടപെടാതെ മാറി നിൽക്കലാണ് സേഫ്റ്റി എന്നൊക്കെ നിൽക്കുന്നുണ്ട്. അത് ഭയങ്കര പ്രശ്നമാണ് അവർക്ക്. ഇതിൽ വേറെ ഫണ്ണിയുള്ള കാര്യമുണ്ട്. ചില കുട്ടികൾ ഇത് മുതലാക്കുക. ഇൻട്രോവേർട്ട് എന്നുള്ള പേരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കുറച്ച് കാലം നോക്കി ഇൻട്രോവേർട്ട് എന്നുള്ള അങ്ങനെ വലിയ പേരൊന്നും മുതലാക്കുക. ഞാൻ പറഞ്ഞുതരാം, എനിക്ക് പേഴ്സണലി പേര് പറയാൻ പറ്റില്ല. ഒരാള് അപ്പോൾ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഞങ്ങളുടെ നാട്ടിലേക്ക് അറിയാനൊക്കെ ഒരാൾ ഓനിതാണ് മുതലാക്കി. ചെറുപ്പത്തിൽ തന്നെ എന്തുണ്ടായി, ഓന് കുറച്ചിങ്ങനെ ബുദ്ധിയൊക്കെ നല്ല ഉഷാറാള്, അടിപൊളി മൈൻഡും സംസാരത്തിലൊക്കെ പക്കയാണ്. പക്ഷെ ഓൻ എന്ത് ചെയ്തു, ഓന് കളിച്ചു, പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നപ്പോൾ ഓനക്ക് പറ്റില്ല പറഞ്ഞപ്പോൾ ഓൻ അതൊന്ന് മുതലാക്കി. എന്നിട്ട് ഇങ്ങനെ അയിമങ്ങനെ കയറിപ്പോലോ, വേറെ പ്രഷറൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ ഞങ്ങളെ കൂടെ നടത്തിയിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. അതായത് ഇതെന്ന് വെച്ചാൽ ഇൻട്രോവേർട്ട്, ഞാൻ ഇൻട്രോവേർട്ടാണ്, എനിക്ക് ഇത് ഓക്കെ അല്ലെന്ന് പറയാം. ആ ഒതുങ്ങി കൂടുതലെന്ന് അറിയോ, ഐഡിയ ആക്കി മാറ്റി. സേഫ്റ്റി. പിന്നെ ഇപ്പം നമ്മളെ ബാക്കിയുള്ള മൂഡ് സ്വിങ്സ്, മറ്റേ ഡിപ്രഷൻ, ഇതൊക്കെ ഒരു ഈ സംഭവിച്ച ആളുകൾ എന്ത് ചെയ്യും, അതൊരു മറാക്കി എടുക്കും. ഞാൻ അങ്ങനെ എല്ലാവരും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളെ എനിക്കറിയാം. ഞാൻ കുറച്ച് പേഴ്സണലി കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്, സാറേ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ കാര്യങ്ങളാണ്. അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം നന്നായി സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളുണ്ട് കേട്ടോ, മെൻ്റലി വീക്കായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളുണ്ട് പല കാരണം കൊണ്ട്.
അപ്പോൾ നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് ആയതിനു ശേഷം നമുക്ക് വരുന്ന മെസ്സേജുകൾ ഒരുപാട് മെസ്സേജാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഞാൻ റിപ്ലൈ കൂടെ ജനറൽ ഒരുപാട് മെസ്സേജ് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ റീഡ് ചെയ്യാത്ത ഒരുപാട് മെസ്സേജാണ്. ഇതിൽ ഒരുപാട് സങ്കട കഥകളുണ്ട് കുട്ടികളുടെ. ഞാൻ എല്ലാവരും ഇതാക്കി പറയല്ല, ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ട്, പക്ഷെ ഇത് മുതലാക്കുന്ന കുട്ടികളുണ്ട്. ഇൻട്രോവേർട്ട് എന്നുള്ള സംഭവമൊക്കെ, ഞാൻ ഇൻട്രോവേർട്ടാണ്. എനിക്ക് സേഫ്റ്റിയിലേക്ക് പോകുന്ന മാതിരി ചില ആൾക്കാർ. ഞാൻ റീസെൻ്റ്ലി 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പ് മർക്കസിലൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എനിക്ക് കിട്ടിയ കുറച്ച് കുട്ടികളുണ്ട്, അവർ വോയിസ് കൂടി ഇടാൻ മടിയാത്തവർ. അവർക്ക് വാട്സപ്പിൽ വോയിസ് കൂടി ഇടാൻ മതിയാണ്, അവർ ടൈപ്പ് ചെയ്യുള്ളൂ തരിക. അത്രത്തോളം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇതിലുള്ള ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോയിൽ പറയുന്ന കേസ് എന്ന് വെച്ചെങ്കിൽ എനിക്ക് ഭയങ്കര കണക്ട് ചെയ്തു. അതായത് നമ്മളെ ഗ്രാൻഡ് പാരൻസ്, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായ സംഭവം, നമ്മളെ ഗ്രാൻഡ് പാരൻസ് പണിക്ക് പോയത് എന്തിനറിയാം? നമ്മളെ വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു, സർവൈവലായിരുന്നു. അതായത് നമ്മളെ റേഷൻ കാർഡിൽ നിന്ന് കപ്പ കൊടുത്തിട്ടുണ്ടാകും പണ്ട് കാലങ്ങളിൽ. അരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കരി കുറഞ്ഞ കപ്പ, വിശപ്പ്, അത്രയും കഷ്ടപ്പെട്ട സമയമാണ്. അപ്പോൾ ആളുകൾ എന്താ ഓടിച്ചെങ്കിൽ, ഇപ്പം നമ്മൾ എന്താ പറയുക, നിവിൻ്റെ ഒരു പടക്കം ഉണ്ട്, സിനിമ ഉണ്ട്, ടോക്കട്ട് കൊടുക്കൂലേ, കുതിരപ്പവനോ എന്തൊരു ഇല്ല അതല്ല, നിവിൻ പോളിന്റെ ഒരു സിനിമ, ഒരു ഷിപ്പിന്റെ അവിടെ ഒക്കെ അതായിട്ട് ഭയങ്കര പ്രൊട്ടസ്റ്റ് ഒക്കെ ആയിട്ട്, അതിൽ ജോലിയാണെങ്കിൽ എല്ലാവർക്കും ജോലിയില്ല, ആ ടോക്കൺ കിട്ടുന്നവർക്ക് മാത്രമേ ജോലിയുള്ളൂ. അങ്ങനെ അത്രത്തോളം കഷ്ടപ്പെട്ട സമയം ഉണ്ടാകുന്നു. അങ്ങനെ അതായിരുന്നു നമ്മളെ ഗ്രാൻഡ് പാരൻസിന്റെ ഒരു മോട്ടീവ്, ജോലിക്ക് പോകണം, വീട്ടിലെ പട്ടിണി മാറ്റുക എന്നുള്ളത്. അത് കാലം മാറി നമ്മളുടെ പാരൻസ് ആയപ്പോൾ അവർ പോണത് പട്ടിണിയൊക്കെ മാറി ഒരു വീട്, കുട്ടികൾക്കൊരു സേഫ്റ്റി എന്നുള്ളതിലേക്ക് മോട്ടീവിലേക്ക് മാറി. അപ്പോൾ അതൊക്കെ ആയി. നമ്മൾ ജോലിക്ക് പോണത് വീടായി, പട്ടിണി മാറി. നമ്മളെ ലക്ഷ്യം നല്ല ഫോണ്, വണ്ടി, നമ്മളെ ടൂറ്, ഇതിന് വേണ്ടിയിട്ട് വർക്ക് പോണ്. അപ്പോൾ ആ ഒരു സംഭവം കൂടി അച്ചീവ് ആയി. നമ്മളെ നെക്സ്റ്റ് ജനറേഷൻ എന്താണ് അവരുടെ മോട്ടീവ്, എന്താണ് അവരുടെ ജോലിക്ക് പോകാനുള്ള ഒരു മോട്ടീവ് വെച്ചെങ്കിൽ അവർക്ക് വീടായി, പട്ടിണി മാറി. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പോൾ നമ്മളെ നിയറസ്റ്റ് ആയിട്ടുള്ള കോളേജിൽ തന്നെ, ഒരു ആർട്സ് കോളേജിൽ പോണ കുട്ടിയുടെ കയ്യിൽ മേ ബി ഒരു എന്താ പറയുക, നല്ലൊരു ബൈക്ക് ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപയിൽ നല്ലൊരു ബുള്ളറ്റ്, നല്ല ബൈക്കിന് വേണ്ടി വരും. ചെറിയ ബൈക്കല്ല, ഇപ്പോൾ ഒരു EV എടുത്തു വിചാരിച്ചോ, ഒരു 1.5 ലക്ഷം രൂപയിലെ EV, നോർമൽ ഒരു EV എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അവൻ്റെ അടുത്ത് ഫോൺ ഉണ്ടെങ്കിൽ 50 Pro ഏതെങ്കിലും ഒരു ഐഫോൺ എടുക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപയായി. ഈ കുട്ടിക്ക് ഡിഗ്രി പഠിച്ച് കിട്ടുന്ന സാലറി എത്ര അറിയോ? 10,000 15,000. അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ കിട്ടിച്ചെങ്കിൽ 15,000 രൂപ കുട്ടിക്കോ. ഈ 15,000 ഇൻറ്റു ഒരു വർഷം വർക്ക് ചെയ്ത് എനിക്ക് 1,80,000 രൂപ കിട്ടുന്നുള്ളൂ. അവൻ്റെ ഇതൊക്കെ മേറ്റ് ചെയ്യാൻ തന്നെ എനിക്ക് ഒരു വർഷം ഫുൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം കിട്ടുകയാണ്, അതായത് അവരെ ഇതിൽ കിട്ടണം. അപ്പോൾ അവരെ മോട്ടീവ് എന്താ? ജീവിക്കാനുള്ളൊരു മോട്ടീവ്. എനിക്ക് വേറൊരു ട്രെയിനർ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് കുട്ടികൾ പുറത്തേക്ക് ഓടുന്നത് എന്താ വെച്ചെങ്കിൽ അത് നമ്മളെ നന്നായിട്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേയൊക്കെ നമ്മളെ എഡ്യൂക്കേഷനെ ജോലിയുണ്ട്. പിന്നെ എന്താ വെച്ചെങ്കിൽ ശരിക്കും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാട്ടോ. ഞാൻ അവർ പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ കാരണം വെച്ചെങ്കിൽ അവർ പോകുന്നതുകൊണ്ടുള്ളൊരു കാരണം വെച്ചെങ്കിൽ നമ്മൾ എക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ നമ്മുടെ നാടിനെ ബെനിഫിറ്റ്. നമ്മൾ എത്ര കുറ്റം പറഞ്ഞാൽ ഒരു ചെറിയ പൈസെങ്കിലും നാട്ടിൽ ഡോളർ, അവിടെ ഇന്ത്യൻ മണി അല്ല അയക്കുന്നത്, ഡോളറായിട്ട് അയക്കുമ്പോൾ ഇന്ത്യക്ക് കാശ് വരുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ കാശ് വരുന്നുണ്ട്, നമ്മൾ എക്കണോമിക്കലി ഇതാവുന്നുണ്ട്. പിന്നെ ഈ കുട്ടികൾ പറഞ്ഞില്ലേ സാച്ചുറേറ്റഡ് ആണ്, 3.5 ലക്ഷം ആളുകളാണ്. അതിന് കുറച്ച് പേരെങ്കിലും പോകുമ്പോൾ ആ കോമ്പറ്റീഷനെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കാരണം ഇനി ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഒക്കെ വന്ന് നമ്മുടെ നാട്ടിൽ എത്രത്തോളം എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കോളം ഇല്ലയെന്ന് പറയുന്നില്ല, പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത്. ഇപ്പോൾ ഇതേപോലൊരു പോഡ്കാസ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, 24,000 എന്താ പറയുക സ്റ്റാർട്ടപ്പ് അപ്ലിക്കേഷൻ വന്ന കുട്ടികളിൽ നിന്ന്. അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ളൊരു എൻവയോൺമെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് വലിയ കാര്യങ്ങളെന്നല്ല, നമ്മൾക്ക് ഒരു ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചാൽ മതി, സിമ്പിളായിട്ട് ആലോചിക്കുക. ഇപ്പോൾ നിങ്ങൾ ലോജിക്കലി ആലോചിച്ചാൽ മതി, 3.5 ലക്ഷം കുട്ടികളാണ് ഓരോ വർഷവും മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞു, ഇത്രയും കുട്ടികളും സ്വപ്നം എന്താ കാര്യം? നല്ലൊരു ജോലി, അവർക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം, ഒരു വീട് വേണം, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് കൊണ്ടുപോകണം. അതിന് പറ്റുന്ന ചുറ്റുപാട് നമ്മളെ നാട്ടിലുണ്ടോ? ഉണ്ട് എന്നാണെങ്കിൽ ഓക്കെ. ഇനി ഇല്ല എന്നാണെങ്കിൽ ഇതെങ്ങനെ ഡെവലപ്മെൻറ്റ് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യന് പ്രോപ്പറായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യത്തിന് ഞാൻ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിലുള്ള ആൻസർ എന്താ വെച്ചെങ്കിൽ, നമുക്ക് നമ്മളുടെ റിസോഴ്സിനെ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ റിസോഴ്സിനെ സെല് ചെയ്യാൻ വേണ്ടി പറ്റണം. അതായത് എക്സ്പോർട്ട് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ഇമ്പോർട്ട് എന്നുള്ള നമുക്ക് ഈസി ആയിട്ട് എന്താ ചൈനയിൽ സാധനം കൊടുത്തിട്ട് 10 രൂപയുടെ സാധനം 15 രൂപയ്ക്ക് വെക്കുക എന്നുള്ളത് എല്ലാവരും കൊണ്ട് പറഞ്ഞാൽ, പക്ഷെ അത് എന്താ ചൈനയാണ് ഇന്ത്യയിൽ നിന്ന് കാശ് എടുത്തുകൊണ്ടാണ്. നമുക്കതല്ല, നമുക്ക് എക്സ്പോർട്ട് എന്നുള്ള കാര്യം. ഇപ്പം എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് മാത്രമാണെന്നില്ല, നമ്മൾ റിസോഴ്സ് ആയി, നമ്മൾ എന്താ പറയുക മാൻ പവർ നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റണം. പ്രൊഡക്റ്റും കൊടുക്കാൻ പറ്റണം. ഇവിടുന്ന് വരുന്ന സാധനങ്ങൾ ആലോചിച്ച് നോക്കി നമുക്കും തന്നെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ്. ഇപ്പൊ ചൈനയിൽ കണ്ടില്ലേ ഡ്രോണ്
അവർ ടാക്സി ആയിട്ട് ഉപയോഗിക്കുകയാണ് 3 വർഷം കഴിഞ്ഞാൽ ഡോൺ ടാക്സി. നമുക്ക് എന്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നുകൂടാ? പറ്റും. അത് നമ്മൾ അവിടുന്ന് കൊണ്ടുവരാന്നല്ലാതെ ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള അതന്നെ ആലോചിക്കണം. നമ്മൾ അതിനായിട്ട് സിമ്പിളായിട്ട് നോക്കി നമ്മളെ അടുത്തുള്ള ഒരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനാണ് ബാലി. ബാലി അല്ലെങ്കിൽ ശ്രീലങ്ക. കേരളത്തിൽ സെയിം ക്ലൈമറ്റാ. കേരളത്തിൽ ശ്രീലങ്ക നോക്കി കേരളത്തിൽ സെയിമാ. ആ ശ്രീലങ്കയ്ക്ക് വരുന്ന ടൂറിസം അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് റേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ബാലിക്ക് വരുന്ന ടൂറിസം പ്രൊമോട്ട് ചെയ്യണം. കേരളത്തിൽ സെയിം അതുപോലത്തെ ബീച്ചുകളുണ്ട്, നമുക്ക് ഹിൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് സെല് ചെയ്യാൻ വേണ്ടി പറ്റണം. പറ്റുന്നില്ലെങ്കിൽ അത് ആരുടെ മിസ്റ്റേക്കാ? നമ്മളെ മാത്രം മിസ്റ്റേക്കാ. നമുക്കിത് എന്തെന്നറിയോ, നമുക്കിതിൽ കുറേയൊക്കെ വെച്ചെങ്കിൽ ഇതിൽ ഈ ഒരു പ്രശ്നത്തിനെ, അതായത് നമുക്കിങ്ങനെ പറയാൻ സൊല്യൂഷൻ ആരെടുക്കണം. അതാണ് ഇതിൽ ഈ ഒരു പ്രശ്നത്തിന് എപ്പോഴും വരുന്നത് വെച്ചാൽ ഗവൺമെന്റ് ശരിയാക്കും, അല്ലെങ്കിൽ അതല്ല, നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസും ആണ്. നമ്മളെ നാടല്ലേ, അതെ, നമ്മൾ ഓരോരുത്തരുമാണ് അത് ശരിയാക്കേണ്ടത് എന്നുള്ളിടത്താണ് അത് കിടക്കുന്നത്. ഇതിൽ നടക്കുന്ന സംഭവം പറഞ്ഞുതരാം. ഗവൺമെന്റ് നമ്മളെ ഗവൺമെന്റ് സർവൻസിനെ കംപ്ലൈൻറ്റ്, പൊളിറ്റിക്സ് എന്ത് ചെയ്യും? പൊളിറ്റീഷ്യൻ ഗവൺമെന്റ് സർവൻസിനെ പറയും, സർവൻസ് പൊളിറ്റീഷ്യനെ പറയും, നമ്മൾ സൊസൈറ്റിനെ പറയും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? ഇത് ആരുടെ പ്രശ്നം? ശരിക്കും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ഒരു ഇപ്പം ഈ കോയമ്പത്തൂരിൻ്റെ അടുത്തുള്ളതിൽ ഒരു ലീഡർഷിപ്പ് വന്നുകൊണ്ടാണ്. ഇപ്പോൾ UAE കേസ് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. UAE ദുബായ്, എസ്പെഷ്യലി ദുബായ്ക്ക് സ്വന്തമായിട്ട് റിസോഴ്സ് ഇല്ല. UAE നമുക്ക് എടുക്കാൻ പറ്റില്ല, അവിടെ ഇതല്ലേ രാജഭരണല്ലേ. ലീഡർഷിപ്പ് നോക്കിക്കോളി നിങ്ങൾ. ഇപ്പം നമ്മളെ നാട്ടിൽ ഒരു എക്സാമ്പിൾ, നല്ലൊരു സാധനം കൊണ്ടുവരുമ്പോൾ നമ്മളെ നാട്ടിൽ എതിർപ്പ് വരുന്നത് ഈ രാജഭരണം ഇല്ലാത്തതുകൊണ്ട്. രാജഭരണം ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരാണ്, പക്ഷെ അവിടുത്തെ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി എടുത്ത ഞങ്ങൾ. അതായത് ദുബൈക്ക് സ്വന്തമായിട്ട് റിസോഴ്സ് ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ട്, വെള്ളമില്ല, മറ്റേ ഓയിലില്ല. ദുബൈക്ക് ദുബൈ എന്നുള്ള എമിറേറ്റ്സിന് സ്വന്തമായിട്ട് റിസോഴ്സ് ഒന്നുമില്ല, പക്ഷെ അവർ ഈ ഡെവലപ്മെന്റ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാ, വിഷനായിട്ടുള്ള നല്ല നല്ല തോട്ട്സും നല്ലതുള്ള ആളുകൾ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കേസ് സ്റ്റഡിയിൽ നമ്മളെ തൊട്ട അയലോക്കത്തുള്ള കോയമ്പത്തൂര ഒരു പഞ്ചായത്ത്, ഞാൻ എൻ്റെ പേര് വിട്ടു, ഞാൻ കമൻറ്റിൽ എന്തെങ്കിലും ഇട്ടൊക്കെ ഉണ്ട്, ഞാൻ ആരെങ്കിലും റിസർച്ച് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ. അപ്പോൾ ആ ഗ്രാമം, ആ പഞ്ചായത്ത് അയാൾ പ്രസിഡൻ്റായിട്ട് വന്ന് ഡെവലപ്പ് ചെയ്താണ്. ലീഡർഷിപ്പിൻ്റെ കാര്യമാണ്. നമ്മളെ നാട്ടിൽ നല്ലൊരു ലീഡർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. നമുക്ക് ഇമാജിനേഷൻ വേൾഡിലേക്ക് പോവാം. നല്ലൊരു ലീഡർ വന്നു, ലീഡർ വന്നിട്ട് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി, പ്ലാനില്ല ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി. ഇനി പ്ലാൻ കൊണ്ട് കാര്യമില്ല, ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി. നമ്മൾ ഒരു 2035 കേരളം, ഇപ്പം നമ്മൾ സൗത്ത് ഇന്ത്യ മൊത്തം നമ്മൾ ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റണമെന്നില്ല, ഫ്യൂച്ചറിൽ പറ്റട്ടെ. കേരളത്തിൻ്റെ 14 ജില്ലകളിൽ ഇന്ന പ്രൊജക്റ്റുകൾ, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന പ്രൊഡക്ട്സ് വരണം, അതിന് കാര്യങ്ങൾ നമുക്ക് എന്ത് ആ ഒരു രീതിക്ക് ഒരു കറക്റ്റ് പ്ലാനും ഒരു ഫോളോ അപ്പും കറക്റ്റ് കാര്യങ്ങളും എല്ലാം കൂടെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മളത് റിസോഴ്സ് ഉണ്ട് കേട്ടോ, അതായത് മാൻ പവർ ഉണ്ട്, നമ്മുടെ നാട്ടിൽ ടൂറിസത്തിന് പറ്റിയ ക്ലൈമറ്റും കാര്യങ്ങളുമാണ്, നമ്മളത് ബീച്ചുകളുണ്ട്, നമുക്ക് ഹെറിറ്റേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു ആക്ഷൻ പ്ലാനും വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? നടക്കും. പക്ഷേ ഇതിലുള്ള പ്രശ്നങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിൽ അത് പൊളിറ്റിക്കലി എനിക്ക് എങ്ങനെ എടുക്കുന്ന ആളുകളെന്ന് അറിയില്ല. ആ ഒരു സംഭവം ഇപ്പം ഞാൻ കേൾക്കുന്ന ഒരു കുട്ടിയാണ്, ഈ ഒരു സംഭവം എന്തുകൊണ്ട് പറ്റുന്നില്ല നിങ്ങളെ ചിന്തിക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ സംഭവം നല്ലൊരു ലീഡർഷിപ്പിൻ്റെ അണ്ടറിൽ കുറച്ച് ഒരു ടീമൊക്കെ ഡിപ്ലോയ് ചെയ്തിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സക്സസ് ആവാൻ പറ്റുന്ന കാര്യം തന്നെയല്ലേ ഉള്ളൂ. അത് നോക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഇതിലെപ്പോഴും ഉള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ ചൈന ആവട്ടെ, GCC ആവട്ടെ, അവിടെയൊക്കെ ഈ രാജഭരണം നമ്മൾ ഡെമോക്രസിയിലല്ല നിൽക്കുന്നത്, അങ്ങനത്തെ വലിയൊരു സാധനമുണ്ട്. അതുകൊണ്ട് കുറച്ച് സ്ലോലി നടക്കുള്ളൂ അത്. പക്ഷേ നല്ല ലീഡർഷിപ്പ് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ഇവിടെയൊക്കെ പറഞ്ഞാൽ അധികാരത്തിനാണല്ലോ, പവറിന് വേണ്ടിയിട്ടാണല്ലോ ഭരണത്തിലേറുന്നത്. അല്ല രാജ്യം നന്നാവാൻ ഭരണത്തിലേറുന്ന മാതിരി എവിടെയും തോന്നിയിട്ടില്ല. ശരിക്കും നല്ല ലീഡേഴ്സ് വരണം. എല്ലാവർക്കും ആ ഉത്തരവാദിത്തം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ്. അതായത് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ മാത്രമല്ല, ഇലക്ഷന് മത്സരിച്ച് രാജ്യം നന്നാക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ജനാധിപത്യത്തിലുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് ഞാൻ പൊളിറ്റിക്സ് പോകും, ഞാൻ അതിൽ വേറെ കേസ് ഉണ്ട്, അത് മാറും ടോപ്പിക്ക്. ഞാൻ വേറെ ഈ ജനങ്ങൾക്കൊരു സംഭവം കൊടുക്കുകയാണ്. നിങ്ങൾ ഇപ്പം ഇനി പോഡ്കാസ്റ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, IPAC എന്നുള്ളൊരു വെബ്സൈറ്റ് കയറി വെക്കുക. ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി, ഐ തിങ്ക് അതാണ് തോന്നുന്നുണ്ട്. IPAC എന്നുള്ളൊരു സംഭവമുണ്ട്. അവർ ചെയ്യുന്നത് എന്താ അറിയോ, ആളുകൾക്ക് ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടിനെ വിജയിപ്പിച്ചു കൊടുക്കുക. ഒഫീഷ്യലി അവർ ആ വെബ്സൈറ്റിൽ അനൗൺസ് PR നമ്മൾ പണ്ട് നമ്മൾ 2014 ഒരു ക്യാമ്പയിൻ വന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോപ്പ് ബ്രെയിൻസ് ആണ് മറ്റേ NDAക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കേട്ടോ ഒരു തരംഗം വന്നിട്ടുണ്ടായിരുന്നു, മോദി തരംഗം തന്നെ പറയാം, തരംഗം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അത് ഈ കമ്പനിയാണ് ചെയ്തിട്ടുള്ളത്. അവർ ഒഫീഷ്യലി വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ഞങ്ങളാ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അപ്പം ഞാൻ ഇവരെ ഫോക്കസ് ചെയ്യാൻ കാരണം വെച്ചെങ്കിൽ, കർണാടകയിൽ ഇലക്ഷൻ വന്ന സമയത്ത് കോൺഗ്രസും BJPയും തമ്മിൽ ഫൈറ്റായി. എന്തിനറിയോ, ഈ കമ്പനി ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്നിട്ട്.
എന്നാലോചിച്ച് നോക്കി, ഈ കമ്പനി ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണത്. ഞാൻ അങ്ങനെയാണ് ആ ന്യൂസ് കാണുന്നത്. അപ്പോൾ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയ കേസാണ്. നിങ്ങൾ ഇനി വേറൊരു കേസ്, ആ കമ്പനിയുടെ ഒരു ഐഡിയ, ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു കേട്ടോ, എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സ്റ്റാലിൻ, തമിഴ്നാട് CM സ്റ്റാലിൻ്റെ ഇപ്പോഴത്തെ ക്യാമ്പയിൻസും ഇപ്പോഴത്തെ വീഡിയോ കണ്ടുമായി പക്ക ഒരു സിനിമയത്തെ സീനുകളാക്കാരം. വണ്ടി വന്ന് നിൽക്കുന്നു, കുട്ടി പോറുന്നു, ആ മ്യൂസിക്, അത് പക്ക ക്യാമ്പയിനാ. അത് ആരാ ചെയ്യണമെന്നറിയോ? ഈ ഐപാക്ക് അവരുടെ വെബ്സൈറ്റിലുണ്ട്, സ്റ്റാലിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അവർ. ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പം നമ്മളെ നാട്ടിൽ CPM വേണ്ടിയിട്ട് ചെറുതായിട്ടൊക്കെ നടത്തിയെന്നൊക്കെ മറ്റേ കോൺസ്പിറൻസി ഒക്കെ ഉണ്ട്, നമ്മളതിനെ കുറിച്ച് പറയില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് തരെ. അപ്പം വെച്ചെങ്കിൽ ഈ ഇതാരാ ഇതിന്റെ സ്റ്റാഫ് ആരാന്നറിയോ? ഈ കമ്പനിയുടെ IIT IIM ഇതൊക്കെ ടോപ്പ് ബ്രെയിൻസ് ആണ്. ഇതിന്റെ അവർക്ക് എത്ര സാലറി കൊടുക്കും, എത്ര കാശ് സ്പെൻഡ് ചെയ്യേണ്ട, ഇത്രയും ടോപ്പ് ബ്രെയിൻസ്, കോടികൾ CTC കിട്ടുന്ന ആളുകളാണ് ഇവിടെ നിന്നിട്ട് ഈ ക്യാമ്പയിന് വേണ്ടിയിട്ട് ഇതാക്കുന്നത്. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുക ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളടക്കം ചിന്തിക്കേണ്ട ഒരു കേസാണ്. ഈ ക്യാമ്പയിൻസും കാര്യങ്ങളും വരുമ്പോൾ ഉള്ള സംഭവം എന്ന് വെച്ചെങ്കിൽ ഇതൊക്കെ പ്യൂർലി മാർക്കറ്റഡ് ആണ്. മാർക്കറ്റിങ്ങിന് എന്ത് പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള കാലത്ത്. മാർക്കറ്റിംഗിന് ആകെ ഇത് പെർസ്പെക്റ്റീവ് മാറ്റാം. യെസ്, നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തുടരാം. ഓക്കെ, ശരി. ഇത് ഇങ്ങനെ ചെയ്ത പോരെ? ഒരു വെള്ളം കുടിക്കാം. ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിക്കാത്തതും അവർക്ക് ലൈഫിൽ അത്യാവശ്യമായിട്ടുള്ളൊരു 5 സ്കിൽസ് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമുക്ക് ഓരോന്ന് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതും കൂടി പറയണം. എങ്ങനെയാണ് 5 സ്കിൽസ് ഏതൊക്കെ പറയാം? ഞാൻ ഒന്നാമത്തെ എല്ലാം പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷന് പറയാനുള്ള കാരണം എന്ന് വെച്ചെങ്കിൽ ആളെ കുറിച്ചിട്ട് ആൾക്ക് നല്ല തോട്ട്സ് ഉണ്ടാവും. നമ്മളെ ആളുകളൊന്നും ടാലൻ്റ് ഇല്ലാത്തതുകൊണ്ടല്ല സക്സസ്ഫുൾ ആവാത്തത്. ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ അവർക്ക് കരിയറിലൊരു ഗ്രോത്ത് കിട്ടാത്തതോ അല്ലെങ്കിൽ ലൈഫ് സക്സസ്ഫുൾ ആവാത്തതോ അവർക്ക് എന്തുകൊണ്ടല്ല, അവർക്ക് ടാലൻ്റ് ഇല്ലാത്തത് കൊണ്ടല്ല. ഈ ടാലൻറ്റ് വേറൊരാൾ കാണിച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് സക്സസ്ഫുൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അത് വിസിബിലിറ്റി കൂട്ടണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലുള്ള ഒരു ചായക്കട, ഒരു 10 ചായക്കട ഒരു അങ്ങാടിയിലുണ്ട് വിചാരിച്ചോ. പണ്ട് കാലത്ത് ഒരു ചായക്കട ആകുമ്പോൾ, ഞാൻ കുട്ടികളെ കേസിലേക്ക് വരട്ടെ, കണക്ട് ചെയ്യാൻ പറ്റും, അവർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു അങ്ങാടിയിൽ ഒരു ചായക്കട ആകുമ്പോൾ പ്രശ്നമല്ല, ആൾക്കാർ വന്ന് ചായ കുടിച്ചു പോകും. ആ സമയത്ത് അങ്ങാടിയിൽ 10 ചായക്കട ഉണ്ടെങ്കിൽ 10 ചായക്കടക്കും ഒരു 100 കസ്റ്റമറുടെ 10 ആൾ വെച്ചിട്ടല്ല പോവുക. ആരാണോ കൂടുതൽ വിസിബിലിറ്റി കൊടുക്കുന്നത് അവർക്കാണ് എന്ത് ചെയ്യുക, കച്ചവടം കിട്ടുക. ഇതേപോലെ തന്നെയാണ് കുട്ടികളുടെ കേസും. അവർക്ക് അവരുടെ തോട്ട്സും അവരുടെ ഐഡിയാസും ഇൻസൈറ്റ്സൊക്കെ ഒരാളുടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം. ഇപ്പം ഞാൻ പറഞ്ഞത് MBAക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള കമ്പനികളിൽ ഒരു 5 പോസ്റ്റ് ഉണ്ട്. എക്സാമ്പിൾ 5 ജോലി വേക്കൻസി ഉണ്ട്. അവർ അപ്ലൈ ചെയ്യുമ്പോൾ 50 ആൾ വന്നു കഴിഞ്ഞാൽ ഈ 50 പേരും അവർ ഇൻ്റർവ്യൂ ചെയ്യൂല. അവർ ചെയ്യുന്ന കാര്യം വെച്ചെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തും. ഒരു 5 പേര് 10 പേര് ഇരുത്തിങ്ങാണ്ട് ഒരു ടോപ്പിക് ഇട്ട് കൊടുക്കും. എക്സ്പ്രസ് ചെയ്യുന്ന ആളുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, ബാക്കിയുള്ളവർക്ക് സംസാരിക്കേണ്ട അവസരം കൊടുക്കില്ല. പക്ഷെ ആ കൂട്ടത്തിൽ സംസാരിക്കുന്നത് നല്ല ഭയങ്കര ബുദ്ധിയുള്ള, ഇൻ്റലക്ച്വലി ഭയങ്കര കഴിവുള്ളതുണ്ടാവും, മിസ്സായി പോകും. അത് എന്തുകൊണ്ടറിയോ? അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മണികണ്ഠൻ എന്ന പേര്. ആൾ എൻ്റെ കൂടെ ഞങ്ങൾ ലീഡിലൊപ്പാണ് പഠിച്ച് ദുബൈയിലൊപ്പാണ് വർക്ക് ചെയ്തത്. ആളിപ്പോൾ വർക്ക് ചെയ്യുന്നത് പെപ്സിക്കോൻ്റെ ഫിനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവന് കമ്മ്യൂണിക്കേഷൻ തീരല്ല. അത് തീരല്ല എന്നല്ല, അവൻ എന്താ വെച്ചെങ്കിൽ ഒരു ഇൻട്രോവേർട്ട്, അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കില്ല. പക്ഷെ അവൻ വർക്ക് ചെയ്യുന്നത് എന്തെന്നറിയോ? ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഓരോ ജോബിനും ഓരോ ടൈപ്പാണ്. അതായത് അവന് കുറച്ച് സംസാരിക്കാൻ ആളുകളോട് ഇൻട്രോവേർട്ട് നല്ല സംസാരിക്കാൻ കുറച്ച് മടിയാണെങ്കിലും, പക്ഷെ അവന് മനസ്സിലാക്കിയത് എൻ്റെ ഗോളിലേക്ക് എത്താൻ എനിക്ക് ഈ രീതിക്ക് ഇനി പുഷ് ചെയ്തെങ്ങാണ്ട് ആൾക്കാരുടെ വളവള അല്ലെങ്കിൽ ആ സംസാരിച്ച് വരാൻ പറ്റില്ല. ഇറ്റ്സ് ഓക്കെ. അവൻ റൂട്ട് മാറ്റി. അവന് സംസാരിക്കേണ്ട ടൈപ്പിംഗ്, റൈറ്റിംഗ്, മെയിലിംഗ്, ഈ സംഭവത്തിൽ എന്തുണ്ടായി, എക്സ്പേർട്ടായി. അപ്പൊ ആ സ്കിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് എനിക്ക് എന്തുണ്ടായി, എനിക്ക് ഒരുപാട് എന്നോട് ഞങ്ങളെപ്പോഴും എൻ്റെ പറയാൻ എനിക്ക് ടെക്നിക്കലി എന്ത് ഹെൽപ്പ് ആണെങ്കിലും ജസ്റ്റ് അവനെ വിളിച്ചാൽ സോൾവ് ചെയ്ത് തരും. എന്ത് കാര്യം ഞാൻ വെറുതെ പറയുന്നില്ല, എനിക്ക് ഏതൊരു കാര്യത്തിന് അവനെ വിളിച്ചാൽ അവൻ സൊല്യൂഷൻ തരും. പിന്നെ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലൊക്കെ ആ എഴുത്തിനാണല്ലോ. ലിങ്ക്ഡിനിൽ അവന് കടന്ന് കളിക്കാണ്. പക്ഷെ അവനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അവന് സംസാരിക്കൂല. പക്ഷെ അവന് പെപ്സിക്കോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടോപ്പ്, ഇപ്പം നെതർലാൻഡ്, ജർമ്മനിയൊക്കെ ഒരു കമ്പനി ടൂറൊക്കെ പോയിട്ട് വന്നിരിക്കുക. ദുബൈയിൽ ഞങ്ങളൊപ്പം ഉണ്ടാകുന്ന ദുബൈ പഠിച്ച. ഇപ്പം ഞാൻ പറഞ്ഞതറിയോ, ഇപ്പം ഈ വോയിസ് കേൾക്കുന്ന എനിക്ക് സംസാരിക്കാൻ എങ്ങനെ ആൾക്കാരോട് ഇടിച്ച് കയറി സംസാരിക്കാൻ അറിയില്ല. ഇറ്റ്സ് ഓക്കെ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെറും ഇടിച്ച് കയറി സംസാരിക്കൽ മാത്രമല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഗോളിന് മാച്ച് ചെയ്യുന്ന രീതിക്കുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. മനസ്സിലായോ? അതായത് നിങ്ങളുടെ ഗോൾ ഇപ്പോൾ MNC കമ്പനിയിൽ വർക്ക്, അനലിറ്റിക്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ ജോബിനാണെങ്കിൽ അതിന് വേണ്ട ഒരു ക്വാളിറ്റി വേണ്ടി വരും. അത് ഡെവലപ്മെൻറ്റ് ചെയ്യുക. ഞാൻ ഈ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്ന കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു സ്മാർട്ടായിട്ടുള്ളൊരു ഗോൾ വേണം. ഈ ഗോൾ വെച്ചെങ്കിൽ ഇപ്പം എൻ്റെ ആഗ്രഹം ഒരു സ്റ്റാർട്ടപ്പാണ്.
എനിക്കൊരു ആഗ്രഹം സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർക്ക് വേണ്ട ക്വാളിറ്റീസ് ഉണ്ടാവും. പീപ്പിൾസിനെ മാനേജ് ചെയ്യണം, ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണം, അല്ലെങ്കിൽ അവിടുത്തെ ഓപ്പറേഷൻസ് ഇതാക്കാൻ പറ്റണം, അങ്ങനത്തെ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടല്ലോ. ഈ സാധനം ഞാൻ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഞാൻ എങ്ങനെ ഇത് കണക്ട് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ, ഒരു കുട്ടിക്ക് വേണ്ട ജോലി ഇപ്പം നമ്മളെ നാട്ടിൽ നടക്കണം എങ്ങനെ വെച്ചെങ്കിൽ, ഒരു ജോലി വന്നു, കുട്ടി നേരെ അപ്ലൈ ചെയ്യും, ആ ജോലിക്ക് കയറും. ശരിക്കും അങ്ങനെ ഒരിക്കലും ജോലിക്ക് കയറരുത്. ഇതെന്താ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ, സംഭവം അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, അണ്ടർഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. എന്നാൽ കൂടി ഞാൻ കുട്ടികളോട് പറയാം, നിങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ സ്ട്രെങ്ത്തും നിങ്ങളുടെ പാഷനും നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും മാച്ച് ആവുന്ന ജോബിന് വേണ്ടി ട്രൈ ചെയ്യുക. കിട്ടൂല ഫസ്റ്റത്തെ സമയങ്ങളിൽ, പക്ഷേ ഓരോ വട്ടം റിജക്ഷൻസ് വരുമ്പോഴും മനസ്സിലാക്കണം എന്താണ് പ്രശ്നം. എനിക്ക് ഈ പ്രാവശ്യം എന്തുകൊണ്ട് കമ്പനി ഷോർട്ട് ലിസ്റ്റ് ചെയ്തില്ല? മേ ബി നിങ്ങളുടെ CV ATS ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ടാക്കാരം. ശരിക്കും ഒരു കമ്പനിക്ക് കയറി പറ്റാനുള്ള ഫസ്റ്റത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണല്ലേ? അതെ. അതായത് ഞാൻ കമ്മ്യൂണിക്കേഷൻ, പക്ഷേ ഒരു പ്രശ്നം നമ്മൾ അതിലേക്ക് ഒരു പോയിന്റ് വെച്ചെങ്കിൽ, ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് അറിയുന്ന കാര്യം ATS ആണ്, അപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം വെച്ചാണ് CV എന്ത് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഡെലോയിറ്റോ അല്ലെങ്കിൽ ഒരു കമ്പനി, ഏതെങ്കിലും ഒരു കമ്പനി, ടൊയോട്ട എക്സാമ്പിളിലേക്ക് കണക്ട് ചെയ്യണം. ടൊയോട്ട എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു സെയിൽസ് അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ അവരെടുക്കുക ഒരിക്കലും CV നോക്കിയിട്ട് എടുക്കുക. CV വെച്ചെങ്കിൽ ചിലപ്പോൾ ആ ജോബ് നമ്മൾ ലിങ്ക്ഡിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും 1,00,000 അപ്ലിക്കേഷൻ ആക്കാരം, അല്ലെങ്കിൽ 90,000 അപ്ലിക്കേഷൻ ആക്കാരം. ഒരിക്കലും HR എന്ത് ചെയ്യൂല, ഇത്രയും CV നോക്കിയിട്ടൊന്നും എടുക്കൂല. അവർ അപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ജോബ് ഡിസ്ക്രിപ്ഷനായിട്ട് മാച്ച് ചെയ്യുന്ന സാധനം കണ്ടന്റ് അതിലുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ അപ്ലിക്കേഷൻ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുള്ളൂ. അതിനുശേഷം ഈ കമ്മ്യൂണിക്കേഷനിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അതിന് ഇത്ര പേരെ സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ ഇൻ്റർവ്യൂ വരും. ഇൻ്റർവ്യൂവിൽ നമുക്ക് നമ്മളെക്കുറിച്ചിട്ട് പറയാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഞാൻ ഇൻ്റർവ്യൂവിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാർ എന്ന് പറഞ്ഞ മെത്തേഡാണ്. അതായത് ഒരു മെത്തേഡ് വെച്ചെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ മൈ നെയിം ഈസ് സംബ്രാസ് KT, ഐ എം കമ്മിങ് ഫ്രം ബ്ലാ ബ്ലാ, ആ സംഭവം പറയും. അതിനുശേഷം ലാസ്റ്റ് ഞാൻ തിന്നറിയും, ഞാനൊരു ചെറിയൊരു ത്രെഡ് ഇട്ട് കൊടുക്കും. ഐ എം എ സ്റ്റുഡൻറ്റ് ട്രെയിനറായിട്ട് ട്രെയിനിങ് വേരിയസ് പ്ലേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഇൻ്റർവ്യൂ എന്താ ചോദിക്കാമെന്ന് അറിയോ, എവിടെ ട്രെയിനിങ് എടുത്തെന്ന് ചോദിക്കുക. അത് സൈക്കോളജിക്കലി സംഭവം. അപ്പോൾ എനിക്ക് പറയാനുള്ള ഉത്തരം എൻ്റെ മൈൻഡിൽ ഓൾറെഡി പ്രിപ്പയർഡാണ്. ഞാൻ പറയും, ഞാൻ ഇങ്ങനെയൊക്കെ, ഞാൻ എൻ്റെ ഒരു റിയൽ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. അതെന്താ വെച്ചെങ്കിൽ, എനിക്ക് ദുബായിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി MBAക്ക്. അപ്പോൾ ദുബായിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടണം എങ്ങനെ വെച്ചെങ്കിൽ, JDT ഇസ്ലാം ഉണ്ട് കോഴിക്കോട്. അവിടെ ഒരു തൊമ്മൻ്റെ കൂടെ ട്രെയിനിങ്ങിന് വന്നാൽ ഞങ്ങളൊരു 4 പേരുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിങ്ങിന് വന്നു. അന്ന് രാത്രി ഞങ്ങളെ കൂട്ടുകാരൻ്റെ വീട് ഫറൂഖിൽ. ഞങ്ങൾ രാത്രി ബീച്ചിലൊക്കെ ഇറങ്ങിക്കാണ്ട് രാത്രി കുറേ കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി. അടുത്ത ദിവസം ഇൻ്റർവ്യൂ ഉണ്ട് കാലിക്കറ്റ് ടാങ്ക്, ഈ ദുബായിക്കുള്ള ജോലിൻ്റെ. അപ്പോൾ ഞാൻ അതിന് പോകണമെന്നുണ്ട്. പക്ഷേ ഞങ്ങൾ രാവിലെ എണീറ്റപ്പോൾ 11 മണിയായി. രാവിലെ ഇൻ്റർവ്യൂ തുടങ്ങിക്കണു, പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ 11 മണിയായി. അങ്ങനെ 11 മണിയായിട്ട് ഞങ്ങൾ നേരെ കയറിപ്പോയി. അപ്പോൾ ആൾ പറഞ്ഞ കാര്യം എന്താ വെച്ചെങ്കിൽ, ഓൾറെഡി ആൾക്കാരൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ തയ്യാറായിക്കണു ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നം, കാരണം നമുക്ക് കൂളാണ്, നമുക്ക് കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോഴേ അങ്ങനെ ഉണ്ട്. പക്ഷേ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുത്തിന് ആ കമ്പനിയിൽ ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞങ്ങൾ 5 പേരുണ്ടാന്ന്. ഈ ദൂരത്തിന് ആ കമ്പനിക്ക് പോകണമെന്നുണ്ട്. അങ്ങനെ അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കയറിക്കോളം പറഞ്ഞു. അങ്ങനെ കയറി ലാസ്റ്റ് ഇൻ്റർവ്യൂ ഒരു 19 പേരൊക്കെ ഉണ്ട്. എനിക്ക് നമ്പർ കറക്റ്റ് ഓർമ്മയില്ല. അതിന് ഏറ്റവും ലാസ്റ്റ് ആൾ ഞാനാണ്. ഇൻ്റർവ്യൂ പ്രോസസ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആൾ ഞാനാണ്. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഡോർ തുറന്ന് കയറിയപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു MD ആണ്, ആ കമ്പനിയുടെ MD ആണ്, ഡോക്ടർ അമീൻ സ്വലത്ത് എന്നുള്ള സാറാ ചെയ്യണത്. അപ്പോൾ ആൾ കസേരന്ന് എണീക്കുക. ആളിനെ കണ്ടപ്പോൾ എൻ്റെ മുഖത്ത് കൊക്കി. അപ്പോൾ ആൾ പറഞ്ഞു, ഇൻ്റർവ്യൂ വന്നാണോ ചോദിച്ചപ്പോൾ ഞാൻ അതേന്ന് പറഞ്ഞു. അപ്പോൾ ആൾ അവിടെ ഇരുന്നിട്ട് എന്നെ മേടിച്ചിട്ട് എന്നോട് ഫസ്റ്റ് പറഞ്ഞത്, എൻ്റെ CV അടിച്ചിട്ട് ആൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ഓൾറെഡി ആളായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി ഞങ്ങൾക്ക് വേണ്ട ആൾക്കാരെ കിട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, സാറേ നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ എന്നാൾ അങ്ങനെ പറഞ്ഞ ഒരാൾ കേട്ടപ്പോൾ അയാൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി. പിന്നെ എന്താ ഇങ്ങനെ കൂളായിട്ട് ഇത് പറഞ്ഞു. ഞാൻ അറിയാലോ ലേറ്റായിട്ട് കിട്ടില്ല, നമ്മൾക്ക് ആഗ്രഹമില്ല. അങ്ങനെ ആൾ എന്നോട് ചോദിച്ചു, എൻ്റെ പേര് തെറ്റി പറഞ്ഞു. എൻ്റെ പേര് അംബ്രാസ് എന്നല്ലോ, പേര് അബ്ബാസ് എന്ന് വിളിച്ചു. അപ്പോൾ സോറി സാർ, മൈ നെയിം ഈസ് അംബ്രാസ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഒന്നുകൂടി മുഖത്ത് നോക്കി. എന്ന് നമുക്ക് ആ ഒരു ഇതിൽ അങ്ങനെ പറഞ്ഞു. അയാൾ എന്നോട് ചോദിച്ചു. പിന്നെ അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മൈ നെയിം ഇസ് അംബ്രാസ്, ഐ എം ഡൂയിങ് മറ്റേ MBA ബ്ലാ ബ്ലാ, ആ സംഭവം പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞു, ഡേ ബിഫോർ യെസ്റ്റർഡേ വി കെയിം ഹിയർ ടു കണ്ടക്ട് ട്രെയിനിങ് സെഷൻ വിത്ത് ഡോക്ടർ തോമസ് കെ ജോർജ്, ഐ എം സ്റ്റുഡൻറ്റ് ട്രെയിൻ, ആ സാധനം ഇട്ട് കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾ ചോദിച്ചു, വാട്ട് കൈൻഡ് ഓഫ് ട്രെയിനിങ് ആണെന്ന് ചോദിച്ചപ്പോൾ കംഫർട്ടായി. നമുക്ക് ആരെന്ന് ഉത്തരമാണ് നെക്സ്റ്റ് പറയേണ്ടത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു. അത് ഞാൻ അങ്ങനെ സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്തൊക്കെ സ്കില്ലുണ്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞു. ആ വീഡിയോ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞ അടുത്ത്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് തന്നെ കുറ്റിപ്പുറം ക്യാമ്പസിൽ മാനേജ്മെൻറ്റ് മീറ്റുകൾ ഉണ്ടാവും MBA കുട്ടികൾക്കുള്ളത്. അപ്പോൾ ഫസ്റ്റ് കിട്ടിയിരുന്നു, ഫസ്റ്റ് മാർക്കറ്റിംഗ് ടീമിനുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഫോണിലെടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ ഗ്രൂപ്പ് HR വന്നു, സലീൽ ബാബു സാർ എന്ന് പറഞ്ഞു. സാറ് വന്നിട്ട് നോക്കി ഇങ്ങനെ ഇറങ്ങാണ്ട് മൂപ്പര് സംസാരിച്ചിട്ട് പറഞ്ഞു, ദുബായിക്ക് ഓക്കെ അല്ലേ ചോദിച്ചതിൻ്റെ അടുത്ത്. എന്നോട് ഫസ്റ്റ് പറഞ്ഞാൽ എന്താ,
ഫസ്റ്റ് പറഞ്ഞത് ഉള്ള ആൾക്കാരെ ദുബായിക്ക് ഓക്കെ അല്ലേ ചോദിച്ചു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ആ ജോലിക്ക് ദുബായിക്ക് പോയത്. മനസ്സിലായി. അപ്പം നമ്മളെന്ന് വെച്ചെങ്കിൽ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താ വെച്ചെങ്കിൽ ടെൻഷൻ ഉണ്ടാവും, കോൺഫിഡൻസ് കുറവുണ്ടാവും. ഇത് നിങ്ങൾ ഫേക്ക് ചെയ്യുക, സീരിയസ്ലി ഫേക്ക് വെച്ചെങ്കിൽ നിങ്ങളുടെ നാലിച്ചു നിങ്ങൾ അഭിനയിക്കാൻ നോക്കുക. എല്ലാവരും കൊണ്ടും പറ്റണമെന്നില്ല കേട്ടോ, പക്ഷെ നമുക്ക് ഒന്ന് പോവാലെന്നുള്ള മെന്റാലിറ്റി ശരിക്കും നല്ലത്. അത് മതി, അതാണ് ശരിക്കും അത് മതി. അതിന് പ്രഷറോ. അപ്പം ഓക്കെ, ഇങ്ങനെ ആയിട്ട് നേരതായി. ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് ദുബായിൽ നിന്ന് റിസൈൻ ചെയ്യുമ്പോൾ ഒരു എന്നോട് ഞാൻ അത്യാവശ്യം ആളുകളോട് ടേംസ് നല്ല കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ എന്താ പറയുക HR-ൻ്റെ പ്രോഗ്രാമിലൊക്കെ ഞാൻ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഞാൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ കൂടി HR-ൻ്റെ പ്രോഗ്രാംസ് ഒക്കെ കിടക്കും. അതായത് ലീഗ്, നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ലീഗ് നടത്തി അവിടുത്തെ സ്റ്റാഫിന് വേണ്ടിയിട്ട് അവർ ആർട്ട് ഫെസ്റ്റ് ഉണ്ടാകുമ്പോൾ ആർട്ട് ഫെസ്റ്റിൽ ഒരു ആനുവൽ ഡേക്കൊക്കെ നമ്മൾ ഫുൾ കോർഡിനേഷൻ, നമുക്ക് പണിയെടുക്കാൻ മടിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഓടിച്ചാട് നടന്നതിന് ശേഷം എനിക്ക് എക്സിറ്റ് വരുമ്പോഴും എനിക്ക് മറ്റേ മാളത്തെ ഒരു മാനേജറുണ്ട്, മുപ്പര് പോകണ്ടെന്ന് പറഞ്ഞു. നമ്മൾ എക്സിറ്റ് ഇൻ്റർവ്യൂ ഉണ്ടാവുമല്ലോ, പോകണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു ഞാൻ ലാസ്റ്റ് PhD ചെയ്യാം, അങ്ങനെയൊക്കെ വയസ്സ് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോരുന്നത്. ഇത് എന്തുകൊണ്ട് എനിക്ക് വാല്യൂ കിട്ടിയെന്ന് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഫസ്റ്റ് ആ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഫേക്ക് ചെയ്യോ അല്ലെങ്കിൽ അഭിനയിച്ചോളിയും. കാരണം നമുക്ക് ടെൻഷൻ അടിച്ചുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. അത് ഞാൻ ഈ ഇൻ്റർവ്യൂ ടെക്നിക്ക് എന്ന് പറയുന്നത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളൊരു സാധനം അയാൾ ചോദിപ്പിക്കുക. നിങ്ങൾ ചിലപ്പോൾ ഒരു കാര്യത്തിൽ എക്സ്പെർട്ട് ആക്കാരം, ആ എക്സ്പെർട്ട് അയാളോട് ചോദിപ്പിക്കുക എന്നുള്ളതിന് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഫസ്റ്റ് പറയുന്ന ആൻസറിൻ്റെ ബാക്കിൽ ആ സാധനം തേങ്ങക്ക് ഇട്ട് കൊടുത്താൽ മതി. സൈക്കോളജിക്കലി അതാണ് ചോദിക്കുക. ഇപ്പം ഞാൻ ടെലികോളിങ് ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റാഫിനോട് ഞാൻ പറഞ്ഞൊരു കേസ് എന്ന് വെച്ചെങ്കിൽ, ഒരിക്കലും എടുത്തതിന് ശേഷം ഞാൻ വിളിക്കുന്നത് ഇവിടുന്നാണ്, ടെലികോളിങ് ചെയ്യും അല്ലേ, ഇവിടുന്നാണ് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട്, ഞങ്ങൾ വിളിക്കുന്ന ചെർപ്പശ്ശേരി നിന്നാണ്, ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, അങ്ങനെ ചോദിക്കരുത്. നമ്മൾ ചോദിച്ചതിന് ശേഷം ചെർപ്പശ്ശേരി ഒരു അടിപൊളി പരിപാടി നടക്കുന്നുണ്ട് പറഞ്ഞ് നിർത്തുക. ചെർപ്പശ്ശേരി ഇങ്ങനെ പരിപാടി നടക്കണം നിർത്തുക. അപ്പോൾ ഓപ്പോസിറ്റ് ആൾ എന്താ പരിപാടി ചോദിച്ചു, അയാൾ അറ്റൻഷൻ മൊത്തം നമുക്ക് കിട്ടി. അപ്പോൾ ഒരാൾ നമ്മൾ ചോദിക്കുകയാണ് എന്താ പരിപാടി ചെയ്യാൻ, നമ്മൾ പറഞ്ഞാൽ അയാൾ കേൾക്കും. അത് മനസ്സിലായില്ലേ? ഇത് അതൊരു സൈക്കോളജിയാണ്. നമ്മൾ ആ സാധനം ചെയ്താൽ തന്നെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുക. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള എല്ലാവരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കുട്ടിയുടെ കേസ് നമ്മൾ പറഞ്ഞു, ടോപ്പറാണ്, റാങ്ക് ഉണ്ട്, മെഡൽ ഉണ്ട്. ഈ കുട്ടിക്ക് ഇന്റേൺഷിപ്പ് ക്രാക്ക് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണോ? കമ്മ്യൂണിക്കേഷൻ മാത്രം ആണെന്ന് ഞാൻ പറയുന്നില്ല. കമ്മ്യൂണിക്കേഷൻ നന്നായിട്ടുള്ളത് മാത്രം കാര്യമില്ല, നിങ്ങളെ കോൺഫിഡൻസും നിങ്ങളെ ആറ്റിറ്റ്യൂഡ് ഇൻ്റർവ്യൂവർ നോക്കുന്നുണ്ട്. കാരണം ബാക്കിയുള്ള ഇപ്പോൾ 70-20-10 എന്ന് പറഞ്ഞ റൂളുണ്ട്. ഈ 70 കാര്യങ്ങളും ചില കമ്പനീസ് പഠിപ്പിക്കണം. അവിടെ അല്ലല്ല 70-20-10 ഇതെന്താ വെച്ചെങ്കിൽ കമ്പനി ചില HRs നോക്കുന്നത് ആ കുട്ടിക്ക് 10% തിയററ്റിക്കൽ ഉണ്ടോ നോക്കുന്നുള്ളൂ. 10% ഞാൻ ബുക്കിൽ പഠിച്ച് വന്ന മതി എന്നുള്ള വിശ്വസിക്കുന്ന കമ്പനികളുണ്ട്. അവനക്ക് ഡിഗ്രിത്തെ മാർക്സ് നോക്കാതെ അവന് ബുക്കത്തെ കാര്യം 10% മതി അവനക്ക്. ബാക്കി 20% ഒരു ഇൻ്റർവ്യൂവിൽ എന്താ ടെസ്റ്റ് ചെയ്യാന്നറിയോ? അവർ ഗ്രൂപ്പിൽ നിന്ന് സംസാരിച്ച ആളുകൾ ഡീൽ ചെയ്ത് പഠിക്കാൻ പറ്റും എന്നുള്ളത് നോക്കുന്നത് 20. പിന്നെ 70 എന്താ വെച്ചെങ്കിൽ അവൻ ചെയ്ത് പഠിച്ചോളും. അവൻ നമ്മളെ കമ്പനിക്ക് വന്നോളും, ഈ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചോളും. ഇതുപോലത്തെ ഈ പോളിസിയിൽ HR ഒരുപാട് HRs നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞ കേസുകളാണ്, മനസ്സിലായി? ഈ ഒരു 10. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഷോ ചെയ്യുക, നിങ്ങൾ ആക്ട് ചെയ്തോളിയും. ഇനിയിപ്പോൾ ഞാൻ പറയണേ എല്ലാ ജോലിക്കും ഈ രീതിക്ക് ആക്ട് ചെയ്ത് എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇതാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ജോലികൾ മാർക്കറ്റിലുണ്ടേ. എല്ലാ കാറ്റഗറി, ഇപ്പോൾ മനുഷ്യന്മാർ ഇൻട്രോവേർട്ട്, ആംബിവേർട്ട്, അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട്, ഈ നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടോ, ഇവർക്ക് എല്ലാവർക്കും പറയുന്ന ജോലികളുണ്ട്. ജോലി ഇല്ലയെന്ന് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അൺഎംപ്ലോയ്മെൻറ്റ്. നിങ്ങൾ ജസ്റ്റ് കുറച്ച് ഓൺടർപ്രണേഴ്സ്, നിങ്ങൾ അറിയുന്ന കുറച്ച് ഓൺടർപ്രണേഴ്സിനെ വെച്ച് നോക്കൊണ്ടു സ്റ്റാഫിനെ കിട്ടാണ്ടോ ചോദിച്ചാൽ സ്റ്റാഫിനെ കിട്ടാലെന്ന് പറയും. സംശയം നിങ്ങൾ ജസ്റ്റ് ചോദിച്ചാൽ മതി, സ്റ്റാഫിനെ കിട്ടാണ്ടോ? ഇല്ല. പക്ഷെ കുട്ടികളോട് ചോദിച്ചാലും ജോലിയില്ല. ഇതെന്താണെന്നറിയോ പ്രശ്നം? അവർ ആ ഒരു രീതിക്കുള്ള പുഷ് ചെയ്ത് വരാൻ കാപ്പബിലിറ്റി ഉള്ള ആളുകളെ നോക്കുക. ഇപ്പം ഞാൻ എൻ്റെ അവർക്ക് വേണ്ടത് ആ സ്കിൽ സെറ്റ്സ് ഉള്ള ആൾക്കാരെയാണ്. അതെ അതെ, അതില്ലാതാവുമ്പോൾ അവർ എടുക്കുന്നില്ല. എടുക്കില്ല. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം നിങ്ങളൊരു സ്ഥാപനം, എൻ്റെ സ്ഥാപനം എഡെക്സ് ലൈഫ്സിലേക്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ, ഞാൻ അവരെ ഹയറിങ്ങിന് വിളിച്ചു. ഞാൻ വിളിച്ച് പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും CV വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് CV വേണ്ട, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ നിങ്ങളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റഡ് ആണോ, ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഫ്ലുവൻ്റ് സംസാരിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് കുട്ടികളോട് ഇൻവോൾവ് ആയി സംസാരിക്കാം, കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ, എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, എനിക്കൊരു 1 മിനിറ്റ് വീഡിയോ എന്തിന് എഡെക്സ് ജോയിൻ ചെയ്യാൻ നിങ്ങൾ വീഡിയോ അയച്ചാരെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങൾ CV കൊണ്ടൊന്നും വേണ്ട, ഞാൻ അതിന് നോക്കി ഫിൽറ്റർ ചെയ്തുകൊണ്ടെന്ന് പറയാം. ഒരുപാട് വീഡിയോ വന്നു. അപ്പോൾ അവരെന്ന് വെച്ചെങ്കിൽ ആ 1 മിനിറ്റ് വീഡിയോൻ്റെ മുമ്പിൽ നിന്നാണ്ട് അവൻ സംസാരിച്ച് നമുക്ക് അവൻ്റെ വൈബ് എനർജി മനസ്സിലാവും. നമുക്കിത് മതി, ആ വൈബ് എനർജി കിട്ടി ബാക്കി ഡെവലപ്പ് ചെയ്തെടുക്കാന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഓൺടർപ്രണേഴ്സ് നോക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു തരാണെങ്കിൽ, ഇപ്പം നിങ്ങളൊരു ബ്രാൻഡായി, ഒരു YTH എന്നുള്ളൊരു ഒരു ബ്രാൻഡ്, ഒരു സാധനം, ഒരു കമ്പനിയായി. ഈ കമ്പനിയിൽ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് വരികയാണ്, നമുക്കൊരു ഐഡിയ പറഞ്ഞു തരാണ്. ഈ ഐഡിയ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പ്രോഫിറ്റ് 10x ആയിട്ട് അല്ലെങ്കിൽ 20% ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ഐഡിയ ഒരാൾ പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കൂലേ? സ്വീകരിക്കും.
നോ എന്ന് പറയേണ്ട ഒരു ചാൻസ് അവിടെ വരുന്നില്ല. അപ്പം ആ രീതിക്ക് നമ്മൾ കുട്ടികൾ ഉയരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വെച്ചെങ്കിൽ അവരുടെ ഈ എന്താ പറയുക തോട്ടും ആറ്റിറ്റ്യൂഡാണ് മാറ്റേണ്ടത്. ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ്. ഞാൻ വീണ്ടും പറയും, ഇപ്പം ഞങ്ങൾക്ക് പണ്ട് USA എന്നൊരാൾ ക്ലാസ്സിലൊക്കെ വന്നിട്ടുണ്ടെന്ന് കോളേജിൽ. അയാൾ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ പണ്ടത്തെ പോലെ കമ്പനീസ് നോക്കുക ആറ്റിറ്റ്യൂഡും സ്കില്ലും ആണ് നോക്കുക, പിന്നെ നോളജിക്ക് പോകുന്നുള്ളൂ. എനിക്ക് ഇപ്പോൾ ഓർമ്മ ആസ്ക് എന്നാണ് പറഞ്ഞത്. ആസ്ക് എന്നുള്ളത് എന്താ വെച്ചെങ്കിൽ ആറ്റിറ്റ്യൂഡ്, സ്കില്ല്, പിന്നെ എന്ത് ചെയ്യുന്നുള്ളൂ നോളജിലേക്ക് പോകുന്നുള്ളൂ. ഞാനിപ്പോൾ കുട്ടികളോട് കളിയായിട്ട് പറഞ്ഞൊരു സംഭവം, നിങ്ങളെ കോളേജിലൊരു ടോപ്പർ ഉണ്ടാവും അല്ലേ, കോളേജിലൊരു ടോപ്പർ ഏറ്റവും ബ്രെയിനുള്ള ഒരാൾ, ആൾക്ക് നിങ്ങളെ കോളേജിൽ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ ഏറ്റവും ടഫ് സബ്ജക്റ്റ് കൊടുക്കുക, അതിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുക, അതിൽ essay ക്വസ്റ്റ്യൻ എടുത്ത് കൊടുക്കുക, അവന് സൊല്യൂഷൻ കിട്ടുക എത്ര ടൈം എടുക്കും നോക്കിക്കൊള്ളു എന്ന് പറയാം. ആവർത്തി ഒരു essay ഒരു 10 മിനിറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ സൊല്യൂഷൻ കാണുന്നുണ്ടാവും. ഗുഡ്. ഇനി ആ സെയിം ക്വസ്റ്റ്യൻ കോളേജിൽ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ കൊടുക്കുക, ടീച്ചറെ പോലെ 6 ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് കാണുന്നുണ്ടാവും. അതായത് നോളജിൻ്റെ കാര്യങ്ങളാണ്. ആ സെയിം സാധനം ഫ്രീ ആയിട്ട് നമ്മളെ ഫോണിൽ ChatGPT ജസ്റ്റ് ഫോട്ടോ എടുത്ത് 10 സെക്കൻഡിന് ആൻസറാ. ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും ക്ലാസ്സിലെ ടോപ്പറും അല്ലെങ്കിൽ കോളേജിലെ ടോപ്പറും ടീച്ചറിനേക്കാളും നന്നായിട്ട് നോളജ് നമ്മളെ പോക്കറ്റിൽ ഫ്രീ ആയിട്ട്. നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്ത ആകെ ഒരു സ്ഥലം എക്സാമാളാ. നമ്മളൊരു കമ്പനി വർക്ക് ചെയ്യാണ്, ഫോൺ യൂസ് ചെയ്തൂടെ? ആരെങ്കിലും പറയും ChatGPT നോക്കിയിട്ട് റിപ്പോർട്ട് ഇതാക്കണ്ട, നോളജ് എടുക്കണ്ടെന്ന് പറയാം. അപ്പം ഇനിയുള്ള കാലത്ത് നോളജിനേക്കാൾ കൂടുതൽ കുട്ടികളോട് ഞാൻ പറയാം ആറ്റിറ്റ്യൂഡും ആൻഡ് സ്കില്ലും. ഈ സ്കില്ല് എന്നുള്ള സാധനം ഇപ്പം എല്ലാവരും കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞു നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഈ സ്കില്ലുകൾ പറഞ്ഞില്ലേ, ഈ സ്കില്ല് എന്നുള്ളത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. 2 തരത്തിലാണ് മനുഷ്യന് ജന്മന കിട്ടുന്നുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള സ്കില്ല് കിട്ടുന്ന ആളുകളുണ്ട്, ട്രെയിൻ ചെയ്തെടുക്കുന്ന സ്കില്ലുണ്ട്. ഇപ്പം ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഡിസിഷൻ മേക്കിംഗ്, ഈ സ്കില്ലൊക്കെ ചിലർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ജന്മന കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ ആലോചിച്ച് നമ്മൾ പഠിച്ച സ്കൂളിലും കോളേജിലൊക്കെ ഒരു ചെക്കൻ്റെ പേരിലാണ് ബാച്ച് അറിയുന്നുണ്ടാവും, അത് ഇന്നവൻ്റെ ബാച്ചാട്ടോ, അത് ഇന്ന ആളെ ബാച്ചാട്ടോ. അത് ഓന് ലീഡർഷിപ്പ് പഠിച്ചിട്ട് കിട്ടിയാന്നല്ല, ഓൻ ആ ജന്മന കിട്ടുന്നതാണ്. മനസ്സിലായില്ലേ? ഇനി നമ്മളെപ്പോൾ ഈ ടെക്കി ആയിട്ടുള്ള ചിലപ്പോൾ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഇവരൊക്കെ നോക്കിയാൽ മതി, ഇവരൊക്കെ ട്രെയിൻ ചെയ്ത് ലീഡേഴ്സ് ആയ ആളുകളുണ്ട്. പഠിക്കാൻ പറ്റും, പഠിക്കാൻ നല്ല ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ സ്കിൽസ്. ലീഡർഷിപ്പ്, ഇനിയിപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള സ്കിൽസ്. ഇപ്പം ഞാൻ എഡക്സ് ലൈഫ് സ്കൂളിൽ കൊടുക്കുന്ന ടാസ്ക് എന്താ വെച്ചെങ്കിൽ ഞാനിവിടെ ഓപ്പൺ ആയിട്ട് പറയാണ്ട് വേറെ സംഭവം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നെഗോഷിയേറ്റ് വെച്ചെങ്കിൽ ആളുകൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് നമ്മളൊരു വിൻ വിൻ സിറ്റുവേഷനിലാക്കി മാറ്റുന്നില്ല, നമുക്ക് ബെനിഫിറ്റിലേക്ക് മാറ്റി നെഗോഷിയേറ്റ് ചെയ്യാം. ബാർഗനിങ് അല്ലാണ്ട് നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്ന ടാസ്ക് എന്ന് വെച്ചെങ്കിൽ അവർക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് കൊടുക്കുകയാണ്, ഒരു 1000 റുപ്പീസ് അല്ലെങ്കിൽ 100 റുപ്പീസ് കൊടുത്തിട്ട് അവർക്കൊരു ലിസ്റ്റ് കൊടുക്കും, ഈ സാധനം ഒരു പർച്ചേസ് ചെയ്ത് തരണം. ഒരിക്കലും 100 റുപ്പീസിന് സാധനം കിട്ടൂല. പക്ഷെ അവർ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം, ആളുകൾ സംസാരിച്ച് വില പേശി അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്തും കണ്ട് ഈ സാധനം മേടിച്ചിട്ട് എന്ത് ചെയ്യണം. ഇതൊരു ആക്ടിവിറ്റിയാണ്. പിന്നെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് ഞാൻ എഡക്സിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നറിയോ? എൻ്റെ പ്ലാൻ വെച്ചെങ്കിൽ ഞാൻ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് നിയർ ബൈ ആയിട്ടുള്ള കോളേജുകളുണ്ടല്ലോ, ഇപ്പോൾ ടെഡെക്സ് പോലത്തെ ഒരു ടോക്ക് ഞങ്ങൾ എന്ത് ചെയ്യും, ഫണ്ട് ചെയ്തിട്ട് ഞങ്ങൾ ഹോസ്റ്റ് ചെയ്യും. ഞങ്ങളെ കുട്ടികൾ എന്ത് ചെയ്യണമെന്നറിയോ, അവിടെ പോയിട്ട് ക്ലാസ് എടുക്കണം, പബ്ലിക്കലി സംസാരിക്കണം. പിന്നെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ YTH എന്നുള്ള ഒരു ബ്രാൻഡ് ദേ ആർ ഡൂയിങ് ഗുഡ് ഇൻ ബിസിനസ്. പ്രീവിയസ് ഇയേഴ്സ് 10 years ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ദേ ആർ മേക്കിംഗ് 100x പ്രോഫിറ്റ്. ഒരു കോമ്പറ്റീഷൻ വന്നു അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഒരു കാരണം കൊണ്ട് സെയിൽ 20% ഡ്രോപ്പ് ചെയ്തു. ദർ ഇസ് എ പ്രോബ്ലം, ഒരു പ്രോബ്ലം ഉണ്ട്. ഹൗ വി ക്യാൻ ടാക്കിൾ. അപ്പോൾ ഒരു കുട്ടി ചിന്തിച്ചിട്ട് അവൻ പറയും ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവരാം, ടെസ്റ്റിമോണിയിൽ എടുക്കുക, സോഷ്യൽ മീഡിയ പ്രസൻസ് കൂട്ടുക, ബ്ലാ സംഭവം ഉണ്ടല്ലോ. ചിന്തിക്കുന്നത് ചിന്തിച്ചാൽ മാത്രം പോരാ, അവന് ഈ ബാക്കിയുള്ള ഓഡിയൻസ് മുന്നിൽ ഇത് പ്രസൻറ്റ് ചെയ്യണം, കൗണ്ടേഴ്സ് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രീതിക്കുള്ള ആക്ടിവിറ്റിയിലൂടെ ഡെയിലി ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ആരിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കും സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് പിന്നെ വേറൊരു കാര്യം, നമുക്കൊരു മീനെ പിടിച്ചിട്ട് മരം കയറാൻ പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുരങ്ങനെ പിടിച്ചിട്ട് നീന്താൻ പറഞ്ഞാലും ഓടാൻ പറഞ്ഞാലൊക്കെ എന്തുണ്ടാവും, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളില്ല എന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഗോൾ എങ്ങനെയാണോ ആ ഗോളിന് മാച്ച് ചെയ്യുന്നതിലേക്ക് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യം 100% ഉറപ്പാണ്. കാരണം ചെയ്യുന്നുണ്ട് ആളുകൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സ്കില്ല് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കില്ല് എന്ന് പറഞ്ഞാൽ എന്തോ സംഭവിക്കേണ്ട ഒരു എബിലിറ്റിയാണ്. അതൊരു പ്രാക്ടീസിലൂടെ. ഞാൻ കോമൺ ആയിട്ട് പറയുന്ന വേറെ തോട്ടം എന്ന് വെച്ചെങ്കിൽ നമ്മൾ ഒരിക്കലും ബൈക്ക് ഓടിച്ചത് ഫസ്റ്റിനെ 5th ഗിയർ ഇട്ടിട്ടല്ല. ഫസ്റ്റിലിട്ടിട്ട് കാല് കുത്തിയിട്ട് ഇങ്ങനെ പോയി പിന്നെ മാറി ഈ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കുക. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നല്ല സൗഹൃദങ്ങളും നമുക്ക് നമ്മളെ പുഷ് ചെയ്യാൻ ഒരാൾ വേണം കേട്ടോ. ഇപ്പോഴത്തെ കുട്ടി പുഷ് ചെയ്യാൻ ഒരാൾ വെച്ചെങ്കിൽ പുഷല്ല, നമ്മളെ അക്കൗണ്ടബിലിറ്റി ഒരാളത്ത് കൊടുക്കുക അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഒരാളത്ത് കൊടുക്കുക, ചോദിക്കാൻ. ഇപ്പം മറ്റേ ചോദിക്കാൻ പറ്റുന്ന ആ രീതിക്കുള്ള ഒരാളെ കൊടുത്ത് വിചാരിച്ചോ, അപ്പോഴൊന്നുകൂടി ഒന്ന് എക്സ്റ്റേണൽ പുഷ് വരും. ഇപ്പോൾ ഈ ഓൺലൈൻ എഡ്യൂക്കേഷന് അടിപൊളിയാണ്, പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഓൺലൈൻ എഡ്യൂക്കേഷൻ കുട്ടികൾ ഡിസാറ്റിസ്ഫൈഡ് ആവാനുള്ള എന്തെന്നറിയോ, അവർക്ക് മോണിറ്റർ ചെയ്യാൻ ഒരാളില്ലാത്തതുകൊണ്ടാണ്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം.
ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഉണ്ട്, ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന് ബാക്കിയുള്ളതിനൊക്കെ. അതിൽ കുട്ടികൾ ഡിസാറ്റിസ്ഫൈഡ് ആവാനുള്ള ഒരു റീസൺ എന്താണെന്നറിയോ? നമ്മളൊരു ക്ലാസ്സിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ആ ടീച്ചർ കാണും വിചാരിച്ചിട്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് മടി ഉണ്ടെങ്കിലും ചെയ്യും. ഇപ്പം നമ്മളെ ക്ലാസ്സിൽ ബാക്കിയുള്ള കുട്ടികൾ ചെയ്യണ കാണുമ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ചെയ്യാൻ നോക്കും. ഇത് നമ്മൾ ക്ലോസ് റൂമിൽ ഫോണിൻ്റെ മുമ്പിലാണെന്നുണ്ടെങ്കിൽ ആ ക്യാമറ ഒന്ന് ഓഫ് ചെയ്താൽ പിന്നെ ആരും കാണാനല്ല. ഇതൊരു മോട്ടീവാണ് ആളുകൾക്ക്. അപ്പം എന്താ വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇൻഹൗസ് ഒരു ഇൻട്രൻസിക് ആയിട്ടുള്ളൊരു സാധനം വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗോളിന് മാച്ച് ചെയ്യുന്നതിലേക്ക് ചെയ്താൽ മതി. കണക്ട് ചെയ്യാമെന്ന് എനിക്കറിയില്ല. സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളുള്ളൂ തന്നെ തോന്നണം. എനിക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുകയാണെന്നും ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ പോവുകയാണെങ്കിലൊക്കെ ഞാൻ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാണ്, ഞാൻ ഇന്നെ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ആ ഒരു നീയത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിൽ ചെയ്താലേ നമുക്കത് അതങ്ങനെ എഫക്റ്റ് ചെയ്യും. അതെ അതെ. അല്ല ഇപ്പം നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരു മോട്ടീവ് വന്നിട്ടോ. അപ്പോൾ നമ്മൾ പണ്ട് ഫുട്ബോൾ കളിക്കാൻ പോലെ കണ്ടത്തിൽ കളിച്ച പോകുമ്പോൾ ചില നമുക്ക് നല്ല ചവിട്ട് കിട്ടിയിട്ട് കാലിലൊക്കെ നീരാകാരം, അല്ലെങ്കിൽ കാല് നല്ല വേനുണ്ടാവും. പക്ഷെ നമ്മൾ അടുത്ത ദിവസം നാളെ കളിക്കലായിരിക്കും. ആ 5 മണിയാകുമ്പോൾ നമ്മൾ ബൂട്ടെടുത്ത് ഓടൂലേ? എന്ന് വെച്ചെങ്കിൽ ഉള്ളുന്ന് വരുന്നോണ്ടാ. ആ ഉള്ളുന്ന് വരുന്ന സാധനം ഇഷ്ടമുണ്ട്. ഈ ഇഷ്ടമാവണത് എങ്ങനെയാണെന്നറിയോ? അത് നമ്മൾ അതിനോട് രണ്ടുമായിട്ട് ഇൻട്രസ്റ്റും. ഞങ്ങളൊരു ഡിബേറ്റിൽ വരുന്ന ടോപ്പിക്കാണ്, ഇൻട്രസ്റ്റ് ആണോ ഇൻവോൾവ്മെന്റ് ആണോ ഫസ്റ്റ് വരുന്നുള്ളത്. ഇൻട്രസ്റ്റ് ആണോ ഇൻവോൾവ്മെന്റ് ആണോ വെച്ചെങ്കിൽ ഇൻവോൾവ്മെന്റ് വന്നാൽ ഇൻട്രസ്റ്റ് വരും. അതായത് ഇൻവോൾവ്മെന്റ് വന്നാൽ ഇൻട്രസ്റ്റ്. ഒരു ഡിബേറ്റ് ടോപ്പിക്കാണ്, നമുക്കിപ്പോൾ എടുക്കേണ്ട. അപ്പോൾ ഇൻട്രസ്റ്റ് വരണമെങ്കിൽ ഇൻവോൾവ്മെന്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി സാധനം കയറി വരും, സ്കില്ല് എന്നുള്ള സാധനം. ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ഫാദർ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഇനി വേറെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ കുറുമ്പോട്ടോടി നിന്ന് എൻ്റെ പേര് കേട്ടി. ഈ കുടുംബത്തിൽ ഫസ്റ്റ് ഡിഗ്രിക്ക് പോകുന്ന ആൾ ഞാനാ. മനസ്സിലായില്ലേ? ഇത് അത്ര വലിയ വർഷം 2013 ഡിഗ്രിക്ക് പോകുന്ന ആൾ. ഡിഗ്രിക്ക് പോകുന്ന ആൾ ഫസ്റ്റത്തെ ആൾ ഞാനാ. PGക്ക് ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ. അത് ഞങ്ങളെ ഫാമിലിയുടെ ഒരു കൾച്ചർ വെച്ചെങ്കിൽ കാശ് ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും. പക്ഷെങ്കിൽ ഒരു 10-20 ദിവസം തന്നെ സൗദിക്കോ അല്ലെങ്കിൽ ഇവിടെ പോകും, അവിടെ പോയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യും, ഒരു 23-24 ദിവസം തിരിച്ചു വരും, കല്യാണം കഴിക്കും, പിന്നെയും വീട് വെക്കും, എല്ലാവരും സെറ്റിൽഡ്. അതിന് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നില്ല. പക്ഷേ അതൊക്കെ ഞാൻ മാത്രമാണ് എന്ത് ചെയ്യുള്ളത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ +2 കഴിഞ്ഞ സമയത്ത് ഡിഗ്രിക്ക് പോകാറുണ്ടപ്പോൾ എൻ്റെ കുടുംബത്തിലെ ആളുകൾ പറഞ്ഞു, എന്തിനാ ഡിഗ്രിക്ക് പോകണം, ഇനി പഠിക്കാൻ പോവേ, പഠിച്ചിട്ട് എന്താ ഇജാ സമയത്ത് ഇപ്പം അടുത്തേക്ക് ജോലിക്ക് പോയിക്കോ, എന്നാൽ കുറച്ച് കാശ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. വാപ്പ ഭയങ്കര കൂളായിരുന്നു. ഇമ്മിയും പറഞ്ഞു എന്തിനു 3 ഇതാക്കണ്ടേ, കാരണം നമ്മൾ അയലോക്കത്തെ വീട്ടിലത്തെ കുട്ടികളൊന്നും പോലൊന്നും പോകണില്ല. ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിലത്തെ കൾച്ചർ അങ്ങനെയായിരുന്നു, ആരും പോകണില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ വാശി പിടിച്ചിട്ട് ഞാൻ പോയി. ഡിഗ്രി പോയപ്പോൾ 3 വർഷം കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് തൊമ്മനെ പരിചയപ്പെടുന്നതിന് അങ്ങനെ MBA ഉള്ള പൂതിയായി. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളെ വീട്ടിൽ അടുക്കളയിലിട്ട് ഉമ്മ നിന്ന് പണിയെടുക്കുക. അപ്പം ഉമ്മ പറഞ്ഞു ഉമ്മക്ക് ഇങ്ങനെ MBA പോകണം. അപ്പം ഉമ്മയുടെ ചെറിയ കമ്പ്യൂട്ടർ കോഴ്സ് എന്തെറ്റിയാണ് പോയിക്കോന്ന് പറഞ്ഞു. അപ്പം പറയുമ്പോൾ 2 കൊല്ലം അവിടെ നിന്ന് നോക്കിൻ്റെ മുഖത്തേക്ക് 2 കൊല്ലോ. അപ്പം പറഞ്ഞു 2 കൊല്ലം കൊണ്ട് നല്ല ജോലി ഇട്ട് നല്ലത് കിട്ടുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ എങ്ങനെയാണ്. പിന്നെ 4 ലക്ഷം രൂപ ഫീസ് 2016 കിട്ടും. 4 ലക്ഷം അന്ന് ഫീസ്. 4 ലക്ഷം ഫീസ് പറഞ്ഞപ്പോൾ പറ്റൂല കേട്ടോ എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മളിത് കാശില്ല പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുക്കാം. പക്ഷേ വാപ്പ സമ്മതിച്ചില്ല, എഡ്യൂക്കേഷൻ ലോൺ എടുത്തില്ല. പക്ഷെ എനിക്കെന്തുണ്ടായി, ആ 4 ലക്ഷം 1 വർഷം കൊണ്ട് എന്തുണ്ടാക്കി, ദുബായ് വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കാശ് എന്ത് ചെയ്യാൻ പറ്റി. ഇപ്പൊ എനിക്ക് ഞാൻ എന്റെ ചെങ്ങന്മാർ അങ്ങനെയല്ലേ MBA ചെയ്യേണ്ടത് ശരിക്കും. നമ്മൾ ഈ ഡിഗ്രി കഴിഞ്ഞ് നേരെ MBAക്ക് പോണേക്കാട്ടി നല്ലത്. ഞാൻ കേട്ടതാട്ടോ, MBA ചെയ്ത ഫ്രണ്ട്സിനോട് പറഞ്ഞാണ്. ശരിക്കും ഒരു ജോലി ചെയ്തിട്ട് MBA പോവുകയാണെങ്കിൽ ഒന്നുകൂടി മനസ്സിലാവുന്ന പറഞ്ഞു. അത് ശരിയെന്ന് നമ്മൾ പറയാം. അപ്പോൾ IIM വരുന്ന കുട്ടികൾ, IIM ആണല്ലോ ഇന്ത്യയിലെ ബെസ്റ്റ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. IIM ഇങ്ങനത്തെ മെസ്സ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെയൊക്കെ അധികം ഈ വർക്കിംഗ് പ്രൊഫഷണൽസ് തന്നെയാണ് കഴിഞ്ഞ് വരുന്നത്. അത് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് പറഞ്ഞാൽ ക്ലാസ് റൂമിൽ നിന്ന് കിട്ടൂലല്ലേ? ഇല്ല വേറെ സാധനല്ലേ. പക്ഷെ എന്താണെന്നറിയോ, ഇതിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. നമ്മൾ ഈ വർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചില ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെ ആ ഒരു നമുക്ക് വെച്ചെങ്കിൽ ഓട്ടോമാറ്റിക്കലി റെസ്പോൺസിബിലിറ്റീസ് വരും. ഒരുപാട് പേര് എനിക്ക് തന്നെ എൻ്റെ ഓർമ്മയിലുണ്ട്, നമുക്ക് കുറച്ച് കാശുണ്ടാക്കി പഠിച്ച് എത്താത്ത ആളുകളുണ്ട്. പക്ഷെ അത് നല്ലത് ഞാൻ പറയും. ഇതിലെന്താ സംഭവിച്ചെങ്കിൽ ഒരു MBA ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, BC ആയിക്കോട്ടെ, എല്ലാ കോഴ്സും നിങ്ങൾ പ്രാക്ടിക്കലി പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ വേസ്റ്റിംഗ് ഒരു ടൈം. ഇത് ഞാൻ ഓപ്പണായിട്ട് പറയാം. നിങ്ങളൊരു കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട കാര്യം എനിക്ക് തിയററ്റിക്കലല്ല, ഇത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും. ആ ഒരു എക്സ്പോഷർ വേണമല്ലോ, അല്ലാതെ പോയിട്ട് കാര്യമില്ല. ശരിക്കും പഠിക്കെങ്ങനെ. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത്. നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യും, ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം, ചൂസ് ചെയ്യണം. ഇത് ഈ ബുക്ക് തിയറി പഠിച്ചിട്ട് ആരെ നിങ്ങൾക്ക് ജോലിക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി പറയോ? ഇല്ല. അപ്പം നിങ്ങൾ ഈ സ്കില്ല് പ്രാക്ടിക്കലി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജ് ഓഫർ ചെയ്യാണ്. ഞാനിപ്പോൾ എഡെക്സ് ലൈഫ് സ്കൂളിൽ 90% പ്രാക്ടിക്കലാണ്. ഞങ്ങൾ ഒഫീഷ്യൽ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് USPs ഉണ്ട്. ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞേ, ഞങ്ങളുടെ ക്ലാസ്സിൽ
4 ടീച്ചേഴ്സ് അറ്റ് എ ടൈമിലുണ്ടാവും. ഞങ്ങൾ 40 പേരെ സ്റ്റുഡൻസിന് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഓൾറെഡി 250+ അപ്ലിക്കേഷൻ വന്നു എനിക്ക് ഇനി ബാക്കി 210 ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യണം. ഞാൻ അതുവരെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ കുട്ടികളോടുള്ള ട്രസ്റ്റും ഉണ്ടാവും. മേ ബി എനിക്കറിയില്ല. ഇപ്പോൾ ഇത്ര അപ്ലിക്കേഷൻ വന്ന് ഞാൻ തരാം. ഞാൻ അവിടെ കൊടുക്കുന്ന 40 പേർക്കുള്ള പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചെങ്കിൽ നിങ്ങൾക്ക് 100% പ്ലേസ്മെൻറ്റ് ഞാൻ ഗ്യാരണ്ടി പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓണ്ടർപ്രണർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്രേക്ക് ഇവൻ എത്തുന്നവരെ, നിങ്ങളുടെ ബിസിനസ് തുടങ്ങുന്നവരല്ല, നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ബ്രേക്ക് ഇവൻ എത്തുന്നവരുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്തു തരാം. നമ്മൾ ടീമായിട്ട് ഒരു കോഫൗണ്ടർ എങ്ങനെ ആക്ട് ചെയ്തെങ്കിൽ എഡക്സ് നിങ്ങളെ ആക്ട് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ കൊടുക്കുന്നത് പ്രാക്ടിക്കലി പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഇപ്പം നമ്മൾ നീന്തൽ ബുക്ക് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കുറച്ചൊന്ന് വളർത്ത് ഇറങ്ങിയാലൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഈ സാധനം അപ്പം ഞാൻ അവരോട് പറഞ്ഞത് ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു 4 സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് അല്ല, ചെറിയ ബിസിനസ്. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നില്ല, വലിയ ടേംസ് പോയി. ഈ 40 കുട്ടികളെ വെച്ചിട്ട് 10 പേരെ അങ്ങനെ ടീമുകളാക്കിയിട്ട് 4 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, ചെറിയ ബിസിനസ്സുകൾ. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ വേറെ പ്രൊഡക്ഷന് സാധനം എടുത്തിട്ട് സെല് ചെയ്യണവരുണ്ടല്ലോ. ഇപ്പോൾ ഒരു ടീഷർട്ട് തിരുപ്പൂരിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു 200 രൂപയുടെ സാധനം നമുക്ക് 400 രൂപയ്ക്ക് സുഖമായിട്ട് ഓൺലൈൻ സെല് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞറിയോ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 10 എണ്ണം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് സർക്കിളിൽ വിറ്റ് കഴിഞ്ഞാൽ തന്നെ 40 ആൾ വിറ്റ് കഴിഞ്ഞാൽ 400 പീസ് സെല് ചെയ്തു. ഒരു 200-300 രൂപ ലാഭമാണെങ്കിൽ 1,20,000 രൂപ കിട്ടി. എഡക്സിന് വേണ്ട, നിങ്ങളെടുത്തു. അതിൻ്റെ ക്യാപിറ്റൽ എന്ത് ചെയ്ത് തരാം? ഇനീഷ്യൽ ഫണ്ട് ഞങ്ങൾ തരാം. അപ്പോൾ കുട്ടികളെന്ന് വെച്ചാൽ ഡെയിലി രാവിലെ വിളിച്ച് ഫോൺ വിളിച്ചു, അവിടെ എനിക്ക് ടീഷർട്ട് ഉണ്ട്, ഇതൊക്കെയാണ് ക്വാളിറ്റി, ഇന്നൊക്കെയാണ് കാര്യങ്ങൾ, ഒബ്ജെക്ഷൻസ് ഇവിടെ എനിക്ക് വേണ്ട. അപ്പോൾ എന്തുകൊണ്ട് വേണ്ടാത്തതിൻ്റെ ഈ സംഭവം പ്രാക്ടിക്കലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ബിസിനസ്സുകൾ ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ചെയ്ത് പഠിക്കണം. എഡക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ സംഭവം ഒരു എഡ്യൂക്കേഷൻ പ്ലസ് എക്സ്പീരിയൻസ് കൊടുക്കണം. ഈ ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ എങ്ങനെയാണ്? ഇമോഷണൽ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ കുട്ടികൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് പോലെ സ്ട്രെസ് അല്ലെങ്കിൽ വേറെ മറ്റു സിമ്പതി, ഈ മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഒരു ടീമിൽ ഒരാൾ ഡൗൺ ആകുമ്പോൾ കുറ്റം പറയാതെ ഇതാക്കുന്നുള്ളല്ലോ. അവർക്ക് എന്താ പറയുക, സ്ട്രെസ്സായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ഒരു 4 പേര് 5 പേര് ഒപ്പം നിന്നാൽ മാത്രമേ ഗെയിം എന്ത് ചെയ്യുള്ളൂ, സക്സസ്ഫുൾ ആവുള്ളൂ. ഞങ്ങളെ ഇതിലുള്ളത് 14 സ്ട്രാറ്റജിക്കൽ ഗെയിംസാണ്. അതായത് 14 സ്ട്രാറ്റജിക്കൽ ഗെയിംസ് വെച്ചെങ്കിൽ 14 ഓപ്ഷൻ, ഇങ്ങനത്തെ കുറേ ഗെയിമുകളുണ്ട്. എല്ലാ മണ്ടിയും കളിയാണ് കുട്ടികൾ. അവരുടെ ബ്രെയിൻസും ഇതൊക്കെ യൂസ് ചെയ്യണേ. അപ്പോൾ ഇമോഷൻ വെച്ചിട്ടുള്ള കുറച്ച് ഗെയിമുകളുണ്ട്. ഈ ഗെയിം ഇപ്പോൾ നമ്മൾ എന്താ പറയുക, സ്ക്വിഡ് ഗെയിം തന്നെ കണ്ടില്ലേ? സ്ക്വിഡ് ഗെയിം ഒരു 1 മാൻ ഷോ കളിച്ച് ജയിക്കൂല. ചില ഗെയിംസുകൾ ശ്രദ്ധിച്ച് 1 മാൻ ഷോ കളിച്ച് ജയിക്കൂല. അതിൽ ടീമിനെ ഇതാക്കണം. അപ്പോൾ മറ്റുള്ളവരുടെ സിമ്പതിയും മറ്റുള്ളവരുടെ ഇമോഷനും, ഈ ഇമോഷണൽനെസ് എന്താണെന്നറിയോ, നമ്മളെ ഇമോഷനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക, അത് മാനേജ് ചെയ്യുക. ഈ സംഭവമാണ് ഇമോഷണൽ ഇന്റലിജൻസ്. അതായത് നമ്മളെ ഇമോഷനെ കുറിച്ച്, നമ്മുടെ ഹാപ്പിനെസ്, സന്തോഷം, സങ്കടമൊക്കെ എന്ത് ചെയ്യണം, സ്ട്രെസ്സൊക്കെ നമ്മൾ മാനേജ് ചെയ്യലും നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കലാണ് ഇമോഷണൽനെസ്. ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെസ്സിൽ കുട്ടി പോകണം. ഇപ്പം ഞങ്ങൾ ഹോട്ട് സീറ്റ് പറഞ്ഞൊരു ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. ഹോട്ട് സീറ്റിൽ കുട്ടി ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടിനോട് കൗണ്ടേഴ്സ് അവനെ കരയിപ്പിക്കുക ചെയ്യാം. ഞങ്ങളിതൊക്കെ പറഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ചിലർ വിചാരിക്കും അത് റാഗിങ് അല്ലേ, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ ടീച്ചേഴ്സ് ചെയ്യുന്ന കുട്ടികളല്ല. അത് ഞങ്ങൾ എന്ത് ചെയ്യും, അവനെ മാക്സിമം വെള്ളം കുടിപ്പിക്കാൻ കാര്യങ്ങൾ ചോദിച്ചിട്ട് അവനക്ക് ആ സ്ട്രെസ് കൊടുക്കണം. കാരണം അവൻ മാർക്കറ്റിൽ പോകുമ്പോൾ ഇത് ഫേസ് ചെയ്യണം. അതായത് ഇപ്പം നമുക്ക് ഫേസ് ചെയ്യേണ്ടത് നല്ല ഞാൻ തുപ്പൽ തന്നെ പറയാം. നമ്മളെ കളിയാക്കാൻ വേണ്ടി അവൻ നമ്മൾ കളിയാക്കിയാൽ തുപ്പലെന്ന് പറയാം. നന്നാക്കൽ കളിയാക്കൽ കൊള്ളണം. അവർ അങ്ങനെ ഇമോഷൻ പറയും. ഇപ്പം നമ്മൾ നല്ലൊരു കേക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഓവൽ നല്ല ചൂടിലായി കഴിഞ്ഞാൽ കേൾക്കാവുള്ളൂ. ഇപ്പം നല്ലൊരു മൂർച്ചുള്ളൊരു ആയുധം ഉണ്ടാക്കണമെങ്കിൽ നല്ല തീയിൽ കിടന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത്രയും ഷാർപ്പായിട്ട് വരുള്ളൂ. ഇത് വെച്ചെങ്കിൽ അങ്ങനത്തെ സ്ട്രെസ് ഇമോഷണലി അവനെ ഇതാക്കും. ഞങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കും ഇത് ഇത്രയേ ഉള്ളൂ. ഇപ്പം തീ കൂടി നടത്തിക്കുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. തീ കൂടി നടത്തിക്കും. നമുക്ക് തീ കൂടി നടക്കാറുണ്ട് ഭയങ്കര അയ്യോ തീ കൂടി നടക്കുക എന്നുള്ള സംഭവം ഉണ്ടാവും. ഈ തീ കൂടി നടക്കണേ ഒരു 10 മിനിറ്റ് 2-3 മിനിറ്റ് ഐസിൽ വെച്ചിട്ട് കാലിച്ചിട്ടാണ് നടത്തിക്കുക. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഗ്ലാസ് വാക്ക് നടത്തിക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ് കൂടി നടക്കേ ഒന്നും സംഭവിക്കില്ല. അതൊക്കെ എന്ന് വെച്ചെങ്കിൽ നമ്മൾ തോന്നല കുറേയൊക്കെ. ഇപ്പം നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ഫസ്റ്റ് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് നമ്മളെ തോട്ടുകൾ ഒരുപാട്, ഞാൻ ക്ലച്ച് ഇട്ട് ഗിയർ മാറ്റി ആക്സിലേറ്റർ കൊടുത്ത് ബാലൻസ് ഇല്ലാതെ ഇപ്പം നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അതാ ചെയ്താലുള്ള എന്ത് ചെയ്യാനുള്ള ആ സ്ട്രെസ്. അപ്പം അതിനെക്കുറിച്ച് പേടിച്ചിട്ട് ഇപ്പോൾ ഒരൊട്ടം നമ്മളെ സുഹൃത്തുക്കളുണ്ടാവും, ഒരൊട്ടം വണ്ടി നിന്നിട്ട് പിന്നെ വണ്ടി ഓടിക്കാത്ത ആൾക്കാർ. അതവർക്ക് ആ സ്ട്രെസ്, ആ ഒരു ഇമോഷൻ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇത് നമ്മളെ മാത്രം മാനേജ് ചെയ്താൽ പോരാട്ടോ, നമ്മളെ കൂടെയുള്ള ആളോട് എന്ത് ചെയ്യണം, നമ്മൾ പരിഗണിക്കണം. എന്നാൽ മാത്രമല്ല എന്ത് ചെയ്താലും ഒരു ഇത് വരുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ടീം എന്നുള്ളത്. അപ്പോൾ ഈ രീതിക്കുള്ള ആക്ടിവിറ്റി നമ്മൾ എഡക്സിൽ കൊടുക്കുന്നത് മെയിനായിട്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഒരു കാര്യം വെച്ചെങ്കിൽ കൺസിസ്റ്റൻസിയാണ് മാറ്റേഴ്സ്. ഇപ്പം എഡക്സിൽ വരുന്ന ആളുകളെ ഞങ്ങൾ 100% ബെറ്ററായി കൊടുക്കുന്നതാണ്. 100% ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കുന്നതാണ്. എങ്ങനെയൊക്കെയെന്നറിയോ, ഇമോഷണലി ഫിറ്റായി കൊടുക്കും, ഫിസിക്കലി ഫിറ്റായി കൊടുക്കും, പിന്നെ ഇൻ്റലക്ച്വലി ഫിറ്റായി കൊടുക്കും, സ്പിരിച്വലി ഫിറ്റായി കൊടുക്കുന്ന പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും കോൺട്രവേഴ്സി വരുന്ന കാര്യങ്ങളാണ്. എങ്ങനെ നിങ്ങൾ സ്പിരിച്വലി ഫിറ്റായി കൊടുക്കുക? ഇപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മൾ റിലീജിയസ് സ്പേസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മുസ്ലിം കുട്ടി വന്നു കഴിഞ്ഞാൽ അവനോട് പറയും പ്രയർ ചെയ്യ്,
ഒരു ഹിന്ദു നമ്മളൊരു റിലീജിയനിൽ വരുന്ന ആളാണെങ്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന അമ്പലത്തിൽ പോ, ക്രിസ്ത്യനാണെങ്കിൽ പള്ളിയിൽ പോ. ഞാൻ പറഞ്ഞു ഞാൻ ഏത്തിസ്റ്റാണ്, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, ഒരു പ്രശ്നമല്ല. ഈ എന്ത് ചെയ്യും, മെഡിറ്റേഷനും യോഗ സെൽഫ് ടോക്ക് ചെയ്യാനുള്ള കാര്യം ചെയ്യും. ഈ പ്രയർ എന്നുള്ളത് അൾട്ടിമേറ്റ്ലി ഒരു ആക്ടിവിറ്റി വെച്ചെങ്കിൽ ഇപ്പം നമ്മൾ പ്രയറിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു പ്രയർ കോൺസെൻട്രേഷൻ. നമ്മൾ ഇപ്പോൾ പള്ളി പോയി കഴിഞ്ഞാൽ നമ്മൾ ക്രോസ് നോക്കിയിട്ട് എന്താണ് അതിൽ ഫോക്കസ്ഡ് ആവാണ്. ഇപ്പോൾ പള്ളി പോയി കഴിഞ്ഞാൽ നമ്മൾ നിസ്കരിക്കണം സമയത്ത് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം, അമ്പലത്തിൽ പോകുമ്പോൾ ആ ഒരു വിഗ്രഹത്തിന് ഫോക്കസ് ചെയ്യണം. ഇതൊരു കോൺസെൻട്രേഷൻ സംഭവമാണ് മെയിനായിട്ട്. സയന്റിഫിക്കലി അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് പോകുന്നില്ല, നേരത്തെ കോൺട്രവേഷൻ. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് എത്തിസ്റ്റാണ് അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസമല്ല, പ്രശ്നമല്ല, എന്ത് ഇന്നെ ചെയ്യണം കേട്ടോ. രണ്ടാമത്തെ ഫിസിക്കലി പറഞ്ഞാൽ ഞാൻ 100 ഡേയ്സ് വർക്കൗട്ട് ചെയ്യണം. 100 ഡേയ്സും കമ്പൾസറി വർക്കൗട്ട് ചെയ്യണം. ഇതിനൊക്കെ പോയിന്റുകളാണ്, ഇത് നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് ആളുകളെ. ഇതിനൊക്കെ പറ്റുന്നവരെ ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ. 100 ഡേയ്സ് വർക്കൗട്ട് ചെയ്ത് മസിൽ ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞത്, കാർഡിയോയിൽ ചെയ്താൽ മതി. അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സെങ്കിലും വാക്കിനെങ്കിലും എന്ത് ചെയ്യണം. കാരണം നമുക്ക് ഇത് സയൻറ്റിഫിക്കലി പറഞ്ഞാൽ നമ്മൾ സ്ട്രെസ് റിലീഫോ നമ്മുടെ തോട്ട് മൈൻഡ് ക്ലിയർ ആവുന്ന വാക്കിങ്ങിന് അല്ലെങ്കിൽ വാക്കിംഗ് നല്ല കലോറി വേണമാകുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യണം. പിന്നെ ഇൻ്റലക്ച്വൽ കേസ് സ്റ്റഡീസ് ഒരുപാട് കൊടുക്കുന്നുണ്ട്. കേസ് സ്റ്റഡീസ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെച്ചെങ്കിൽ ഒരു 100 ദിവസം ഇപ്പോൾ ആറ്റോമിക് ഹാബിറ്റ്സിൽ പറഞ്ഞ പോലെ തന്നെ 1% ബെറ്റർ ആവാൻ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ 100 ദിവസം കൊണ്ട് അയാൾ 100% ബെറ്ററാണ്. മനസ്സിലായില്ലേ? ഒന്നാം ദിവസം നമ്മൾ പറഞ്ഞ പോലെ ABCD, നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞ പോലെ ഒന്നാം ദിവസം ABCD മതി, ചെറിയ സ്റ്റെപ്പ് എടുക്ക്. രണ്ടാം സ്റ്റെപ്പ്, മൂന്നാം സ്റ്റെപ്പ്, അങ്ങനെ സ്റ്റെപ്പ് എടുത്ത് ഇത് നമ്മളെ കൺവെൻഷൻ എഡ്യൂക്കേഷൻ മൊത്തം ബ്രേക്ക് ചെയ്യുന്ന രീതിക്ക് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൺവെൻഷൻ എഡ്യൂക്കേഷനും ഇതും തമ്മിലൊരു ബന്ധമില്ല. നമ്മൾ മൊത്തം പ്രാക്ടിക്കലി കൊടുക്കുക. അത് നമ്മൾക്ക് വരുന്ന കുട്ടികളും 20 എബോള കുട്ടികളാണ്. 20 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രം അഡ്മിഷൻ കൊടുക്കുന്നുള്ളൂ. അവർ മനസ്സിലാക്കി ഞാൻ 10-12 വർഷം പഠിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവില്ലേ, അവർക്ക് മാത്രം അഡ്മിഷൻ കൊടുക്കുന്നുള്ളൂ. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടൊക്കെ അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കി ജോലി കിട്ടുന്നില്ല, ആ റിയലൈസേഷൻ വരുമല്ലോ, അയ്യോ എനിക്ക് ഇതിൻ്റെ കാര്യം നടക്കില്ല. അപ്പോൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ അവർക്ക് ഒന്നുകൂടി എന്തുണ്ടാവും, വേണമെന്നുള്ളൊരു തോന്നലൂടിയും വരും. പിന്നെ എന്താ വെച്ചെങ്കിൽ പ്ലേസ്മെൻറ്റ് ഞങ്ങൾ കൊടുക്കണം. എങ്ങനെയാ വെച്ചെങ്കിൽ പ്ലേസ്മെൻറ്റ് ഞങ്ങൾ ഒരു സാധാരണ കമ്പനികൾ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ ഒരു കമ്പനി വരും, ഒരു 50 പേരുണ്ടെങ്കിൽ 50 പേരിലെ ബെസ്റ്റ് 5 ആൾ എടുത്തിട്ട് പോകും. ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ മുമ്പിലൊരു കുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പാഷനും സ്ട്രെങ്ത്തും ഇൻട്രസ്റ്റും ക്വാളിഫിക്കേഷനും നോക്കിയിട്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിക്കൊരു ജോലി ഉണ്ടാവും. ഇപ്പം എനിക്ക് പറ്റും പറഞ്ഞൊരു ജോലി വെച്ചെങ്കിൽ അതിൽ കമ്പനിയുടെ ഒരു മാനേജർ ആക്കാൻ എക്സാമ്പിൾ ഇപ്പം എൻ്റെ ക്വാളിറ്റിൻ്റെ എക്സ്പീരിയൻസ് ആ മാനേജർ ജോലിയിലേക്ക് എത്താന്നുള്ള കാര്യം. പക്ഷേ ആ കുട്ടിക്ക് എത്താതിരിക്കാൻ ഒരുപാട് റീസൺ ഉണ്ടാവും. അവനക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് അവൻ്റെ ക്വാളിഫിക്കേഷൻ എനിക്ക് ആ ജോലി അതായത് നമ്മളെല്ലാ ജോബിനും എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും ഉണ്ടാവും. ഏതൊരു ജോലി കമ്പനി അനൗൺസ് ചെയ്ത് കഴിഞ്ഞാലും എന്തൊക്കെ ജോലി ചെയ്യണം, അതിന് വേണ്ട ക്വാളിറ്റികൾ എന്താ, ഈ രണ്ട് ഇത് സംഭവം കൊടുത്തിട്ടുണ്ടാവും. ഇതാ കുട്ടി മാച്ച് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവൻ എത്തുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാക്കാരം, ചിലപ്പോൾ GD ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാക്കാരം, അങ്ങനെ പല റീസൺ ആക്കാരം. അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ടാക്കാരം, റെഫർ ഇല്ലാത്തതുകൊണ്ടാക്കാരം. ഈ പ്രോബ്ലങ്ങൾ എഡെക്സ് അഡ്രസ് ചെയ്യുന്നത്. അവനവിടെ എത്തിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. അതായത് ഇത് വിചാരിക്കും ഇത് എങ്ങനെ പോസിബിൾ ആണെന്നൊരു തോന്നലുണ്ട്. 100 ദിവസം ഞങ്ങളെ കയ്യിൽ കിട്ടണേ. ഞാൻ പറഞ്ഞു നേരത്തെ 100 ദിവസത്തെ പ്രോഗ്രാം, 100 ദിവസം ലീവില്ല, ലീവില്ല, 100 ദിവസം സ്ട്രെച്ച് പ്രോഗ്രാമാ. അതിൽ സൺഡേ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരേണ്ട ആവശ്യമില്ല. സൺഡേ അവർ ചെയ്യേണ്ടത് മാർക്കറ്റിൽ പോകണം. അതായത് 14 റിയൽ ലൈഫ് ബിസിനസ് പ്രോജക്റ്റ് അവർ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പച്ചക്കറി കടയിൽ പോകേണ്ടി വരും. എക്സാമ്പിൾ ഒരു ബിസിനസ് പച്ചക്കറി ആണെങ്കിൽ ചെറിയ പെട്ടി ഷോപ്പാക്കാരും പച്ചക്കറി വെച്ചെങ്കിൽ അവിടെ പോയി നിന്നിട്ട് വർക്ക് ചെയ്യണം. ഇപ്പോൾ ആൾക്കാർക്ക് പുറത്തൊന്നും ചെയ്യാമല്ലോ അല്ലേ? പുറത്ത് പോയിട്ട് ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യുക, പച്ചക്കറി കടയിൽ പോയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക, അവിടെ സംസാരിക്കുക, നമുക്ക് നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ആണെന്നുള്ളത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം ഞങ്ങളെ കുട്ടീനെ ഞങ്ങൾ വിടുമ്പോൾ അവനോട് പറഞ്ഞതെന്നറിയോ, ഞങ്ങൾ വെറുതെ വിടല്ല, അവനോട് പോയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 ഹവേഴ്സിൽ അവിടെ സ്പെൻഡ് ചെയ്യണം. സൺഡേ മൊത്തം സ്പെൻഡ് ചെയ്യണം, കാരണം നമുക്ക് ഫാമിലി ടൈം വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ വേണമല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 3 ഹവേഴ്സ് അവിടെ സ്പെൻഡ് ചെയ്യണം. ഈ സ്പെൻഡ് ചെയ്യുന്നത് ഉള്ളിൽ തക്കാളി എടുക്കണമെങ്കിൽ എടുക്കണം, ചിലപ്പോൾ അവിടെ ലോഡ് എടുക്കണമെങ്കിൽ എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ആ ഒരു ബിസിനസ് കുറിച്ച് പഠിക്കണം, കാരണം അവിടെ മണി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ മണി ജനറേറ്റ് ചെയ്യുന്ന ഫിനാൻസിനെ കുറിച്ചിട്ട് ചിലപ്പോൾ ആൾക്ക് അറിയുന്നുണ്ടാവില്ല, എങ്ങനെ എക്സ്പെൻസിങ് എന്നുള്ള ആൾക്ക് അറിയുന്നുണ്ടാവില്ല, ചിലപ്പോൾ ആൾക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവില്ല, ചിലർക്ക് എന്തെങ്കിലും ഓപ്പറേഷനെ കുറിച്ചിട്ട് HR ഒന്നും ആൾക്ക് അറിയുന്നുണ്ട്, പക്ഷേ ബിസിനസ് നടക്കുന്നുണ്ടാവും. നമ്മുടെ നാട്ടിലത്തെ നമ്മൾ ഈ അങ്ങാടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാലും 90% ആളുകളും MBA പഠിച്ചിട്ട് നല്ല ബിസിനസ് ചെയ്യണേ, ബിസിനസിൻ്റെ ലോ പഠിച്ചിട്ട് നല്ല ബിസിനസ് ചെയ്യണം, പക്ഷെ അവർ മേക്കിംഗ് പ്രോഫിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളെല്ലാ കടയിലും UPI ആണ്, എല്ലാ കടയിലും Google Pay ഒക്കെ ഉണ്ട്. ആ Google Payനെ നേരെ അടുത്ത് എന്ത് ചെയ്യുക, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ QR സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് പച്ചക്കറിയുടെ ആണെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ഇതിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ, ഞങ്ങൾ നല്ല നാടൻ കോല വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, എക്സാമ്പിൾ നാടൻ കോലയിലിടാം. അപ്പോൾ 50 പേര് ഗ്രൂപ്പിലുണ്ട്, നാടൻ കോല വന്ന് കിലോ 10 റുപ്യ, ഒരാളൊന്നും മേടിച്ചാൽ കച്ചവടം കൂടിയില്ലേ?
ഇതൊരു തോട്ടാണ്. ഈ തോട്ട് കുട്ടികൾ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഞാൻ പറഞ്ഞ മാത്രമല്ല, ഇതുപോലത്തെ നല്ല നല്ല ഐഡിയാസ് എന്ത് ചെയ്യുക കുട്ടികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഈ 14 ബിസിനസ് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കെന്ന് അറിയോ, അവർ നാളെ പച്ചക്കറിയുടെ മുന്നിൽ ഒരു ഐഡിയ കിട്ടും. പച്ചക്കറി രാവിലെ എത്ര മണിക്ക് വരും, ഇന്ന സാധനങ്ങളാണ്. ഇപ്പോൾ നാളെ റെസ്റ്റോറൻറ്റിൽ ഇത് പോയി നിൽക്കുമ്പോൾ എനിക്ക് ഐഡിയ കിട്ടും. ശരിക്കും കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ചിന്ത വരിക എന്നുള്ളത് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ ഇങ്ങനെ കച്ചവടം, ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഈ കച്ചവടം എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഇതിലിപ്പോൾ അവിടെ ഉണ്ടാവുക എന്നുള്ള ആ ചിന്ത വരുന്നത് തന്നെ ഭയങ്കര മാറ്റം അത് വരുത്തില്ല. ഭയങ്കര നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാൾ ഇറങ്ങുന്ന സമയത്ത് അപ്പോൾ എനിക്ക് ബാക്കിയുള്ള ഡ്രഗ്സോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള സെക്ഷൽ കാര്യങ്ങളോ ഈ തോട്ടിൻ്റെ കൂടെ തന്നെ ഈ കാര്യം വരുമ്പോൾ എന്നറിയോ എനിക്കൊന്നും ഗ്രോത്ത് മൈൻഡ് സെറ്റ് വരും. ഡിസ്ട്രാക്ഷൻ കുറയുമ്പോൾ ഇപ്പം നമ്മൾ മൈൻഡ്ലി ഇപ്പോൾ നമ്മൾ എന്താ ഒരു പ്രൊഡക്ടിവിറ്റി, ഈ സക്സസ് എന്നുള്ള തന്നെ പലർക്കും പലതാട്ടോ. ഇപ്പം എൻ്റെ സക്സസ് ആവില്ല, നിങ്ങളത് പലതുണ്ടാവും. പക്ഷേ ഈ ഒരു അതിലേക്ക് ഒരു ബ്രിഡ്ജ് കിട്ടും ഈ ഒരു തോട്ട് വരുമ്പോൾ. ഇപ്പോൾ തോന്നുകയാണ് ഈ പച്ചക്കറി ബിസിനസ് നല്ല ഐഡിയ ആണ്, ഇതിപ്പോൾ ബിസിനസ് കുറിച്ച് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നാളെ ഫിഷിൻ്റെ ഷോപ്പ് പോയി ഫിഷിൻ്റെ പരിപാടി കൊള്ളാട്ടോ, അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു, അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മേ ബി അവന് അതിലായിക്കോട്ടെ, അതായത് ചിലപ്പോൾ അതിലാക്കാരും സക്സസ്ഫുൾ ആവുണ്ടാവുക. പിന്നെ നമുക്ക് ഈ 14 ബിസിനസ് പ്രോജക്ട്സ് പോലെ തന്നെ ഞങ്ങൾക്ക് ഒരു 14 എക്സ്പെർട്ട് ടോക്സ് ഉണ്ട്. 14 എക്സ്പെർട്ട് ടോക്സിൽ എന്താ ചെയ്യണം അറിയോ, എല്ലാ വീക്കിലും ഒരു സക്സസ്ഫുൾ അല്ലെങ്കിൽ ഒരു ഗ്രോത്തഡ് ആയിട്ടുള്ള ഒരു എക്സ്പെർട്ട് വന്നിട്ട് ക്ലാസ് എടുക്കും. നമ്മൾ എക്സ്പെർട്ടിൽ നിന്ന് നമ്മൾ അഡ്വൈസ് കേൾക്കണം, നമ്മളെ നോളജുള്ള ആളുകൾ നമ്മൾ പറഞ്ഞ് കേൾക്കണം. കാരണം നമ്മൾക്ക് ആ മിസ്റ്റേക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ ഒരാൾ ചെയ്തൊരു മിസ്റ്റേക്ക്, ഇത് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യം പറയുന്നത്, ഞാൻ വെറുതെ പറഞ്ഞല്ല. ഇതിലെങ്ങനെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞുതരാം. ഒരു ഡോക്ടർ വന്നിട്ട് ഞങ്ങൾ ക്ലാസ് കൊടുക്കുന്നത്, ഈ ഡോക്ടർ എന്താ പറഞ്ഞു കൊടുക്കണം അറിയോ, നമ്മുടെ ബോഡി എങ്ങനെയാണ് ഫംഗ്ഷനിങ് ആവുന്നത്, എന്തൊക്കെ മൂലകങ്ങളാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ വയറ് ചാടൽ ഫാറ്റ് വരാനുള്ള മെറ്റബോളിസത്തിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ്, നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക്, ഇതിനെക്കുറിച്ചിട്ടൊരു ഡോക്ടർ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. അടുത്ത പ്രാവശ്യം മോൻ ആ രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും അത് ഇന്നതാണെന്നുള്ളത്. ഒരു 3 hours അടുത്ത് ക്ലാസ് കൊടുക്കുമ്പോൾ ഞാൻ ഒരു അഡ്വക്കേറ്റ് ഒന്നും കണ്ട് ഒരു കേസ് വന്നാൽ എന്ത് ചെയ്യണം ഫസ്റ്റ്, അല്ലെങ്കിൽ കേസ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു കമ്പനി ലീഗലി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, മനസ്സിലായില്ലേ? ഒരു മാർക്കറ്റിംഗ് മാനേജർ ഒന്നും കണ്ട് എങ്ങനെയാണ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് റൺ ചെയ്യേണ്ടത്. ബുക്കിൽ മാർക്കറ്റിംഗ് മാനേജർ പഠിച്ചിട്ടുണ്ടാവും, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു മാർക്കറ്റിംഗ് റിയൽ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, ഒരു ഓൺടർപ്രണർ വന്നിട്ട് ക്ലാസ് എടുക്കും. എങ്ങനെയാണ് ഓൺടർപ്രണറിൽ എന്തൊക്കെ ഫേസുകളാണ് ചെയ്തത്, എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് പിച്ചിങ് ചെയ്തത്, എന്താണ് കമ്പനിയുടെ വാല്യൂഷൻ എങ്ങനെ കൂട്ടി, ഈ സാധനം ആ സാധനം കൊടുക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ എന്താണ് വേറെ ഏതൊക്കെ ഇതാണ് സ്കിൽസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട്? കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ഇപ്പൊ നമ്മള് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണെന്നറിയോ, അത് ഗ്രൗണ്ടിൽ കളിക്കാനുള്ള കാര്യങ്ങളാണ്. അതിന് നിങ്ങൾക്ക് ഇത് പറയട്ടെ, ഞാൻ എന്താ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും പറഞ്ഞാല് എനിക്ക് തോന്നിയിട്ടില്ല, ചെറിയ ചെറിയ ഡിസിഷൻസ് എടുത്തിട്ട് നമ്മളതിങ്ങനെ ഓക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ സ്കില്ല് അങ്ങനെ ഡെവലപ്പ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നടക്കും. ഇതിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ മോഡേൺ MBA കോളേജുകളുണ്ട്. മോഡേൺ വെച്ചെങ്കിൽ ഇന്ത്യയിലും അല്ലെങ്കിൽ ഇൻ്റർനാഷണലിലൊക്കെ ബെസ്റ്റായിട്ട് നിൽക്കുന്ന MBA കോളേജ് ഇവർ കൊടുക്കുന്ന എങ്ങനെ അറിയാം, ഈ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കേസ് സ്റ്റഡീസ് കൊടുക്കും. മാരുതി 1900 സംതിങ്ങിൽ ഇവിടെ വന്നു, ഇന്ത്യയുമായിട്ട് അലൈൻ ചെയ്തു, ഇന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ക്രൈസിസ് വന്നു, ഇന്ന സൊല്യൂഷൻ കാട്ടി. അപ്പോൾ ഇങ്ങനത്തെ ഇത്രത്തോളം ഒരു 100 കേസ് സ്റ്റഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 100 ബിസിനസ് കേസ് സ്റ്റഡീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ കുട്ടിക്ക് അവന് ഇന്നൊരു പ്രശ്നം വന്നോ മാലേക്കും, ഇന്ന കമ്പനി ഇന്നേക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന കോണ്ടെക്സ്റ്റ് ഇങ്ങനെയാണ്. ഇപ്പം നമ്മുടെ യൂട്യൂബിൽ ഭയങ്കര ഒരു വീഡിയോ ഉണ്ട്, ഭയങ്കര ഹാർവാർഡ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു വീഡിയോ. അതിൽ കൊടുക്കണം, ഹാർവാർഡാണ്, എനിക്ക് അത് ബി സ്കൂളിൽ എനിക്ക് ഓർമ്മയില്ല, ഇൻ്റർനാഷണലായിട്ട് റെക്കഗ്നൈസ്ഡ് ബി സ്കൂളാണ്. അവിടുത്തെ കേസ് സ്റ്റഡി എന്താണെന്നറിയോ, ഒരു എന്താ പറയുക മൈനിങ്ങിൽ കമ്പനി $millions മേക്ക് ചെയ്യുന്നുണ്ട്. അത്രയും കമ്പനി ഭയങ്കര പ്രോഫിറ്റബിൾ ഉണ്ടാക്കുന്നുണ്ട് ആ മൈനിങ് നിന്ന്. പക്ഷെ ഓരോ വർഷം എന്ത് ചെയ്യുന്നുണ്ട്, അല്ലല്ല മൈനിങ് മറ്റേ എന്താ പറയുക ഗോൾഡോ മെറ്റലോ എന്നിട്ട് മൈൻ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അത് മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. കമ്പനി കോടിക്കണക്കിന് മില്യൺസ് എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പക്ഷെ ഓരോ വർഷം ഇത്രത്തോളം എംപ്ലോയീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് മരിക്കുന്നുണ്ട്. കമ്പനി എന്താ ചെയ്യേണ്ടത്, കമ്പനി എംപ്ലോയീസിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് മൈനിങ് സ്റ്റോപ്പ് ചെയ്യണോ, അതോ കമ്പനി ബിസിനസ് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ഇട്ടാൻ വേണ്ടി കമ്പനി റൺ ചെയ്യണോ, കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുക. കുട്ടികൾക്ക് ഈ തോട്ട് ഇട്ട് കൊടുക്കുകയാണ്, എന്ത് ചെയ്യും. അപ്പോൾ അവിടെ ഇരിക്കുന്ന കുട്ടികൾ പലർക്കും 50 അഭിപ്രായം പറയണത്. പലരും ബിസിനസ് മൈനിങ് സ്റ്റോപ്പ് ചെയ്യുന്നു വേണ്ട, നമുക്ക് എന്ത് ചെയ്യണം, എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുത്തിട്ട് ഒന്നുകൂടി ബൂസ്റ്റ് ആക്കി കൊണ്ടുവരാം. ഇത് ഡിസിഷനാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അതായത് അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള സ്പേസ് കൊടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഫാമിലിയുടെ കേസ് വരികയാണെന്നുണ്ടെങ്കിലും ഇത് എന്താ വെച്ചാലേ ഇപ്പം നമ്മളുടെ മെനു, നമ്മൾ ഹോട്ടലിലുള്ള മെനു വെച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ നമുക്ക് മുന്നിലുള്ള ഓപ്ഷൻ വെച്ച് നോക്കിയാൽ, ഇപ്പോൾ ഒരു ഷൂസ് എടുക്കുകയാണ്, നമ്മൾ ഒരു ഷൂസ് എടുക്കണമെങ്കിൽ വരെ നമ്മളെ മുന്നിൽ അത്രയും ഓപ്ഷനാണ്. അതിൽ നിന്നൊന്ന് ചൂസ് ചെയ്യാൻ വരെ നമുക്ക് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണത് ഡിസിഷൻ മേക്കിംഗ്.
ഇനിയുള്ള കാലത്ത് ഡിസിഷൻ എടുക്കണമെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർ എടുക്കാന്നറിയോ? ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് ആണ് വേണ്ടത്. വെറും ഡിസിഷൻ എടുത്ത പോലെയുള്ള ഇനിയുള്ള കാലത്ത് 2025 മുതൽ എന്താണെന്ന് വെച്ചെങ്കിൽ വെറുതെ ഡിസിഷൻ എടുക്കുക. ഡിസിഷൻ എടുക്കുമ്പോൾ എന്തുകൊണ്ട് ഡിസിഷൻ എടുത്താൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതായത് ഡാറ്റ നോക്കിയിട്ടാണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തരാം. ഇപ്പം നമ്മളൊരു ഷൂ എടുക്കുമ്പോൾ നമ്മൾ പണ്ട് കളർ നോക്കിയിട്ട് എടുത്തിരുന്നു, സൈസ് വെറുതെ ഫോട്ടോ ആണ് എടുത്തിരുന്നു. ഇപ്പോൾ ആളുകൾ ഒന്നുകൂടി മാറി, ഒന്ന് റിവ്യൂ നോക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഏത് വർഷമാണ് അതിന് സംഭവം, അതിൻ്റെ മെറ്റീരിയൽ, ഈ ഒരു ഡാറ്റ നോക്കിയിട്ട് ഡിഷ് എടുക്കാൻ തുടങ്ങി. ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ഇപ്പോൾ കമ്പനികൾ ഡാറ്റ കൊണ്ടിങ്ങാണ്ട് മില്യൺസ് ഡോളേഴ്സ് പൊട്ടിക്കണതെന്നറിയോ? ഇപ്പോൾ നമുക്കിപ്പോൾ GPS എക്സാമ്പിൾ, ഈ GPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ പൊസിഷൻ സംഭവമാണ്, സിസ്റ്റമാണ്. ഇത് USA സംഭവം വരുന്നു. ഇത് നമുക്ക് ഫ്രീ ആണ്. ഇപ്പോഴും ഇത്രയും അടിപൊളി സോഫ്റ്റ് സാധനം നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നവർ. ഒരു ആഡോ കാര്യങ്ങളൊന്നുമില്ല. യൂട്യൂബിലൊക്കെ ആഡ് ഉണ്ട്, ബാക്കിലൊക്കെ ഇടുന്നുണ്ട്. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നത്. പക്ഷെ ഇവരെന്താ ചെയ്യണത്? നമ്മൾ ഡാറ്റ എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ചെറുപ്പശ്ശേരി പോകുമ്പോൾ നമ്മൾ ഈ ഏരിയയിൽ ആർക്കുണ്ടെന്നുള്ളത് ഇവിടെ ആഡ് ഇടണമെങ്കിൽ, മെറ്റിൽ ആടണമെങ്കിൽ GPS ഡാറ്റ എടുത്തിട്ടാണ് ആഡ് ഉണ്ട്. മനസ്സിലായി? ഇപ്പം ഇനി ഇപ്പം മെറ്റയ്ക്ക് ഒരു ആഡ് ഇടണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനെ ആഡ് ഇടണമെന്നുണ്ടെങ്കിൽ അവൻ ഡാറ്റ നോക്കിയിട്ടാണ് ആഡ് ഉണ്ട്. ഇനിയുള്ള ഡിസിഷൻസ് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് ആവണം. വെറുതെ ഡിസിഷൻ എടുക്കരുത്. ഇപ്പോൾ ഒരു കോളേജിൽ പോകണം, ഒരു എക്സാമ്പിൾ, ഒരു കോളേജ് പോകണമെന്നുണ്ടെങ്കിലും അവൻ ഡാറ്റ നോക്കണം. ആ കോളേജിൽ എത്ര പേര് പ്ലേസ്ഡായി, എത്രയാണ് അവിടുത്തെ സ്റ്റുഡൻറ്റ് വിന്നിങ് റേഷ്യോ, സക്സസ് റേഷ്യോ എത്രയാണ്, അല്ലെങ്കിൽ ഫാക്കൽറ്റീസിൻ്റെ. ചില സമയത്ത് നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ലെങ്കിലോ, ക്വിക്കായിട്ട് എടുക്കേണ്ട ഡിസിഷൻ ആണെങ്കിലോ, ക്വിക്കായിട്ട് ഡിസിഷൻ. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്നറിയോ, നമുക്ക് ആ ഈ ചില ഡിസിഷൻസ് നിങ്ങൾ പറഞ്ഞ പോലെ ലെങ്തിയുള്ള ക്വിക്കായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ലോജിക്കലി നമ്മൾ ചിന്തിച്ചാൽ ക്വിക്കായിട്ടാണ് നമുക്ക് ഈ ഒരു അനാലിസിസിലൂടെ പോകണം എന്ന് ഞാൻ പറയാം. ഇപ്പം നമുക്ക് പെട്ടെന്ന് ചായ, ഇപ്പം ഞാൻ ഇപ്പോൾ വരുമ്പോൾ നമ്മൾ ആ ചായക്കട കയറി, ചായ പല ചായയാണ്, ഏതാ വേണ്ടതെന്ന് വെച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കണം അവിടെ. പക്ഷെ ഞാൻ നോക്കിയത് എനിക്ക് വേണ്ടത് ഒരു ആ സംഭവം ഉണ്ടല്ലോ, ഞാൻ അവിടെ അനലൈസ് ചെയ്തത് എനിക്ക് ഇന്ന ചായ ഇങ്ങനെയുള്ള ഇത് മിനിറ്റിൽ അല്ലെങ്കിൽ 11 ടീമായി. ഇത് ഡിസിഷൻ എടുത്ത സംഭവം സിമ്പിളാണ്. ഇപ്പം നമ്മളൊരു അങ്ങാടിയുടെ ഒരു റെസ്റ്റോറൻറ്റ് കാരണം നമ്മൾ ഈ ഡിസിഷൻ എടുക്കുമ്പോൾ സംഭവം സിമ്പിൾ ഡിസിഷൻ നോക്കും. പക്ഷെ നമ്മൾ ആ ഡാറ്റ നോക്കണം എന്ന് പറയാം നമ്മൾ. അതായത് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഒന്ന് നമ്മൾ അതൊന്നും നോക്കാതെ പർച്ചേസ് ചെയ്യുക, നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ഈ നോക്കാതെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനുള്ള വിൻ ചെയ്യാനുള്ളതും ലോസ് ചെയ്യാനുള്ള ചാൻസും പ്രോബിലിറ്റി ഒരേപോലെയാണ്. പക്ഷെ നോക്കിയെടുക്കുമ്പോൾ ചില വിൻ ചെയ്യാനുള്ള പേഴ്സൺ തുള്ളി കൂടുതലാക്കാരം, ചെറിയൊരു പെർസെൻറ്റേജ്. ഇപ്പം നമ്മൾ പഠിച്ചിട്ട് ബിസിനസ് ചെയ്യണവരും പഠിച്ചാതെ ബിസിനസ് ചെയ്യണവരുടെ കേസും പറഞ്ഞ പോലെ തന്നെ പഠിച്ചിട്ട് ബിസിനസ് ചെയ്യണവനും പഠിക്കാതെ ബിസിനസ് ചെയ്തവനും ഫെയിൽ ആവാനുള്ള ചാൻസ് ഒരേപോലെയാണ്. പഠിച്ചവനും ഫെയിൽ ആവും, പഠിക്കാത്തവനും ഫെയിൽ ആവും. അതായത് പഠിക്കാൻ, അപ്പോൾ ജയിക്കാനുള്ളൊരു ചെറിയൊരു പോസിബിലിറ്റി പഠിച്ചവനെന്തുണ്ടാവും, കൂടുതലുണ്ടാവും. ഇതേപോലെ തന്നെ നമ്മൾ ഈ ഡാറ്റ ഡ്രിവൺ എന്ന് ഉദ്ദേശിക്കണം എന്താ അറിയോ? ഒരു സാധനം പഠിച്ചിട്ട് ഓർഡർ ചെയ്യുക, പഠിച്ചിട്ട് പർച്ചേസ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത്. പ്യൂർലി സിമ്പിളായിട്ടാണ് ആ സാധനത്തെ കുറിച്ച് എന്ത് തോന്നുന്നു, ബേസിക് ഒന്ന് പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക. പേഴ്സണൽ ലൈഫിലും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലല്ലേ. പിന്നെ ഇപ്പം നമ്മളൊരു ഇപ്പോൾ സിമ്പിൾ ഇട്ടർനെറ്റാണ്, നമുക്ക് വളരെ സിമ്പിളായി തോന്നുന്ന കാര്യം കല്യാണം. സിമ്പിൾ എന്നല്ല, കല്യാണം നമ്മൾ നോക്കണം. ഇപ്പം ഞാൻ നേരത്തെ നമ്മൾ പേഴ്സണലി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പാർട്ണർ ആയിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ ഏതൊരു കാര്യം ഈ ഒരു അനാലിസിസ് സാധനങ്ങൾ വേണമെന്ന് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ പറയും അതങ്ങനെ നോക്കിയിട്ട് കാര്യമുണ്ടോ, നമ്മൾ നോക്കണം എന്ന് ഞാൻ പറയാം. കാരണം ഡാറ്റ വെച്ച് ഇപ്പം എല്ലാവരും ഡാറ്റ വെച്ചെങ്കിൽ ടേബിളൊക്കെ ഇട്ട് അനലൈസ് ചെയ്ത് അങ്ങനെയല്ല ഉദ്ദേശിക്കണം കേട്ടോ. ഒരു സംഭവം ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അങ്ങാടി പോയി ഒരു ഫുഡിൻ്റെ നമുക്ക് നോക്കിക്കൂടെ, ഫുഡ് എവിടെയാണ് ക്വാളിറ്റി, ഹൈജീനിക്, ഇതൊരു ഡാറ്റയാണ്. ആളുകൾ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല, ഇതൊരു ഡാറ്റ എന്ന ഉദ്ദേശം എന്താ, ഒരു ഇൻഫർമേഷൻ, പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. അത് നോക്കി ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അതെ. പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മൾ ഇത് പറഞ്ഞു, മെന്റൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഈ ഡാറ്റ എന്ന് പറഞ്ഞല്ലോ, അതൊക്കെ ഏകദേശം സിമ്പിളായിട്ട് തന്നെ തിങ്ക് ചെയ്യണം. ഒരു സാധനം കാണുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരുത്തിന് ഇപ്പോൾ ഈ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ അങ്ങാടി കൂടി പോകുമ്പോൾ അവരെങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് ആലോചിക്കും. ഈ സാധനം വരുന്നവനിക്കുള്ളൂ എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ, ഓനിക്കൊരു ആ ഒരു തിങ്കിങ്, അത് ക്രിട്ടിക്കൽ ഒരു തിങ്കിങ്ങിനെ കുറിച്ച് പറയാം. ചിന്തിച്ചോനെ ദൃഷ്ടാന്തമുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ, ആ സംഭവം നമ്മുടെ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഒരു ബിസിനസ് ഐഡിയ കിട്ടിയതിന് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. ഒരു സ്റ്റോറി ഉണ്ട്, പണ്ട് കേട്ടതാണ്, അതിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഒരു തമിഴ്നാട് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പണ്ട് കാലത്ത് കുറേ കാലം മുമ്പാണ് പ്രൊഫസർ ക്ലാസ് എടുക്കുകയാണ്. എന്തിനെ കുറിച്ചിട്ട് അറിയാം, മൊബൈലിനെ കുറിച്ചിട്ട്. മൊബൈലിനെ കുറിച്ച് GSM ആണ് മൊബൈൽ ഇൻബിൽഡ് ആയിട്ട് സിമ്മാണ്. അപ്പോൾ ആൾ പറഞ്ഞു ഇനിയുള്ള കാലത്ത് എന്ത് വരും, സിമ്മ് എന്ന് പറഞ്ഞൊരു സാധനം വരും. സിമ്മ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷിപ്പ് പോലെയാണ്, അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, അങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പയ്യൻ ചോദിച്ചു ക്ലാസ്സിൽ, തമിഴ്നാടുള്ള അപ്പോൾ ചെക്കൻ ചോദിച്ചു ഡബിൾ സിം ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു. ക്ലാസ്സിലെ കുട്ടികൾ മൊത്തം ചിരിച്ചു, പ്രൊഫസറും ചിരിച്ചു. ഡബിൾ സിം ചോദിച്ചിട്ട് ഓനെ വിട്ടില്ല. ഓനെ കുറിച്ച് ചിന്തിച്ചു, അതിൻ്റെ പാറ്റിൻ്റെ പോൻ്റെ പേരിലുണ്ട്.
ഓൻ തന്നെ കണ്ടുപിടിച്ചില്ലേ? ഓൻ്റെ പേരിലാണ് ആ ഐഡിയ. ഇപ്പോൾ എന്നിട്ട് ഒരു കുറേ വർഷം മുമ്പ് മദ്രാസിലെ കോർട്ടിലെ കേസ് ഉണ്ടായിരുന്നു. വേറെ ഇപ്പോൾ എൻ്റെ അറിവ് പ്രകാരം ശരിയാണെന്ന് എനിക്കറിയില്ല, കുറേയൊക്കെ ഇപ്പോൾ ഏതൊരു കമ്പനി അപ്പോൾ ഐഡിയ ഓൻ്റെ തവണ തന്നെ വേറെ ഏത് കമ്പനി ഇപ്പോൾ ആപ്പിൾ ആയിക്കോട്ടെ സാംസങ് ഡബിൾ സിം ഉണ്ടെങ്കിൽ ഇവൻ്റെ എന്ത് വേണം? അവന്റെ പാറ്റന്റ് മനസ്സിലായോ? അപ്പോൾ ബാക്കി എല്ലാവരും ചിരിച്ചു ക്ലാസ്സിലെ കുട്ടികൾ. ശിവനെ ചിന്തിച്ചു. ഈ ക്രിട്ടിക്കൽ തിങ്ക് ഒരു സാധനം എടുക്കുമ്പോൾ ചിന്തിക്കുക എന്ന് പറയില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ക്ലാസ്സിൽ എടുക്കാൻ മുമ്പ് കൊടുക്കുന്നതാണ്. ഒരു പശു, ഒരു പുല്ല്, ഒരു പുലി, ഒരു കടത്തുകാരനുണ്ട്. ഈ 3 എണ്ണം ആൾക്ക് അപ്പുറത്തേക്ക് കടത്തണം. ഏതെങ്കിലും പശുവിനും പുല്ലിനും വെച്ചാൽ പശു പുല്ല് തിന്നും, അതിന് സമ്മതിക്കാൻ പറ്റില്ല, കാരണം വീട്ടിൽ കൊണ്ടേ കൊടുക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ പുല്ലിനെയും പശുവിനും ഇവിടെ വിചാരിച്ചോ, പശു എന്ത് ചെയ്യും? അല്ല, പുലി പശുവിനും തിന്നും, ഇതുമ്പോൾ സമ്മതിക്കാൻ പറ്റില്ല. ഈ 3 നമുക്ക് അപ്പുറത്തേക്ക് കടത്തണം. ഇതെങ്ങനെ കടത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ഇതിലാളുകൾ ചിന്തിക്കുമ്പോൾ ആകെ ഒരു വഴിയുള്ളൂ. അപ്പം നമ്മൾ പറയും അതിനുണ്ടോ ആകെ മുന്നിൽ. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് കടത്തുകാരൻ എന്ത് ചെയ്യണം? പശുവിനെ കൊണ്ടുപോകണം. പുലി എന്തായാലും പുല്ലൊന്നുമില്ല, പശുവിനെ കൊണ്ട് ഇറക്കിയിട്ട് എന്ത് ചെയ്യണം? തിരിച്ചു വന്നിട്ട് പുലിനെ കൊണ്ടുപോകണം. ആ ഒരു സംഭവമാണ്. അങ്ങനെ ഇതാക്കാം, അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പം എന്താ സൊല്യൂഷനായി. പക്ഷെ ഇതിങ്ങനെ ചിന്തിച്ചാൽ ഇതിന് ഉത്തരം കിട്ടുള്ളൂ. ഇതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ കാണുന്ന ഈ ക്രിട്ടിക്കൽ തിങ്കിങ് കൊണ്ടുള്ള ഉപകാരം എന്നറിയോ? നമ്മൾ ഈ സംസാരിക്കണം മൈക്ക് ഒരാൾ ചിന്തിച്ചുണ്ടാക്കിയതാ. നമ്മൾ ഈ ക്യാമറ, റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ, ഈ ലൈറ്റ്, AC, ഇതെല്ലാം എന്താണ് ആളുകൾ ചിന്തിച്ചുകൊണ്ട് കിട്ടിയതാ. ഇപ്പം നിങ്ങൾ നാളെ ഇങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ സിനിമയിൽ വന്ന ട്വിസ്റ്റുകളൊക്കെ ഒരു ചിന്തിച്ചുണ്ടാക്കുന്ന ഈ ക്രിട്ടിക്കൽ തിങ്കിങ് കൊണ്ടുള്ള ബെനിഫിറ്റ് ഒരു എംപ്ലോയിക്ക് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർക്ക് ഒന്നുകൂടി കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞുതരാം. ആരാണോ മാർക്കറ്റിൽ ഇന്നോവേഷൻ കൊണ്ടുവരുന്നത് ആൾക്കും എന്തുണ്ടാവും? ഒരു ബെനിഫിറ്റ് ആഡ് ഓൺ ആയിട്ട് കിട്ടും. അതായത് ഇനിയുള്ള കാലത്ത് ഞാൻ പറഞ്ഞുതരാം, നമ്മളിപ്പോൾ ജോബിൻ്റെ കേസ്, കുട്ടികളുടെ കേസ് പറഞ്ഞാൽ തന്നെ മാർക്കറ്റ് എന്താണ്? സാച്ചുറേറ്റഡ് ആണ്, ഒരുപാട് പ്ലേയേഴ്സാണ്. മാർക്കറ്റ് ഭയങ്കര കോമ്പറ്റീഷനാണ്. അവിടെ ആരാണോ ഒരു ചിന്തിച്ചിങ്ങാണ്ട് ഒരു ഇന്നോവേഷൻ കൊണ്ടുവരുന്നത് അവനക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ രണ്ടാളും കഫേ നടത്തുക, ഒരു എക്സാമ്പിൾ. നമ്മളാണ് കഫേ നടത്തുമ്പോൾ നമുക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് വേണം. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് എൻ്റെ കഫേയിൽ AC ഉണ്ട്, എയർ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഞാനും പറയാം എൻ്റെ കഫേയിൽ AC ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയാം എൻ്റെ കടയിൽ 50ഓളം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുണ്ട്, അപ്പോൾ ഞാൻ എൻ്റെ ഇതിലുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മറ്റെന്താ പറയുക, വൈഫൈ ഫ്രീ ഉണ്ട്, ഞാനും വൈഫൈ. ഇതൊക്കെ അഡ്വാൻറ്റേജാണ്. ആ സമയത്ത് ഒരു എക്സാമ്പിൾ ഓരോരുത്തർ ചിന്തിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് പാർക്കിംഗ് ഉണ്ട്, ആംബിഷ്യസ് ആയിട്ടുള്ള 50 കാർ വർക്ക് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ നിങ്ങളത് 10 കാറുള്ള വിചാരിച്ചോ? ഓനൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ചിന്തിച്ചിട്ടാണ് ഈ ബിസിനസ് 50 പാർക്ക് ചെയ്യാനുള്ള. അപ്പം ഞാൻ നാട്ടിലുള്ള സെയിം ബിസിനസ് ഇപ്പം തുടങ്ങി വിചാരിച്ചിട്ടോ, ചിന്തിക്കാതെ ഒരു ബിസിനസ് തുടങ്ങി വെച്ചിട്ട് ഇപ്പം സക്സസ് ആവുന്നില്ല. പക്ഷെ അവൻ ചിന്തിച്ചിട്ട് ഈ 50 ഇത്ര എന്തെങ്കിലും ഒരു ആഡ് ഓൺ സംഭവം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് നല്ല. ഇപ്പൊ ഇവിടെയൊക്കെ ചില ഹോട്ടലുകളുണ്ട്, ഒറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ, പക്ഷെ ഉള്ള പ്രൊഡക്റ്റ് അത് മതി. അങ്ങനത്തെ സാധനം അതിനിപ്പോ ഞാൻ ഇപ്പൊ കാലിക്കറ്റ് റമദാൻ ട്രെൻഡിങ് ആയാലും മറ്റേ സാധനമൊക്കെ വരിക എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പ്രൊഡക്റ്റ് മതി. പക്ഷെ അത് അങ്ങനത്തെ ഒരു സാധനമാണ്. അത് അവിടെ ഉണ്ടാക്കി വെച്ചാൽ മതിയാണ് ഇപ്പൊ വിട്ടുപോയിക്കോളൂ. അവരെ ചിന്തിക്കണ കാര്യം എന്താ അറിയോ? ചിന്തിച്ചൊരു കാര്യം വെച്ചെങ്കിൽ വൈ ഷുഡ് ഐ ബൈ എന്നൊരു സംഭവം ഉണ്ട്, വൈ ഷുഡ് ഐ കം, അല്ലെങ്കിൽ എന്തിനൊരു ഒരാളത്തേക്ക് വരണം. ഇതിന്റെ ആൻസർ ചിന്തിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഇത് ഈ ഒരു ക്രിറ്റിക്കൽ തിങ്കിങ്ങിലൂടെ. അപ്പോൾ ഞാൻ ഇതിനൊരു ആൻസർ ഇപ്പോൾ ഒരു എംപ്ലോയർ ചോദിക്കുകയാണ് ഇൻ്റർവ്യൂ വന്നിരിക്കുന്നത്, ഞാൻ എന്തിനെന്നെ ഹയർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൻ ക്രിറ്റിക്കലി ചിന്തിച്ചിട്ട് ഓൻ്റെ ഒരു അഡ്വാൻറ്റേജും കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒറ്റ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നവരല്ലേ, അത് നമുക്ക് ഈസി ആയിട്ട് വേറെ ആൾ കോപ്പി എടുക്കാൻ ചില പറ്റുന്ന കാര്യക്കാരം. പക്ഷേ ഒരു എയർലി ബെനിഫിറ്റ്സ് കിട്ടേണ്ട കൂടെ തന്നെ ഓൻ അതിൽ എന്തെങ്കിലും ഓൻ്റെ ഒരു ആഡ് ഓൺ ഉണ്ടാവില്ല, ഓൻ്റെതായ റെസിപ്പീസോ എന്തെങ്കിലും സംഭവം അതുണ്ടാവും. അപ്പം ഞാൻ ഈ ക്രിറ്റിക്കൽ തിങ്കിങ്ങിൻ്റെ കാര്യങ്ങൾ വെച്ചെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, ആക്ടിവിറ്റീസിലൂടെയും. അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, വൈ എന്നൊരു സംഭവം ഉണ്ടാവില്ലേ, ഈ വൈ എപ്പോഴും നമ്മൾ മനസ്സിൽ വേണം. എന്തുകൊണ്ട് അല്ല എന്താണ് ആ സംഭവം വന്നത് നമ്മൾ ചിന്തിക്കും. ചിന്തിച്ചിട്ട് അതിന് ഉത്തരം ഈ ഉത്തരം കണ്ടെത്തില്ലെന്നറിയോ, നമ്മൾ ഓരോ നീഡിനനുസരിച്ച് നമ്മൾ ഉത്തരം കണ്ടെത്തുക. ഇപ്പോൾ ഒരു വീട് വെക്കണം, അപ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ട, എനിക്കിപ്പോൾ എൻ്റെ നാട്ടിൽ പോകണം, എനിക്ക് ഒരുപാടുണ്ട്, എനിക്ക് മഞ്ചേരി ഇങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പെരുന്നവാണെന്ന് ഇങ്ങനെ കയറിപ്പോ അങ്ങനെ കയറിപ്പോ. ഇതൊക്കെ ഞാൻ ചിന്തിക്കുമ്പോൾ എന്ന് വെച്ചെങ്കിൽ അതാണ് ക്രിറ്റിക്കൽ തിങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഡെവലപ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ മുമ്പിൽ ഒരു സ്ട്രോങ് വൈ വന്നമായി ഓട്ടോമാറ്റിക്കലി ചിന്തിച്ചോളൂ. ഇതിനെ എക്സസൈസ് വെച്ചെങ്കിൽ പറഞ്ഞുതരാം, നമ്മൾ റിയൽ ലൈഫ് പ്രോബ്ലംസ് ഉണ്ടല്ലോ എടുക്കുക. അതായത് ഇപ്പോൾ ഒരാൾ ഫ്രണ്ടിനോട് ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഇപ്പോൾ നമുക്കൊരു ബിസിനസ് ഉണ്ട്, നമുക്ക് ബിസിനസ് ഉള്ള നമുക്ക് ഒന്നുകൂടി പറയാൻ സുഖം, അതുകൊണ്ട് പറയാം ബിസിനസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. നമുക്കിതെങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് ഇതാക്കാം. അപ്പോൾ നമ്മൾ ആലോചിക്കാൻ തുടങ്ങും. ഇപ്പോഴത്തെ പ്രശ്നം വെച്ചെങ്കിൽ ക്രിറ്റിക്കൽ തിങ്ക് നമുക്ക് ഒന്നുകൂടി ഈസിയാണ്. അപ്പോൾ ആ പ്രോംപ്റ്റ് സാധനം കൊടുത്ത് ചാച്ചിപ്പിടി ചിന്തിച്ചു തരും. പക്ഷെ ചിന്തിക്കൽ വേണം കേട്ടോ. ഇതിക്ക് പ്രാക്ടീസ് ചെയ്താൽ പറ്റുന്ന കാര്യം. അതായത് കേസ് ടു കേസ് എടുത്തിട്ട് എന്ത് ചെയ്യുക,
ചെയ്താൽ മാത്രമേ ഡെവലപ്മെൻറ്റ് ആവുള്ളൂ എന്നാണ് എനിക്ക് വിശ്വാസം. പക്ഷെ അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കി കാണേണ്ട കാര്യമൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇതാണ് ഒരു സംഭവം പറയാനുള്ളത് അതിൽ. ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ പിന്നെ വേറെ ഏതൊക്കെ സ്കിൽ നമുക്ക് പിന്നെ നമുക്ക് പറഞ്ഞാൽ ലീഡർഷിപ്പ് സ്കിൽസ് വേണം. ലീഡർഷിപ്പ്, ഈ ലീഡർഷിപ്പ് സ്കിൽസ് എന്ന് പറഞ്ഞെങ്കിൽ ചില ലീഡേഴ്സ് ബോണാണ്. ഞാൻ നിങ്ങളോട് വേറെ ചോദിക്കട്ടെ വേറൊരു കാര്യം. നമ്മളെ നാട്ടിലെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടാവും. സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സ് പൊളിറ്റിക്കലി നോക്കാം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരാണ് ആ പാർട്ടിയിലെ ഏറ്റവും നല്ല വർക്കേഴ്സ് തോന്നിയിട്ടുണ്ടോ? ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണ ഗ്രൗണ്ടിൽ അല്ല പണിയെടുക്കുന്ന ആളുകൾ ആ ലീഡേഴ്സ് ഇല്ല. ഈ ലീഡേഴ്സ് എന്ന് പറഞ്ഞ സംഭവം എന്താ അറിയോ? ഒന്നുമില്ല, അവരുടെ ആറ്റിറ്റ്യൂഡും ബാക്കിയുള്ള ഡിസിഷൻ മേക്കിങ്ങും ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാം പാടെ ഇൻ്റഗ്രേറ്റ് ആകുമ്പോഴാണ് ലീഡർഷിപ്പിൽ കമാൻഡിങ് ഈ കാര്യങ്ങൾ. ലീഡറും ബോസും തമ്മിൽ വ്യത്യാസമല്ലേ? ലീഡറും മാനേജറും വ്യത്യാസമുണ്ട്. മാനേജർ എന്ന് പറഞ്ഞാൽ ഈ ബോസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ലീഡർ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ലീഡർ എന്താ പറയുക, ഒരുമിച്ച് ലീഡ് ചെയ്യാണ് ഒരു കാര്യത്തിനെന്നുള്ള രീതിക്കാണ്. ബോസ് എന്ന് പറഞ്ഞാൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഈ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ പവർ യൂസ് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് വരുന്നുണ്ടല്ലോ ബോസ് എന്നുള്ളത്. ഇപ്പം എന്താ പറയുക, അതൊരു പണ്ടത്തെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ചില കമ്പനിയിലൊക്കെ ബോസ് ഭയങ്കര കൂളാക്കാരം, ഭയങ്കര കൂളിച്ചെങ്കിൽ ഭയങ്കരമായിട്ട് വരും. ഇതൊക്കെ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ് ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ബോസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് നമ്മളെ വീട്ടിൽ നമ്മളെ പാരൻസിൻ്റെ കേസ് പറഞ്ഞാൽ തുപ്പിയാലും അടിച്ചാലും അവിടെ നിന്നു. ഇപ്പോഴത്തെ കുട്ടികൾ നിൽക്കൂല. ഇപ്പം ആളുകൾക്ക് ബോസുമാരൊക്കെ എന്താണെന്ന് അറിയും, മാറി ലീഡേഴ്സായി. ഇപ്പം നിങ്ങൾ നോക്കിക്കൊണ്ടു മറ്റേ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള സ്റ്റാർട്ടപ്പൊക്കെ നോക്കിക്കൊണ്ടു ബോസ് എന്ന് പറഞ്ഞാൽ ആളുകളെ കൂടെ ഭയങ്കര മിങ്കിളാണ്, ഭയങ്കര കളി ചിര. കാരണം ആളുകൾക്ക് മനസ്സിലായി ഇപ്പോഴത്തെ ജെൻസി അല്ലെങ്കിൽ ഇപ്പോഴത്തെ വർക്കേഴ്സിന് മുമ്പിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വേറെ കമ്പനി നോക്കി പോകും. അത് അവർക്കെന്ന് വെച്ചെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്കില്ലുള്ളൊരുത്തനാണെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? അതായത് ആ ബോസ് ലീഡർഷിപ്പിലേക്ക് മാറി എല്ലാവരും. ഇപ്പം നമ്മൾ നോക്കിക്കോളേം. ഇപ്പോൾ നേരെ ലൈനാണത്. പവർ എന്ന് പറഞ്ഞ സാധനം വരുന്നോട് കൂടിയിട്ട് അതിൻ്റെ ഇത് മാറുകയാണ്. ഞങ്ങളൊരു കോളേജിൻ്റെ കേസ് പറഞ്ഞ കേട്ടോ. ഞങ്ങളെ കോളേജിൻ്റെ ഡയറക്ടർ മുതലാളിനെ ഞങ്ങളെല്ലാം തൊമ്മാന്ന് വിളിക്കുക. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഞങ്ങൾക്ക് കൊച്ചിയിലൊരു കോളേജുണ്ട്, കാസർഗോഡ് കോളേജ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ സ്റ്റാഫല്ല, പക്ഷേ ഞാൻ വർക്ക് ചെയ്ത കോളേജ് കൊച്ചിയിൽ, കാസർഗോഡ്, ട്രിവാൻഡ്രത്ത് 2 കോളേജ്, വളയാർ കോളേജുണ്ട്. കുട്ടികളൊക്കെ തൊമ്മാന്ന് വിളിക്കുക. മുപ്പര് ഒരു എല്ലാത്തിൻ്റെയും മുകളിലൊരാളാണ് മുപ്പര് തൊമ്മ. മൂപ്പരെ ക്യാബിന് കണ്ടെങ്കിൽ ഇതാവും. മൂപ്പരെ ക്യാബിനിൽ കുട്ടികൾ കടക്കക്കാരം ചെയ്യാം. മൂപ്പരെ ക്യാബിനിൽ എപ്പോഴും മൂപ്പര് ക്യാബിൻ്റെ പുറത്ത് നല്ല പാമ്പുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പം മറ്റേ വളർത്ത് പാമ്പ് അങ്ങനത്തെ ആ ഒരു നമുക്ക് എന്താ ഞങ്ങൾ കണക്ട് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മൂപ്പരെ ബോസാണ്, അതായത് മൂപ്പരാണ്. ആളുകൾ ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, പണ്ടത്തെ ആ ബോസി ലുക്ക് ഉണ്ടല്ലോ, അതൊക്കെ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ ആ പവർ എന്നുള്ളത് വേറെ വിഷയം. മിസ്യൂസ് ചെയ്യും ആളുകൾ. ഇപ്പോൾ ഈ ഒരു സംഭവം കിട്ടുമ്പോൾ മിസ്യൂസ് ചെയ്യും. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു കാപ്പബിലിറ്റി നമുക്ക് വേണം. ഒരു ലീഡർ എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം എന്നറിയോ, നമ്മൾ നല്ലൊരു ലിസണർ ആവണം. നല്ലൊരു ലിസണർ ആവണം. പിന്നെ നാരോ മൈൻഡഡ് ആവരുത്. നാരോ മൈൻഡ് വെച്ചാൽ നമ്മൾ ചിന്തിച്ചാൽ മാത്രം കറക്റ്റ്. അങ്ങനെയുള്ള ഇതിക്ക് മാറുക. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതിലെന്ന് വെച്ചെങ്കിൽ എല്ലാവരും സംസാരം ഭയങ്കര മീറ്റിങ്സൊക്കെ ഭയങ്കര പണ്ടത്തെ പോലെ ഒന്നുമല്ല. പണ്ട് ഡിസിഷൻ മേക്കേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ബോസ് വരും, ബോസ് ഒരു തീരുമാനം പറയും. പണ്ടത്തെ കമ്പനീസൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ കമ്പനികളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ നമ്മളെ ചെറിയ കമ്പനികളടക്കം അല്ലെങ്കിൽ വലിയ എല്ലാ കമ്പനികളും എന്നറിയോ ഇപ്പോൾ ഗ്രൂപ്പായിട്ട് ഡിസിഷൻസ് എടുക്കുന്നത്. നമ്മളെ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്, എന്താണ് നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ഷെയർ എന്താണെന്നുള്ളത് അതൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോഴും മറ്റേ കൺവെൻഷൻ സ്റ്റൈൽ എലൺ മസ്ക് പറയുന്നത് അല്ലെങ്കിൽ എന്താ അവർക്ക് ഓൺട്രപ്രണേഴ്സ് അല്ല മെയിൻ ആളുകൾ പറയുന്നുണ്ട് വീക്കിലി 20 hours വർക്ക് ചെയ്ത് വരുന്നുണ്ട്. ആ സമയത്ത് 30 hours 56 hours വർക്ക് ചെയ്യുന്ന പറഞ്ഞ ആളുകളുണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ ആണെന്ന് ഞാൻ പറയാം. ഒരു ലീഡർഷിപ്പ് സ്കിൽസ് വരണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എന്താ ഞാൻ ലീഡറെന്ന് പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് കിട്ടണമല്ല. നമ്മളാ ഒരു സിറ്റുവേഷനിലും മറ്റേ തലവിയിലൊക്കെ പറഞ്ഞ പോലെ അയാൾ എന്ത് ചെയ്യുന്നു ആ സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്ത് വരുന്നതാണ്. അതിന് പറ്റുന്ന ടീമും അതിന് പറ്റുന്ന ആക്ടിവിറ്റികൾ ഇൻവോൾവ് ആവുമെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു കേസ് വരുമ്പോഴോ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാനൊരു ആക്ടിവിറ്റി കൊടുക്കാറുണ്ട് ട്രെയിനിങ്ങിന് പോകുമ്പോൾ. ഈ ട്രെയിനിങ്ങിലുള്ള ആക്ടിവിറ്റി എന്ന് വെച്ചെങ്കിൽ ഒരു എത്ര കുട്ടികളുണ്ടെങ്കിൽ അവർ കൗണ്ട് ചെയ്യണം. കൗണ്ട് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞ പിന്നെ മലയാളം പറഞ്ഞിട്ടുള്ള അടുത്ത സംഖ്യ. അറ്റ് ടൈമിൽ ആരും മിണ്ടാൻ പറ്റൂല. ഇങ്ങനെ സംഭവം അതൊരിക്കലും ഒരു ലീഡർ വന്നില്ലെങ്കിൽ ഗെയിം തീരൂല. ഒരു 50 പേരുണ്ടെങ്കിൽ ആ ഗെയിമിൽ ലീഡർ വന്നില്ലെങ്കിലും നല്ല ഐഡിയ വന്നില്ലെങ്കിലും ആ ഗെയിം തീരൂല. ഞാൻ എത്ര മണിക്കൂറാണെങ്കിൽ ഞാൻ സമയം കൊടുക്കും. നമുക്ക് മനസ്സിലാവും. അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള കുട്ടികളായി ഇങ്ങനെ അവർക്ക് ആ ഗെയിം ഇങ്ങനെ പൊട്ടുമ്പോൾ ദേഷ്യത്തിൽ എന്തെന്ന് അറിയോ ഓട്ടോമാറ്റിക്കലി ഇനീഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ വരും ആളുകൾ. അങ്ങനെ ലീഡർഷിപ്പ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഞങ്ങൾ എഡെക്സിൽ കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ പറയില്ലേ ആക്ടിവിറ്റിയാണ്. അതായത് ഒരു 4 പേർക്ക് ടാസ്ക് കൊടുക്കുകയാണ്. ആ ടാസ്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരാൾ ഇനീഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ ആ ഗെയിം തീരില്ലെങ്കിൽ അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലീഡർ വരും. ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും എന്താണ് പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കുമ്പോൾ തന്നെയാണ് വിദ്യാഭ്യാസം ശരിക്കും. അല്ലെങ്കിൽ ഗെയിംസിലൂടെ കളിക്കുമ്പോഴാണ്
ഇപ്പം അടുത്ത് പറഞ്ഞിരുന്നത് നമ്മൾ സാധാരണ നോക്കി പഠിക്കുന്നതിനെക്കാട്ടി ഈ കളിയിലൂടെ പഠിക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നത്. 400 ഇരട്ടി, ഇത്ര 400 ഇരട്ടിയോ അങ്ങനെ എന്തോന്ന കണക്ക്. എഡ്യൂട്ടൈൻമെൻ്റ് ആണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത്. എഡ്യൂക്കേഷൻ അല്ല, എഡ്യൂട്ടൈൻമെൻ്റ് ആണ്. എൻ്റർടൈൻമെൻറ്റ് പ്ലസ് എഡ്യൂക്കേഷൻ കൂടുമ്പോൾ എഡ്യൂട്ടൈൻമെൻറ്റ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. ഇപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ പഠിക്കണം. നമ്മളെ ദയവ് ഇതും കണ്ടത് കേൾക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റുമെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കുക. നമ്മളുടെ കുട്ടികളെ പൊട്ടന്മാരാക്കരുത് നിങ്ങൾ ദയവ് ചെയ്തിട്ട്. എങ്ങനെ വെച്ചെങ്കിൽ ഒരു ഔട്ട്ഡേറ്റഡ് കരിക്കുലം കൊടുത്തിട്ട് ഇപ്പോഴും ഫാക്ടറി എംപ്ലോയീസിന് വേണ്ട കരിക്കുലം കൊടുത്ത് അവർക്ക് ഒരു ഇന്നോവേഷനോ കാര്യങ്ങളും കൊടുക്കാതെ അവരുടെ സമയം നിങ്ങൾ 10 വരെ 10 വർഷം, +1 +2 2 വർഷം, ഡിഗ്രി 3 വർഷം, PG 17 വർഷമാണ് അവരെന്ത് ചെയ്യുന്നത്, ഒരു 10,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഇത് ആരുടെ പ്രശ്നമാണ്? ഇതാരാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? ഇതിന് ആ കുട്ടികളെ ദയവ് ഇതുങ്ങാണ്ട് ഇനിയിപ്പോൾ പേരൻസ് കേൾക്കുന്നുണ്ട്, പേരൻസിനോട് പറയാനുള്ളത് നിങ്ങൾ ഉത്തരവാദിത്തമായിട്ട് നിങ്ങളെ മക്കളെ സേഫ് ആക്കുക എന്നുള്ളത്. വേറെ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ വേറെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അതിന് പറ്റുന്നിടത്ത് കൊണ്ടുപോയി ചേർത്തിക്കോളും. ഇനി അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ നേരത്തെ പോലെ ഗ്രൗണ്ടിൽ നിങ്ങൾ മാർക്കറ്റിൽ ഇറക്കിക്കോളും, അല്ലെങ്കിൽ ബാക്കി എവിടുന്ന സ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ആ ആക്ടിവിറ്റി നിങ്ങൾ ഇറക്കിക്കോളും എന്ന് ഞാൻ പറയാം. കാരണം നമ്മളിത് ഒരു പരിധി വരെ നമുക്ക് ബ്ലെയിം ചെയ്തിട്ടും കാര്യമില്ലെന്ന് വെച്ചാൽ ആക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ അറിയോ, നിങ്ങളെ എന്ത് ചെയ്യുക, നിങ്ങളെ ആക്ഷൻ എടുക്കുക, നിങ്ങളെ സൊല്യൂഷൻ കാണുന്നതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. കാരണം അതല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ സ്കില്ല് വേണമെന്ന് എല്ലാവർക്കും അറിയാം. ഈ രീതിക്കുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. ഇനി അടുത്തൊരു സ്കില്ലാണ് നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ്. ഈ നെറ്റ്വർക്കിംഗ് എന്നുള്ളത് ഞാനിപ്പോൾ വേറൊരു പെപ്സിക്കോയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ വേറെ ഫ്രണ്ട് ഉണ്ട്, ഇർഫാൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആളുമായി ഡിസ്കസ് ചെയ്തപ്പോൾ ആൾ എന്നോട് പറഞ്ഞെന്താ വെച്ചെങ്കിൽ കമ്പനികളിൽ എത്ര % ജോബ് റെഫറിലൂടെ എത്ര ജോലിക്ക് എടുക്കുന്നത്. അവരെന്ത് ചെയ്യുന്നില്ല, പുറത്തു പോലും എന്ത് ചെയ്യുന്നില്ല, ജോബിൻ്റെ വേക്കൻസിൻ്റെ കാര്യം പുറത്തു പോലും എന്ത് ചെയ്യുന്നില്ല, ഔട്ട് ചെയ്യുന്നില്ല. റെഫറൻസ് മാത്രമേ ജോലി എടുക്കുന്നുള്ളൂ. ഈ റെഫറൻസ് കിട്ടാൻ നമുക്ക് എന്ത് വേണം, നെറ്റ്വർക്ക് വേണം. ഇപ്പം ഞാൻ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യണം, ഒരു കുട്ടിക്ക് ഒരു MNC കമ്പനിയിൽ ജോലി ചെയ്യണം, ഏതെങ്കിലും ഒരു കമ്പനി. ആ കുട്ടി ജസ്റ്റ് ഒരു ദിവസം നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ഇത് നോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക് MNC കമ്പനി വർക്ക് ചെയ്യണമെങ്കിൽ ഓൻ ചെയ്യേണ്ടത് നല്ലൊരു ATS ഫ്രണ്ട്ലി റെസ്യൂമ് ഉണ്ടാക്കുക. 1. സെക്കൻഡ്, നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കുക. അവൻ ക്ലാസ്സിൽ സെമിനാർ എടുത്ത ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്തോട്ടെ. അവൻ എന്തൊക്കെ എടുത്തോ അതൊക്കെ അപ്ലോഡ് ചെയ്ത്, സർട്ടിഫിക്കറ്റ് കിട്ടിയതൊക്കെ അപ്ലോഡ് ചെയ്തെങ്ങാണ്ട് അതിന് ശേഷം അവൻ ചെയ്യേണ്ട ഒരു കേസ്, അവൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയിൽ എന്ത് ചെയ്യുക, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ലിങ്ക്ഡിനിൽ മെസ്സേജ് അയക്കുക, കോൾഡ് മെസ്സേജ് പോലെ അയക്കുക. സാറേ എന്താ പറയുക, ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങളുടെ ഡ്രീം കമ്പനിയാണ്, എനിക്ക് ഇന്ന പൊസിഷന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അല്ലെങ്കിൽ അവർ ഇത് ബ്ലോഗ്, ഇനിയിപ്പോൾ അവർക്ക് ഒരു വേറെ സ്ട്രാറ്റജി പറഞ്ഞുതരാം. ഇനിയിപ്പോൾ മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, അവരുടെ പോസ്റ്റിനൊക്കെ കമൻറ്റ് ചെയ്യുക. എങ്ങനെ നമുക്ക് ജോലി വേണമെന്നുള്ളതല്ല, സാർ നിങ്ങളുടെ തോട്ട്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആ നെറ്റ്വർക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ അവർ നമ്മളെ പേര് നോട്ട് ചെയ്യുള്ളൂ. ഒരു മാസമായിട്ട് റെഗുലറായിട്ട് അയാൾ പോസ്റ്റ് ചെയ്യുന്നതിനൊക്കെ എന്ത് ചെയ്യണം, നല്ല നല്ല കമൻറ്റ്സ്. പിന്നെ കമൻറ്റ്സ് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചാറ്റ് കമൻറ്റ് ഉണ്ടാക്കി തരും. നേരെ കൊണ്ടുപോയി പേശ ആൾ ആ പേര് നോട്ട് ചെയ്യും. ഇപ്പം നമ്മളെക്കുറിച്ച് ഒരാൾ നല്ലത് പറഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്യൂലേ, അതുപോലെ തന്നെ ആ എംപ്ലോയി നോട്ട് ചെയ്യും. അങ്ങനെ ഒരു 30 ദിവസം ഓനെ മെസ്സേജ് അയച്ചിട്ട്, അല്ലെങ്കിൽ ഇതിനേശം ഒരു ആൾക്ക് മെസ്സേജ് അയച്ചാൽ ആൾ റീപ്ലൈ തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ തന്നില്ലെങ്കിൽ ഒരു 10 ചെയ്ത് ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യും, എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം അടുത്തേ എത്ര 3000 എത്ര കമ്പനികൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്തിട്ട് അതിന് 3 കമ്പനിയാണ് ഓനെ ലിങ്ക്ഡിനിൽ കേട്ടോ, ഓൻ പരത്തി കൊടുക്കുകയായിരുന്നു. 3 കമ്പനി, അതിലൊരു കമ്പനിയിൽ അവനക്ക് കിട്ടി പുറത്തുള്ള. അത് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനൊരു ഇത് വേണം, ത്വര വേണം. അതെ, ഇതിൽ നിങ്ങൾ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഒരു കമ്പനിക്ക് നേരിട്ട് മെസ്സേജ് ചെയ്ത് റീപ്ലൈ തരില്ല. ഞാൻ അതിനാണ് ഈ സ്ട്രാറ്റജി പറഞ്ഞത്. ഈ സ്ട്രാറ്റജി എന്ന് വെച്ചെങ്കിൽ സ്ട്രാറ്റജി അല്ല, അതൊരു അടവ് എന്നൊക്കെ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇയാൾക്ക് കമ്പനിയിൽ കുറച്ചൊരു കണക്ട് ചെയ്ത് തരാൻ പറ്റുന്ന ഒരാളെ നമുക്ക് നോക്കി മനസ്സിലാവും, അയാളുടെ ആക്ടിവിറ്റിയൊക്കെ നോക്കിയൊക്കെ മനസ്സിലാവും. അപ്പോൾ ആൾക്ക് നമ്മൾ ഈ കമൻറ്റോ അല്ലെങ്കിൽ ബാക്കിയുള്ളത് കണക്ട് ചെയ്ത ആളോട് പറഞ്ഞ് ആ ഒരു ബന്ധം, ഫ്രണ്ട്ഷിപ്പ്, ഒരു നെറ്റ്വർക്ക് ഒരിക്കലും നമ്മളെത്തൊന്നും കണ്ട് അവർ സംസാരിക്കൂല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, മനസ്സിലായില്ലേ? നമ്മളാണ് ആവശ്യം. അപ്പം നമ്മൾ ആ രീതിക്ക് അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് ഇതാക്കുക. പിന്നെ ഞാൻ അവരോട് പറഞ്ഞ വേറെ കാര്യം, ലിങ്ക്ഡിനിൽ ജോബ് എന്നുള്ള പോർട്ടലിൽ പോയിക്കൊണ്ട് ജോബ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ആ സമയത്ത് പോസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട ഒരു അക്കൗണ്ടൻറ്റ് ജോബ് ദുബൈയിലാണെങ്കിൽ അക്കൗണ്ടൻറ്റ് ജോബ് എന്നുള്ളത് എന്ത് ചെയ്യുക, അക്കൗണ്ടൻറ്റ് ജോബ് ഇൻ ദുബായ് എന്നുള്ളത് സെർച്ച് ചെയ്യുക, ജോബിലല്ല സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കാണുന്നത് പോസ്റ്റുകൾ വരിക, പോസ്റ്റ് ചെയ്ത് വരിക. അതിൽ റിസെൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ മണിക്കൂറിൽ ആരെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ എന്തുണ്ടാവും, ഏറ്റവും പുതിയത് കിട്ടും. അവർക്ക് ആ സ്പോട്ടിൽ മെസ്സേജ് അയച്ചോ, മേ ബി നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ മനസ്സിലാവും, ആവശ്യമുള്ളതുകൊണ്ടാണ് അവർ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ റെസ്പോൺസ് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കയറുള്ള സംഭവം കിട്ടും. ഈ രീതിക്കൊക്കെ ചെയ്യുമ്പോൾ
ഒന്നുകൂടി നമുക്ക് അവിടെ കമ്പനിക്ക് പോകേണ്ടി പറ്റും. പിന്നെ ഇനി പേഴ്സണൽ ബ്രാൻഡിങ്. നിങ്ങൾ ഇനിയുള്ള കാലത്ത് ഞാൻ വീണ്ടും പറയാണ്, വിസിബിലിറ്റിക്കാണ് കാശ്. വിസിബിലിറ്റി ഇപ്പോൾ പോഡ്കാസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചായക്കട ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ആര് കൊടുത്തോ? ഓൽക്കാണ് കാശ്. അപ്പോൾ ഞാൻ പറയണത്, നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡ് തുടങ്ങിക്കോളി മക്കളെ, ഒരു പ്രശ്നം കരുതണ്ട. അപ്പോൾ നിങ്ങൾക്ക് കമ്പനിക്ക് ഒരു അസറ്റായി തോന്നുകയാണ്. ഇപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ കമ്പനിക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആ രീതിക്ക് നിങ്ങളൊരു ഫേസായി കൊടുക്കാൻ വരുന്നുണ്ടെങ്കിൽ കമ്പനി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യും. പേഴ്സണൽ ബ്രാൻഡിൽ നിന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ ക്ലാസ്സിലൊരു സെമിനാർ എടുത്തു, അല്ലെങ്കിൽ ഒരു പേപ്പർ പ്രസന്റേഷൻ നടത്തി, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കണ്ട് ചെറിയ ക്യാപ്ഷൻ കൊടുക്കുക, ടുഡേ ആയിട്ടൊക്കെ എന്താ പറയുക, ഒരു ടോപ്പിക്കും കൊടുത്തിട്ട് ഇന്നത് വേരിയസിലാണ് ഇതൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞുകൊണ്ട് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുക, നിങ്ങളെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുക, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക, നിങ്ങളെ സറൗണ്ടിങ്സ് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റസുകൾ കാണുന്നുണ്ട്, അവർ മനസ്സിലാക്കും ഈ ഡൂയിങ് ഗുഡ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഷീ ഡൂയിങ് ഗുഡ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ. ഈ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ രീതിക്ക് കൈൻഡ് ഓഫ് എന്തെങ്കിലും വന്നാൽ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ്, നെറ്റ്വർക്കിംഗ് വളരെയായിട്ട് വേണ്ട ഒരു സ്കില്ലാണ്. പിന്നെ ഇനി അടുത്ത സ്കില്ല് ഇപ്പോൾ ഏതാ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഏകദേശ സ്കില്ലുകളൊക്കെ ഒരു ബേസിക്സ് കാര്യങ്ങൾ പറയാം. ഓക്കെ 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 ലാസ്റ്റ് ആയിട്ട് ഇന്ത്യയിലെ യൂത്തിനോട് എനിക്ക് എന്താ പറയാനുള്ളത്? ഇന്ത്യയിലെ യൂത്തിനോട് പറഞ്ഞാൽ, നിങ്ങളുടെ കാശ് ഉണ്ടാക്കേണ്ടതാണെങ്കിലും നിങ്ങളെ സ്കില്ല് ഉണ്ടാക്കേണ്ടതാണെങ്കിലും നിങ്ങൾക്ക് ഗ്രോത്തും നിങ്ങളെ സക്സസ് ഒന്നും വേറൊരാളുടെ ഉത്തരവാദിത്തമല്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്കതിനുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നമ്മളെ നാട്ടിലുണ്ട്. യൂട്ടിലൈസ് ചെയ്യുക. ഗവൺമെൻറ്റിനെ, സൊസൈറ്റിനെ, മെൻറ്റേഴ്സിനെ, ടീച്ചേഴ്സിനെ, പേരൻസിനെ കുറ്റം പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ഇരുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. കിട്ടുന്നിടത്ത് പോയിട്ട് ഈ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതായത് മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്നുള്ളത്, മണി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മളെ സാധനങ്ങൾ കൊടുക്കണം. ആൾ മേടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് സെല്ല് ചെയ്യണമെങ്കിൽ നമുക്ക് സ്കിൽസ് വേണം. ഈ സ്കിൽസ് എവിടെ കിട്ടുമോ അത് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളെ മുമ്പിൽ തന്നെ ഉണ്ടാവും, ഇപ്പം നിങ്ങളുടെ നാട്ടിലോ എല്ലായിടത്തും ഉണ്ടാവും. അത് ഗ്രാസ്പ് ചെയ്യുക, അത് കിട്ടുന്നിടത്ത് പോയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു സംഭവം എനിക്ക് പറയാനുള്ളത്. നമ്മൾ ബ്ലെയിം ചെയ്തിരുന്ന എന്തുണ്ടാവും? ആ ഇരുത്തേ ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു അംബ്രാസ്, ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ വെഞ്ചേഴ്സ്. താങ്ക് യു സോ മച്ച്. ഇനിയും പ്രതീക്ഷിക്കാമല്ലോ. ഷുവർ ഒരു വൈ ദ ഹെൽ നോട്ട് എന്ന് പറഞ്ഞേ. വൈ ദ ഹെൽ നോട്ട്. വൈ ദ ഹെൽ നോട്ട്. വൈ ദ ഹെൽ നോട്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു.